പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഒരു പ്രാവശ്യം കൂടെ അരോമ ചാനലിലേക്ക് കടന്നു വരുവാൻ ദൈവം സഹായിച്ച വലിയ കൃപയ്ക്കായി ഞാൻ ദൈവത്തിന് മഹത്വം കരേറ്റുന്നു. എന്നെ ക്ഷണിച്ച കർത്തൃദാസനും ആമേൻ കർത്തൃദാസന്റെ കുടുംബത്തെയും ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. നിങ്ങളെ ധാരാളമായി ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിന്റെ വേലയിൽ അധികം ഫലം കായ്പാൻ ദൈവം ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ, സ്തോത്രം. ഇന്ന് ഞാനൊരു പ്രത്യേക ഒരു മെസ്സേജ് ഞാൻ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി സമർപ്പിച്ചുകൊണ്ടാണ് ഞാൻ കടന്നു വന്നിരിക്കുന്നത്. ഞാൻ നാളുകളായി ഞാൻ ഖുറാനിൽ നിന്നും ബൈബിളിൽ നിന്നും ഞാൻ താരതമ്യം ഒരു പഠനം നടത്തിക്കൊണ്ട് ഞാൻ പോയിന്റുകൾ നോട്ട് ചെയ്ത് വെച്ച് അനേകരോട് ഞാൻ അത് പറഞ്ഞുകൊണ്ടിരിക്കുക. അതുകൊണ്ട് എനിക്ക് ലോകത്ത് മുഴുവനുള്ളവരോടും വിളിച്ചു പറയണമെന്ന് എനിക്കൊരു വലിയ ആഗ്രഹമുണ്ട്. ബൈബിളിലെ 66 പുസ്തകം പറയുന്നത് പോലെ ഖുറാനിൽ 114 അധ്യായങ്ങൾ, നമുക്ക് പുസ്തകങ്ങളാണ് 66, അതിൽ 114 അധ്യായങ്ങൾ ചേർന്ന ഒരു ഗ്രന്ഥമാണ് ഖുറാൻ എന്ന് പറയുന്നത്. അതിലെ പല ആയത്തുകളിലും പല അധ്യായങ്ങളിലും കർത്താവായ യേശു ക്രിസ്തു മശിഹ ആണെന്ന്, മസീഹ് എന്ന് എടുത്തു പറയുന്ന ഭാഗങ്ങളുണ്ട്. അതേസമയം ഞാൻ മദ്രസ പഠിക്കുമ്പോഴൊന്നും മസീഹ് ഈസ എന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. ഈസാ നബി എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇന്നും അത് അങ്ങനെ തന്നെയാണ്. ഞാൻ പല മുസ്ലിങ്ങളോട് ചോദിച്ചു, എന്റെ വീട്ടുകാരോട് ചോദിച്ചു, ഈ മസീഹ് ഈസ എന്ന് എന്തുകൊണ്ട്, അല്ലെ മശിഹ എന്ന് എന്തുകൊണ്ട് നമ്മെ പഠിപ്പിക്കുന്നില്ല, പറയിപ്പിക്കുന്നില്ല? അത് ഖുറാനിൽ ഉള്ളതാണല്ലോ. പ്രത്യേകിച്ച് 4-ാം അധ്യായം 171-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് 101-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, മസീഹ് ഈസ റൂഹ് അല്ലാ, മസീഹ് ഈസ അങ്ങനെ തന്നെ എടുത്തു പറയുന്നു. മറിയമിന്റെ പുത്രൻ മസീഹ് ഈസ അള്ളാഹുവിന്റെ ദൂതനും അള്ളാഹുവിന്റെ വചനവും അള്ളാഹുവിന്റെ ആത്മാവുമാകുന്നു എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ മാത്രമല്ല, ഞാന് ഖുറാൻ വായിച്ചു വന്നപ്പോൾ 3-ാമത്തെ സൂറ ആല് ഇമ്രാനിലെ 45-ാമത്തെ വചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, മലക്കുകൾ അവളോട് പറഞ്ഞ സന്ദർഭം നമ്മുടെ ബൈബിളിൽ പറയുന്നുണ്ടല്ലോ. മറിയമിന്റെ അടുക്കൽ ദൂതൻ കടന്നു വന്നിട്ട് യേശുക്രിസ്തു ജന്മം കൊടുക്കാൻ പോകുന്നു, അല്ലെങ്കിൽ അത്യുന്നതന്റെ പരിശുദ്ധാത്മാവിന്റെ നിഴൽ നിന്റെ മേൽ വരും, ആത്മാവ് നിന്റെ മേൽ വരുമ്പോൾ ഒരു ശിശു ജനിക്കുമെന്നൊക്കെ പറയുന്ന പോലെ ഇവിടെ ഒരു വചനം പറഞ്ഞിരിക്കുന്നു. മലക്കുകൾ അവളോട് പറഞ്ഞ സന്ദർഭം, മറിയമേ, നിശ്ചയമായും അള്ളാഹു അവങ്കൽ നിന്നുള്ള ഒരു വചനം, ഒരു വാക്ക് നിനക്ക് സുവിശേഷം അറിയിക്കുന്നു. അവന്റെ പേർ മറിയമിന്റെ മകൻ ഈസാ മസീഹ് എന്നാകും. ഇഹത്തിലും പരത്തിലും പ്രമുഖനായും സാമീപ്യം സിദ്ധിച്ചവരിൽപ്പെട്ടവനുമാകുന്നു എന്ന്. എനിക്കിവിടെ ചിന്ത വന്നത്, നമ്മുടെ ബൈബിളിൽ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വചനം പറയുന്നു, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു എന്ന് പറഞ്ഞ് താഴോട്ട് പറയുന്നു, അവനെ കൂടാതെ ഒന്നും ഉളവായില്ല എന്ന്. 14-ാം വാക്യം പറയുന്നു, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അപ്പൊ നമ്മുടെ ഇടയിൽ പാർത്ത മശിഹ യേശു ക്രിസ്തു, ആമേൻ, സ്തോത്രം, വചനം ജഡമായി തീർന്നതാണ് എന്ന് വളരെ വ്യക്തമായി ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ അതിനെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വചനം തന്നെയാണ് ഇവിടെയും പറയുന്നത്. അവന്റെ നാമം, അവന്റെ പേർ, അതായത് അവന്റെ നാമം മശിഹ എന്നാകും. എന്ത്? വചനത്തിന്റെ സുവിശേഷം നിന്നെ അറിയിക്കുന്നു, അവന്റെ നാമം അവിടെ വളരെ എടുത്തു പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ എന്റെ കയ്യിലിരിക്കുന്ന ഗ്രന്ഥം ഞാൻ കാണിക്കാം. ഇതാണ്, ഇതിന്റെ 4 വോളിയം എന്റെ കൈവശമുണ്ട്. ഇതിൽ 1-ാമത്തതാണ് ഞാൻ എടുത്തു വായിച്ചത്. ഇതുപോലത്തെ 4 എണ്ണമുണ്ട്. അത് കൂടാതെ ഖുറാന്റെ തർജിമ, കെ ഉബൈദ് എഴുതിയ തർജിമ, ഇതാണ് എന്റെ കയ്യിൽ ആദ്യം 98-ൽ ഞാൻ വാങ്ങിച്ചത്. അത് കൂടാതെ തന്നെ 14 വോളിയമുള്ള വാക്കാർത്ഥമുള്ള ഖുറാനും എന്റെ കൈവശമുണ്ട്. വാക്കുകൾ ഓരോന്നിനും ഓരോ വാക്കുകൾ വെച്ച് അതിൽ നിന്ന് എടുത്ത് നാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വായിച്ചു വരുന്ന കൂട്ടത്തിൽ ഇവിടെ ഈ 45-ാമത്തെ വചനം, 3-ാമത്തെ സൂറത്ത് ആല് ഇമ്രാന്റെ 45-ാം വചനത്തിൽ അവിടെ വിശദമായിട്ട് താഴെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തെ പറ്റി, അതായത് മശിഹയെ പറ്റി, മസീഹ് എന്ന് പറയുവാൻ കാരണം പലരും പല വിധത്തിൽ വിവരിച്ചു കാണാം. അവയിൽ കൂടുതൽ ന്യായയുക്തമായി കാണുന്ന അഭിപ്രായം ഇതാണ്. ഏത്? മശിഹ അല്ലെങ്കിൽ മിശിഹ എന്ന ഹീബ്രു വാക്കിന്റെ അറബി ശൈലി അനുസരിച്ചുള്ള ഉച്ചാരണമാണ് മസീഹ്. കണ്ടോ? അപ്പൊ മശിഹയുടെ അറബി ശൈലിയാണ് മസീഹ്.
അപ്പൊ ആ വാക്കിന്റെ സാക്ഷാൽ അർത്ഥം അഭിഷേകം ചെയ്യപ്പെട്ടവൻ. ഇത് തന്നെയല്ലേ നമ്മുടെ ബൈബിളും പറയുന്നത്, അഭിഷിക്തൻ. അപ്പൊ അഭിഷേകം ചെയ്യപ്പെട്ടവൻ അഥവാ അഭിഷിക്തൻ എന്നാകുന്നു. ഇതേ അർത്ഥത്തിലുള്ള ഒരു യവന ഗ്രീക്ക് പദം അത്രേ ക്രിസ്തു എന്ന വാക്കും. പ്രൈസ് ദ ലോർഡ്, ആമേൻ. അല്ല, ഇതേ അർത്ഥത്തിലുള്ള ഒരു യവന ഗ്രീക്ക് പദം അത്രേ ക്രിസ്തു എന്ന വാക്കും. അപ്പൊ ഈ ക്രിസ്തു തന്നെയാണ് മശിഹ എന്ന് പറഞ്ഞാൽ ക്രിസ്തു ആണ് എന്ന് ഈ 45-ാമത്തെ വാക്കിൽ മലക്ക് വന്ന്, അല്ലെങ്കിൽ ഒരു ദൂതൻ വന്ന് മറിയമിനോട് പറയുന്നു എന്ന് വ്യക്തമാണ്. ഹല്ലേലൂയ. അപ്പോൾ ചോദിക്കും, മുസ്ലിങ്ങൾ ചോദിക്കും, അതിനിപ്പോ എന്താണ്, മോശ വന്നില്ലേ, അബ്രഹാം വന്നില്ലേ? അങ്ങനെയാണ് മോശ ജനിച്ചതുപോലെയോ അബ്രഹാം ജനിച്ചതുപോലെ ഒന്നും അല്ലല്ലോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ജനിച്ചത്. ജനനത്തിൽ പോലും അത്ഭുതമുണ്ടായിരുന്നു. മനുഷ്യർ അത്ഭുതം കൂറുമാറുള്ള ജനനം. സാധാരണ മനുഷ്യരെല്ലാം പാപികളാണ്. അവർ ഒരു ചെറിയ പാപമെങ്കിലും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. എത്ര മാന്യൻ എന്ന് പറഞ്ഞാലും ഇവിടെ ഒരു ചെറു കള്ളമെങ്കിലും പറയാത്തവരുണ്ടാവില്ല. അല്ലെങ്കിൽ ഒന്ന് ഇപ്പൊ നമ്മളിൽ 100 രൂപ ഉണ്ടെങ്കിൽ 110 ആക്കാനുള്ള ഒരു ആഗ്രഹമെങ്കിലും വരാതിരിക്കില്ല. പക്ഷെ കർത്താവായ യേശു ക്രിസ്തുവിൽ ഒട്ടുമേ പാപമില്ല എന്ന്, പാപരഹിതനാണെന്ന് ഖുർആനും പറയുന്നുണ്ട് സൂറത്തുൽ മറിയത്തിൽ. പാപരഹിതനാണ്. അപ്പോൾ ഇവിടെ പാപമില്ലാതെ ജനിച്ച ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. ആമേൻ, സ്തോത്രം. ദൈവത്തിന് പാപമില്ല എന്ന് നമ്മൾ എല്ലാവരും പറയുന്നു. ദൈവത്തിന് പാപമില്ല. അങ്ങനെയെങ്കിൽ യേശു ക്രിസ്തുവിന് പാപമില്ലല്ലോ. പാപമില്ലാത്തവൻ അവൻ ആയിക്കൂടെ? അപ്പൊ ചോദിക്കും, യേശു പ്രവാചകനല്ലേ? യേശു ദൈവമാകുന്നത് എങ്ങനെയാണ്? യേശു ദൈവമാകുന്നു എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഖുർആൻ ആയത്തുകളുണ്ട്. ഖുർആൻ പഠിക്കുന്നവർക്ക് അത് മനസ്സിലാകും. ഖുർആൻ പഠിക്കുന്നവർക്ക് മനസ്സിലാകും. പക്ഷേ ഞാൻ മദ്രസ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ ഞാൻ ഇടയ്ക്കൊന്ന് കയറി പറയട്ടെ, എന്റെ സാക്ഷ്യം ഈ അരോമ ടിവിയിലുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ടിട്ടില്ലാത്തവർക്ക് കാണാവുന്നതേ ഉള്ളൂ. സ്തോത്രം. ബൈബിൾ വായിച്ചാണ് ഞാൻ യേശുക്രിസ്തുവിനെ അറിയാനിടയായി തീർന്നത്. എങ്കിലും ഞാൻ അങ്ങനെ ക്രിസ്ത്യാനി ആകാനോ പൂർണ്ണമായിട്ടും അങ്ങ് വിട്ടുതിരിയാനോ ഒന്നും അന്ന് പ്ലാൻ ഉണ്ടായിരുന്നില്ല. 1 വർഷത്തോളം ഞാൻ പ്രാർത്ഥനകൾക്കൊക്കെ പോകുന്നുണ്ടെങ്കിലും പുതിയ തീരുമാനങ്ങളോ അങ്ങനെ ഉറച്ച തീരുമാനം ഒന്നും എടുത്തിരുന്നില്ല. പക്ഷെ പിന്നത്തേതിൽ എനിക്ക് മനസ്സിലായി, ബൈബിളിൽ പറയുന്ന സത്യങ്ങളും കർത്താവിനെയും അടുത്തറിഞ്ഞതിന് ശേഷം ഞാൻ സ്നാനപ്പെട്ടു, പൂർണ്ണമായ വിശ്വാസത്തിലേക്ക് വന്നു. എങ്കിലും എനിക്കൊരു ഡൗട്ട് 10 വർഷക്കാലം ഉണ്ടായിരുന്നു. യേശു ദൈവമാണോ എന്ന ഡൗട്ട് എനിക്കുണ്ടായിരുന്നു. അത് ഞാൻ പലയിടത്തും സാക്ഷ്യം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എല്ലാരും കർത്താവ് എന്ന് വിളിക്കുന്നു, ഞാനും കർത്താവ് വിളിക്കുന്നതുകൊണ്ട് തെറ്റില്ല. റബ്ബ് എന്നാണ് അറബി തർജ്ജമയില്. റബ്ബ് എന്ന് വെച്ചാൽ കർത്താവ് എന്നാണ് അർത്ഥം. ആ തർജ്ജമകൾ എടുത്ത് വായിച്ചാൽ ഉസ്താദന്മാർ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, റബ്ബ് എന്ന് പറഞ്ഞാൽ കർത്താവ് എന്നാണ്. അപ്പൊ നമ്മൾ കർത്താവ് എന്ന് വിളിക്കുന്നു, ഒക്കെ വിളിക്കുന്നു. ദൈവമാണെന്നോ ദൈവപുത്രനാണെന്നോ വിശ്വസിക്കാനുള്ള അത് ഇല്ല. ഞാൻ ദൈവപുത്രൻ എന്ന് എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. കാരണം ദൈവത്തിന്റെ പുത്രനായിട്ട് കാണാം, ദൈവത്തിന്റെ ദൂതനാണ്, ദൈവത്തിന്റെ വചനമാണ്, ദൈവത്തിന്റെ ആത്മാവാണ് ഒക്കെ ആവുമ്പോ എന്തായാലും ദൈവത്തിന്റെ പുത്രനാകാം. കാരണം ആദാമിന്റെ പുത്രനല്ലെന്ന് എനിക്ക് നല്ല ബോധ്യം ഉണ്ടായിരുന്നു. കാരണം മനുഷ്യനെ മണ്ണുകൊണ്ടുണ്ടാക്കി. അപ്പൊ മനുഷ്യനെ മണ്ണുകൊണ്ടുണ്ടാക്കുമ്പോ പിന്നെ പാരമ്പര്യമായി വർണ്ണവരെല്ലാം മനുഷ്യന്മാരാണ്. യേശു അങ്ങനെ വന്ന ആളല്ല. ആദാമിന്റെ സന്തതി പരമ്പരയിൽ വന്ന ആളെ അല്ല. അതുകൊണ്ട് മനുഷ്യനല്ല എന്ന് എനിക്ക് നല്ല ബോധ്യം ഉണ്ടായിരുന്നു. ഒരു പ്രവാചകൻ അങ്ങനെ സാധാ പ്രവാചകനുമല്ല, ഉയർത്തിന്ന് വന്നവനാണെന്ന് എനിക്ക് നല്ല ബോധ്യം ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോൾ തന്നെ ദൈവത്തിന്റെ പുത്രൻ, ഓക്കെ, ആദാമിന്റെ പുത്രൻ ആദാമിന്റെ പിതാവാര, ആദാമിന്റെ അപ്പനാര, അങ്ങനെ പറയുമ്പോ ദൈവം തന്നെയല്ലേ. അപ്പൊ അതുപോലെ യേശുവിന്റെ അപ്പൻ ദൈവമാണ്. എങ്കിലും ആദാം നമ്മളെ കർത്താവല്ലല്ലോ. അപ്പൊ അതുപോലെ ഒരു ആളാണ് എന്നാണ് അന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നത്. പിന്നെ ഞാൻ ചിന്തിച്ചു വന്നപ്പോഴാണ് ഈ ഖുറാന്റെ തർജ്ജമ വാങ്ങിച്ച് പഠിക്കാനായിട്ട് ഒരു പ്ലാൻ വന്നത്. അന്ന് മദ്രസയിലൊക്കെ പോയി ഖുറാൻ ഓതുമെങ്കിലും അതിന്റെ അർത്ഥം ഒന്നും നമുക്കറിയില്ല. ഇന്നും 36-ാമത്തെ സൂറത്ത് യാസീൻ എന്ന് പറയുന്ന ഒരു ഇതുണ്ട്, ഒരു അധ്യായമുണ്ട്. 83 ആയത്തോളമുള്ള ഒരു യാസീൻ വൽ ഖുർആനിൽ ഇന്ന കലമിനൽ മുർസലീൻ അലാ സിറാത്തിൽ മുസ്തഖീം എന്ന് പറഞ്ഞ് ഞങ്ങൾ സന്ധ്യയാവുമ്പോ തിരിയൊക്കെ കത്തിച്ചു വെച്ച് ഞാനും എന്റെ ഉമ്മായും ഞങ്ങളെ കുടുംബം എല്ലാം ഇങ്ങനെ സന്ധ്യാപ്രാർത്ഥന പ്രാർത്ഥിക്കുന്നു. പക്ഷെ ഈ അർത്ഥം ഉള്ള ഗ്രന്ഥം എന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ അതിന്റെ അർത്ഥം പഠിക്കാൻ ആഗ്രഹിച്ചത് യാസീന്റെ അർത്ഥമാണ്.
അയ്യോ, ആ യാസീന്റെ അർത്ഥം അങ്ങോട്ട് വായിക്കാൻ തുടങ്ങിയപ്പോൾ ഞാനിരുന്ന് അന്തം വിട്ടുപോയിട്ട് ദൈവത്തോട് ക്ഷമ ചോദിച്ചു. കാരണം ഇത് സന്ധ്യയ്ക്ക് പ്രാർത്ഥിക്കേണ്ട അധ്യായമല്ല, മാത്രമല്ല പ്രാർത്ഥിക്കാനുള്ള അധ്യായമല്ല. അതിനകത്തൊരു പ്രാർത്ഥനാ സ്വരമില്ല, ശാപവാക്കുകളും അങ്ങനെയൊക്കെയുള്ള ഒരു പോയിന്റ്സ് ആണ്. ഒത്തിരി പേർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തു, അവർക്കത് ബോധ്യം വന്നു, അവരെ പിന്നെ അത് വായിച്ചു. മാത്രമല്ല ഈ മുസ്ലിങ്ങളിൽ തന്നെ മുജാഹിദ് വിഭാഗത്തിൽപ്പെട്ടവർ അങ്ങനെ യാസീൻ ഓതൽ അങ്ങനെയില്ല. അവർ ആരാധനയ്ക്ക് മാത്രം ഇത് കൊടുക്കുന്നവരാ. യാസീൻ ഓതരുതെന്ന് അവർ പറയണം. ഞങ്ങൾ പള്ളികളിലൊക്കെ പോയി ഖബർ നമസ്കാരം, അതുപോലെ ഭീമാപള്ളി, അങ്ങനെ ആറ്റിങ്ങര പള്ളി, അങ്ങനെയുള്ളിടത്തൊക്കെ ഞങ്ങൾ പോകുമായിരുന്നു. അന്ന് അറിയില്ല, അവിടെയൊക്കെ പോയിരുന്ന് യാസീൻ ഓതും. പക്ഷെ മുജാഹിദ് വിഭാഗത്തിൽപ്പെട്ടവർ പറഞ്ഞത് ചെയ്യരുതെന്ന് തന്നെയാണ് അവരും പറയുന്നത്. പക്ഷെ അങ്ങനെ ഖുർആൻ പഠിച്ചപ്പോഴാ മനസ്സിലായത് അത് അങ്ങനെ ഓതാനുള്ളതല്ല. ആമേൻ, സ്തോത്രം. അപ്പോൾ ഞാൻ അത് എന്റെ ഉമ്മാക്കൊക്കെ പറഞ്ഞു കൊടുത്തു, എന്റെ ബന്ധുക്കൾക്കൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ അവർക്ക് അതൊന്ന് വിട്ടുമാറി. കാരണം അവർക്ക് മനസ്സിലായി ഇത് നമ്മൾ സത്യം അറിയാതെ ചെയ്ത ഓക്കെ, അറിഞ്ഞിട്ട് നമ്മൾ തെറ്റ് ചെയ്യുന്നത് ശരിയല്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ആര് ഖുർആൻ ഓതിയാലും അതിന്റെ അർത്ഥം ഗ്രഹിക്കണം. ഒന്നാമത് അർത്ഥം ഗ്രഹിച്ചിട്ട് നമുക്ക് ബൈബിള് ഈ എബ്രായ ഗ്രീക്ക് ഭാഷയിലാണ് ഈ ബൈബിൾ തന്നാൽ എത്ര പേര് ഇത് പഠിക്കും? നമ്മളൊക്കെ മെനക്കെട്ടിരുന്ന എബ്രായ ഭാഷ പഠിച്ചിട്ട് ബൈബിൾ വായിക്കാം, അതിന്റെ അർത്ഥം ഗ്രഹിക്കാന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ എന്തില്ല, വചനം ബൈബിള് പഠിക്കാൻ സാധ്യത വളരെ കുറവാണ്. അപ്പൊ നമുക്ക് മലയാളത്തിൽ നമ്മൾ പഠിച്ച ആ ഭാഷയിൽ തന്നെ ബൈബിൾ കിട്ടിയത് കൊണ്ട് നമ്മൾ അത് വായിക്കുമ്പോൾ നമുക്കത് ഗ്രഹിക്കാൻ പറ്റണം. അത് എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്, എന്ത് വിശ്വസിക്കണം, എന്ത് വിശ്വസിക്കരുത്, എന്ത് സ്വീകരിക്കണം, എന്ത് ഉപേക്ഷിക്കണം എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നമുക്ക് അപ്പോഴേ അങ്ങ് മനസ്സിലാകുന്നുണ്ട്. അതുപോലെ ഖുർആൻ വായിക്കുമ്പോ അതിന്റെ അർത്ഥങ്ങൾ ഗ്രഹിച്ചെങ്കിൽ മാത്രമേ അത് എന്തിനുള്ളതാണ് എന്ന് മനസ്സിലാവുള്ളൂ. ആമേൻ, സ്തോത്രം. അതില് ഞാൻ ആ മതത്തിനെ പറ്റിയോ അല്ലെങ്കിൽ ആ ഇതിനെപ്പറ്റി അധികം പറയുന്നില്ല, കാരണം എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ട് പറയുന്നില്ല. ഇനി അഥവാ ആർക്കെങ്കിലും അതിനെപ്പറ്റി കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ എനിക്ക് അറിയുന്നത് ഞാൻ മനസ്സിലാക്കി തരാം. എന്തെങ്കിലും ഞാൻ പറയുന്നു, മുഹമ്മദ് നബിയുടെ ഉമ്മായും ബാപ്പ ജനനത്തിനു മുമ്പേ മരിച്ചു. അവൻ ജനിക്കുന്ന ആ വർഷത്തിലോ കണ്ടിട്ടില്ല, മരിച്ചു. ഉമ്മ 6 വയസ്സുള്ളപ്പോഴാണ്, മുഹമ്മദ് നബിക്ക് 6 വയസ്സുള്ളപ്പോൾ ഉമ്മ മരിക്കുന്നുണ്ട്. പിന്നെ 25 വയസ്സുള്ളപ്പോഴാണ് വിവാഹം നടക്കുന്നത്. അന്ന് വിവാഹം നടക്കുമ്പോൾ ഖദീജയ്ക്ക് 40 വയസ്സായിരുന്നു, ഒരു വിധവയായിരുന്നു, ബിസിനസ്സുകാരിയായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ 12 വയസ്സൊക്കെ ആയപ്പോൾ അമ്മാവനുമായിട്ട് ബിസിനസ് പരമായിട്ടൊക്കെ യാത്ര ചെയ്യുമായിരുന്നു. എനിക്ക് തോന്നുന്നത് ആ യാത്രയിൽ യഹൂദന്മാരുമായും ക്രിസ്ത്യാനികളുമായിട്ടൊക്കെ പരിചയപ്പെട്ടിരിക്കണം. അവർ മുഖാന്തരം ഏകസത്യ ദൈവത്തെക്കുറിച്ചും വിഗ്രഹാരാധന പാടില്ല എന്നതിനെ കുറിച്ചും കേട്ടിരിക്കണം. കാരണം ഈ ഖുറൈശി ഗോത്രം എന്ന് പറയുന്നത് വിഗ്രഹങ്ങളുള്ള, അത് ഈ ഖുറാനിൽ തർജ്ജിമയിലൊക്കെ അവർ എഴുതിയിട്ടുണ്ട്. അന്ന് വിഗ്രഹാരാധികളായിരുന്നു. മുഹമ്മദ് നബിയുടെ കാലത്ത് ആ സമയത്തൊക്കെ ഖുറൈശി ഗോത്രക്കാർ വിഗ്രഹാരാധികളായിരുന്നു. 360 വിഗ്രഹമുള്ള ഒരു വലിയ ഗോത്രമായിരുന്നു അവരുടെ ദൈവങ്ങളെല്ലാം. പക്ഷെ മുഹമ്മദ് നബി പറഞ്ഞു വിഗ്രഹം പാടില്ല, ദൈവം ഒന്നേ ഉള്ളൂ. അപ്പൊ അവരത് കേട്ടില്ല. അവർ കേൾക്കാതെ ഈ പറഞ്ഞ ആളെ ഈ പറഞ്ഞ വാക്കുകൾ സ്വീകരിക്കാതെ അദ്ദേഹത്തെ ഉപദ്രവിച്ചു. അങ്ങനെ അദ്ദേഹം മക്കായിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്യപ്പെട്ടു. അങ്ങനെ അവിടെ ചെന്നിട്ട് ഒരു വർഷമൊക്കെ കഴിഞ്ഞിട്ട് വന്നാണ് ബദർ യുദ്ധത്തോടുകൂടി മക്കായിലേക്ക് മടങ്ങി വന്ന് യുദ്ധം ചെയ്ത് മക്ക പിടിച്ചടക്കിയത്. അങ്ങനെ 10,000ഓളം ആൾക്കാർ കീഴ്പ്പെടുകയാണ്. കുറെ പേരെ യുദ്ധത്തിൽ തകർത്തു. അങ്ങനെയാണ് ആ മക്ക മുഹമ്മദ് നബിയിലെ കീഴിൽ വന്നതും അത് ഇന്ന് ഇസ്ലാം രാജ്യമായി മാറിയതും. അത് അവിടെ നിൽക്കട്ടെ, അത് ചരിത്രമാണ്. അപ്പം ഇങ്ങനെ ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ ഈ ഖുറാനിലെ യോഹന്നാന്റെ സുവിശേഷം 1:14, 14:6, യോഹന്നാന്റെ സുവിശേഷം 14:6 ഒക്കെ പറയുന്നതിനോട് യോജിച്ചു വരുന്ന നമ്മളെ ഖുറാന്റെ ആയത്തുകളുണ്ട്. അത് ഞാൻ പറയാം. ഇപ്പൊ ഞാൻ ഒരെണ്ണം വായിച്ചു, 45-ാം വചനം. അത് കൂടാതെ അധ്യായം 4:171 പറയുന്നു, മറിയമിന്റെ പുത്രൻ ഈസാ മസീഹ് ഒരു ദൈവദൂതനും ദൈവം മറിയമിലേക്ക് അയച്ച ഒരു വചനവും. നേരത്തെ പറഞ്ഞു ഒരു വചനത്തിന്റെ സുവിശേഷം അറിയിക്കുന്നു, അവന്റെ നാമം മസീഹ. അപ്പൊ വചനത്തിന്റെ പേരാണ് മസീഹ. ഇവിടെ പറയുന്നു വചനം മറിയമിന്റെ ഉദരത്തിലേക്ക് ഇട്ടുകൊടുക്കുകയാണ്. മസീഹ ഒരു ദൈവദൂതനും ദൈവം മറിയമിലേക്ക് അയച്ച ഒരു വചനവും അള്ളാഹുവിന്റെ ആത്മാവുമാകുന്നു. അപ്പൊ ഇവിടെ എല്ലാരും ചോദിക്കും, നിങ്ങൾക്ക് ദൈവം 3 ദൈവം ഒന്നല്ലേ ഉള്ളൂ എന്ന് പറയുമ്പോ ഞാൻ ഈ വചനം എടുത്താണ് ഇവരോട് ചോദിക്കുന്നത്. മസീഹിസയുടെ അഡ്രസ് പറയുന്നത് അവൻ ദൂതനാണ്, വചനമാണ്, ആത്മാവാണ്. അപ്പൊ ഞാൻ ചോദിക്കും, ഇത് 3 ഒന്നാണോ, ഇത് 3 മൂന്നാണോ എന്ന് ചോദിക്കും. പക്ഷെ അവിടെ അവർക്ക് ഒരു കൺഫ്യൂഷൻ. ചിലർ പറയും 3 ഒന്നാണ്, 3 ഒന്നാണ്, അത്രേ ഉള്ളൂ.
അപ്പം വചനമാണ്, ആത്മാവാണ്, ദൂതനാണ്. അപ്പോൾ ഇത് മൂന്നും കൂടി ചേർന്ന് ഒരു വ്യക്തിയാണ് മശിഹ എന്ന് പറയുന്നത്, ക്രിസ്തു പറയുന്നത്. അങ്ങനെയുണ്ട് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും കൂടി ചേർന്ന് മൂന്നല്ല ഒന്നാണ് എന്ന് ഞാൻ പലരോടും പറയാറുണ്ട്. മാത്രമല്ല, യേശുക്രിസ്തു ദൈവത്തിന് അന്യനാണോ? ഞാൻ ചോദിക്കാം, അന്യനാണോ? യേശുക്രിസ്തു അന്യനാകുന്നത് എങ്ങനെ? അന്യ ദൈവങ്ങളെ ആരാധിക്കരുതെന്നല്ലേ മോശ മുഖാന്തരം നമുക്ക് കൽപ്പന തന്നിരിക്കുന്നത്? അന്യ ദൈവങ്ങളെ ആരാധിക്കരുത്, ഏക സത്യ ദൈവത്തെ ആരാധിക്കാവൂ എന്ന് പറയുമ്പോൾ യേശുക്രിസ്തു അന്യനാകുന്നത് എങ്ങനെയാണ്? പിതാവായ ദൈവത്തിന്റെ വചനവും പിതാവായ ദൈവത്തിന്റെ ആത്മാവും കൂടി ചേർന്ന് ആമേൻ ഭൂമിയിലേക്ക് വന്ന യേശുക്രിസ്തു ദൈവത്തിന് അന്യനാകുന്നത് എങ്ങനെ? ദൈവത്തിൽ നിന്ന് തന്നെയല്ലേ വന്നത്? ദൈവത്തിൽ നിന്ന് വന്ന വചനം ദൈവത്തിന് അന്യനാവോ? ദൈവത്തിൽ നിന്ന് വന്ന ആത്മാവ് അന്യനാകുമോ? ദൈവത്തിന് അന്യനാകുമോ? ദൈവത്തിന് അനുകൂലമല്ലാത്തതാണ് ദൈവത്തിന് അന്യൻ. ആമേൻ, സ്തോത്രം. ഞാൻ ഇന്ന് ചിന്തിക്കാതെ, ഇതൊന്നും എന്നെ ആരും പഠിപ്പിച്ചെന്നല്ല. ഞാൻ ഈ ഖുർആൻ വായിച്ചപ്പോൾ എനിക്ക് കിട്ടിയ വചനങ്ങളെല്ലാം നോട്ട് ചെയ്ത് വെച്ചിട്ട് ഞാൻ ഇതിരുന്ന് ചിന്തിക്കാൻ തുടങ്ങി. ഞാൻ ഇന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. വീണ്ടും വചനങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ അപ്പോഴും എനിക്ക് പിന്നെയും തർജ്ജമകൾ വാങ്ങാനുള്ള ആർത്തിയായി. അങ്ങനെയാണ് നാട്ടിൽ പോകുമ്പോഴെല്ലാം ഞാൻ ഇതുപോലുള്ള ഇതിന്റെ ഓരോ വാക്കിനും ഖുർആൻ തരും, ഖുർആന്റെ അർത്ഥവും ഇങ്ങനെ തരും. ആണോ? ഓരോ വാക്കിനും ഓരോ അർത്ഥം ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും. ഇങ്ങനെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏത് ആയത്ത് എവിടെ കിട്ടിയാലും ഞാൻ യൂട്യൂബിലൊക്കെ പ്രസംഗങ്ങളൊക്കെ കേൾക്കും, സംവാദങ്ങളൊക്കെ കേൾക്കും. അപ്പൊ അവർ പറഞ്ഞ ഉടനെ ഞാൻ നോട്ട് ചെയ്ത് വെക്കും. പക്ഷെ ഹദീസ് ഒന്നും ഞാൻ അധികം ശ്രദ്ധിക്കാറില്ല. ഹദീസൊക്കെ മുഹമ്മദ് നബിയുടെ കാലത്തിന് 260 വർഷത്തിന് ശേഷം ബുഖാരി എന്ന് പറഞ്ഞ ഒരാൾ വന്നിട്ട് കൊണ്ടുവന്ന ഒരു ഗ്രന്ഥമാണ്. എനിക്ക് അതിനോട് യോജിപ്പില്ല. എനിക്ക് അതിനോട് വിശ്വസിക്കാനും സാധ്യമല്ല. വിശ്വസിച്ചാൽ ഇസ്ലാം മൊത്തത്തിലെ കളയേണ്ടതായിട്ട് തോന്നുന്ന രീതിയിലാണ് ഹദീസൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷെ ഖുറാനകത്ത് പറഞ്ഞിരിക്കുന്ന മുൻവേദ സത്യമാണ്. മുൻവേദത്തെ സത്യം ഇങ്ങനെ പറഞ്ഞ മുൻവേദത്തെ സത്യപ്പെടുത്തിക്കൊണ്ടത്രേ ഇത് ഞാൻ നിങ്ങൾക്ക് ഇറക്കി തരുന്നത്. 3:3, 4 പറയുന്നത് 3-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. മുൻവേദത്തെ സത്യപ്പെടുത്തിക്കൊണ്ടത്രേ ഇത് ഞാൻ നിങ്ങൾക്ക് ഇറക്കി തരുന്നത്. ഇതിനു മുമ്പ് മനുഷ്യരുടെ മാർഗദർശനത്തിന് വേണ്ടി തൗറാത്തും ഇഞ്ചിയിലും ഇറക്കിയിട്ടുണ്ട്. അപ്പൊ മനുഷ്യരുടെ മാർഗദർശനം തൗറാത്തും ഇഞ്ചിയിലുമാണെന്ന് ഖുർആൻ പറയുന്നു. ഞാനല്ല പറഞ്ഞേ. മനുഷ്യരുടെ മാർഗദർശനം തൗറാത്തും ഇഞ്ചിയിലുമാണെങ്കിൽ തൗറാത്ത് എന്ന് പറഞ്ഞത് തോറ, മോശയുടെ ന്യായപ്രമാണം. ഇഞ്ചിയിൽ എന്ന് പറയുന്നത് സുവിശേഷം, പുതിയ നിയമം. ആമേ, സ്തോത്ര, സുവിശേഷങ്ങൾ. അപ്പോൾ ഇത് മനുഷ്യരുടെ മാർഗദർശനമാണ്. എന്നിട്ട് അത് ഇല്ലെങ്കിൽ എന്നിട്ട് ചിലർ പറയുന്നു തിരുത്തിയതാ ബൈബിൾ എന്ന്. ബൈബിൾ തിരുത്തിയതാണെങ്കിൽ ഈ വചനം എന്തിനെ ഖുർആനിൽ എഴുതി വെച്ചു? ബൈബിൾ തിരുത്തിയതാണെങ്കിൽ ഈ വചനം എഴുതാൻ പാടില്ലല്ലോ. അപ്പോൾ അവർ പറഞ്ഞ അന്നത്തെ ബൈബിൾ ഇതല്ല, അന്നത്തെ ബൈബിൾ ഇല്ല. അത് എവിടെ പോയി? ആര് നശിപ്പിച്ചു? ഒരു ബൈബിളേ ഉണ്ടായിരുന്നുള്ളോ? ഈ മുഹമ്മദ് നബിയുടെ കാലം വരെ ഒരു ബൈബിളേ ഉണ്ടായിരുന്നുള്ളോ? യഹൂദന്മാരുടെ കാലത്തുണ്ടായ ഗ്രന്ഥം എവിടെ പോയി? ആര് നശിപ്പിച്ചു? ക്രിസ്ത്യാനികൾ നശിപ്പിച്ചോ? അതിന് നടക്കുന്ന കാര്യമാണോ? ഇനി ബൈബിൾ ഈ പുതിയ നിയമം വന്നപ്പോൾ യേശുക്രിസ്തുവിന്റെ കാലത്തുണ്ടായി അനുഭവങ്ങൾ എഴുതി വെച്ച ഗ്രന്ഥം എവിടെ പോയി? ആര് നശിപ്പിച്ചു? ഒന്നുമല്ല. അത് എന്തോ ആരോ ഒരു മനുഷ്യൻ പറഞ്ഞു, അതിനെ ഫോളോ ചെയ്ത് കുറെ മനുഷ്യർ പറഞ്ഞു. പക്ഷെ ഖുർആൻ അത് പറയുന്നില്ല. ഖുർആനത്ത് എവിടെയും പറയുന്നില്ല മുൻ ബൈബിൾ നശിച്ചു പോയെന്നോ ഇന്നുള്ള ബൈബിൾ അല്ല അന്നത്തെ ബൈബിൾ എന്നൊന്നും പറയുന്നില്ല. ഇത് മനുഷ്യരുണ്ടാക്കി പറയുന്നതാണ്. പക്ഷെ ഖുർആൻ പറയുന്നത് മുൻവേദം സത്യമാണെന്നാണ് ഖുർആൻ പറയുന്നത്. മാത്രമല്ല, ഈ 10:94 പറയുന്നു, നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ, ഞാൻ ഇറക്കി തന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ മുൻവേദം പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നവരോട് ചോദിച്ചു നോക്കുക. പ്രൈസ് ദി ലോർഡ്. അപ്പൊ തിരുത്തിയ ഗ്രന്ഥമാണെങ്കിൽ ചോദിക്കാൻ പറയോ? അപ്പൊ അഥവാ തിരുത്തിയെങ്കിൽ തന്നെ മുഹമ്മദ് നബിയുടെ കാലത്തിന് ശേഷമായിരിക്കണം തിരുത്തേണ്ടത്. പക്ഷെ അങ്ങനെ തിരുത്താൻ പറ്റത്തില്ല. അതുവരെ തിരുത്താത്തവർ പിന്നെ ആരാ തിരുത്താൻ പോണ? ഒരു ഗ്രന്ഥമല്ലല്ലോ, ഇഷ്ടംപോലെ ഗ്രന്ഥമില്ലേ. ഇനി അഥവാ തിരുത്തുന്നെങ്കിൽ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടാവണം. എന്ത് ഉദ്ദേശത്തോടു കൂടിയായിരിക്കണം തിരുത്തിയത് ആരാണെന്ന് വ്യക്തമാക്കണ്ടേ? തിരുത്തി എന്ന് ഒരാൾക്ക് അറിവ് കിട്ടിയെങ്കിൽ തിരുത്തിയത് ആരാണ് എന്നും കൂടി അറിവ് കിട്ടണം. അങ്ങനെയല്ല. അപ്പൊ ഇതെല്ലാം എന്നോട് ആൾക്കാർ ചോദിക്കുമ്പോൾ ഞാൻ അവരോട് ചോദിക്കുന്ന ചോദ്യങ്ങളും മറുപടികളുമാണ്. അപ്പൊ ഞാൻ ഇതിവിടെ പറയാൻ കാരണം, അങ്ങനെ എന്തെങ്കിലും ആർക്കെങ്കിലും അറിവുണ്ടെങ്കിൽ എന്നെ വിളിച്ച് തിരുത്തി തരട്ടെ.
ഞാൻ തിരുത്തപ്പെടാൻ തയ്യാറാണ്. സത്യമാണ് എനിക്ക് വേണ്ടത്. എനിക്ക് നിത്യജീവനിൽ പോകണം, എനിക്ക് സ്വർഗത്തിൽ പോകണം. ഞാൻ ഇവിടെ ഒരു മതത്തെയും നിലനിർത്താനോ മതത്തിന്റെ അംഗമാകാനോ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ മതം വിശ്വസിക്കുന്നേ ഇല്ല. ഒരു മതത്തിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ വിശ്വസിക്കുന്ന നിത്യതയിലാണ്. അതിന് പിതാവും പുത്രനും പരിശുദ്ധാത്മാവിലുമാണ് ഞാൻ ഇപ്പോൾ വിശ്വസിക്കുന്നത്. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഞാൻ കണ്ടെത്തി. ഇവിടെ 10:94 പറഞ്ഞതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ മുൻവേദം പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നവരോട് ചോദിച്ചു നോക്കണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് മുൻവേദമാകുന്ന ബൈബിൾ എടുത്ത് ഞാൻ വായിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് വേണ്ടതെല്ലാം അവിടെ നിന്ന് കിട്ടി. പ്രൈസ് ദി ലോർഡ്. എനിക്ക് അഥവാ എന്തെങ്കിലും സംശയം വന്നാൽ അതിന് അറിവുള്ള ആൾക്കാരോട് ഞാൻ ചോദിച്ചു നോക്കുമ്പോൾ അവർ വ്യക്തമാക്കി തരാറുമുണ്ട്. എന്റെ സംശയം പിന്നെയും അഥവാ വീണ്ടും സംശയം കിടന്നാൽ വീണ്ടും ഞാൻ ചോദിക്കും. എന്റെ സംശയം തീരുന്നിടം വരെ ഞാൻ ചോദിക്കും. എനിക്ക് കൃത്യമായ മറുപടി ഇതുവരെ കിട്ടിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ചിലത് ഞാൻ തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് തന്നെ വായിക്കുമ്പോൾ മനസ്സിലാകും. മനസ്സിലാകാതെ വരുമ്പോൾ മാത്രമേ ചോദിക്കൂ. ഇന്നും ഖുറാനിൽ വായിക്കുമ്പോൾ ചിലതെല്ലാം സംശയം വരുമ്പോൾ ഇന്നും ഞാൻ മുസ്ലിങ്ങളോട് ചോദിക്കാറുണ്ട്. ഇപ്പോഴും ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുക. ചിലതിനൊന്നും എനിക്ക് വ്യക്തമായ മറുപടി ഇതുവരെ കിട്ടിയിട്ടില്ല. അതിലൊന്നാണ് 5 നേരം നിസ്കാരം. 5 നേരം ഞാൻ നിസ്കരിച്ചിരുന്നു. പക്ഷെ ഇപ്പോൾ ആ ഖുർആനിനകത്ത് എവിടെയും 114 അധ്യായത്തിനകത്ത് എവിടെയും 5 നേരം നിസ്കരിക്കണമെന്ന് ഞാൻ കണ്ടില്ല. പക്ഷെ ആരെങ്കിലും കാണിച്ചു തരാമെങ്കിൽ വലിയ ഉപകാരമായിരിക്കും. പക്ഷെ ഞാൻ കണ്ടത് 11-ാമത്തെ അധ്യായം 114 വാക്യത്തിനകത്ത് ആയത്തിനകത്ത് പകലിന്റെ രണ്ടറ്റത്തും രാവൽപ്പം വൈകിയും നമസ്കാരം മുറ പോലെ ചെയ്യണം. അപ്പൊ എത്ര നേരമായി? കണക്കറിയാവുന്നവർക്ക് പറയാം. പ്രൈസ് ദി ലോർഡ്. പകലിന്റെ രണ്ടറ്റം എന്ന് പറയുമ്പോൾ 2 ഉള്ളൂ. രാവൽപ്പം വൈകി എന്ന് പറയുമ്പോൾ ഒരു 7 മണി 8 മണി സമയമാണ് എനിക്ക് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിനകത്ത് ഒരു നേരമേ പറയുന്നുള്ളൂ. നമസ്കാരം മുറ പോലെ ചെയ്യണം. എന്നിട്ട് അതിന് തൊട്ട് താഴെ എഴുതിയിരിക്കുന്നു തിന്മയെ നന്മ കൊണ്ട് മൂടണം. അതിന്റെ തൊട്ട് താഴെ എഴുതിയിരിക്കുന്നു ചിന്തിക്കുന്നവർക്ക് ഇത് ദൃഷ്ടാന്തമാണ്. ചിന്തിക്കുന്നവർക്ക് ഇത് ദൃഷ്ടാന്തമാണ്. അതിന്റെ അർത്ഥം എന്താണ്? ചിന്തയോടെ ഏകാഗ്രതയോടെ ആ സത്യം അറിയണമെന്ന ആഗ്രഹത്തോടെ ആമേൻ വായിക്കുന്ന ഒരാൾക്ക് മനസ്സിലാകും ഇത് 3 നേരേ ഉള്ളൂ എന്ന്. അത് തന്നെയാണ് നമ്മളെ ബൈബിൾ പറയുന്നു. ദാനിയേൽ പ്രാർത്ഥിച്ചിരുന്നു 3 നേരം, ദിവസം 3 നേരം പ്രാർത്ഥിച്ചിരുന്നു എന്ന്, ദൈവത്തെ സന്നിധിയിൽ ആരാധിച്ചിരുന്നു എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ അത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ ബൈബിൾ പറയുന്നു 3 നേരം, ഖുർആൻ പറയുന്നു 3 നേരം, പക്ഷേ ഈ മുസ്ലിങ്ങൾ പറയുന്നു 5 നേരം. പക്ഷെ എനിക്ക് ഇതുവരെ തെളിവ് കിട്ടിയിട്ടില്ല. നമ്മുടെ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 3-ാം വാക്യം പറയുന്നു ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ച ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ. അപ്പൊ നിത്യജീവൻ വേണമെങ്കിൽ ഏക സത്യദൈവത്തെയും അവൻ അയച്ച ക്രിസ്തുവിനെയും നമ്മൾ അറിയണം. നമ്മൾ അറിയണം എന്ന് പറയുമ്പോൾ ഇപ്പൊ ഞാൻ പാസ്റ്റ് ഗുജറാത്തിൽ ഇരിക്കുന്നു. എനിക്ക് ഈ വീഡിയോയിൽ കൂടെ കണ്ടതും അല്ല ഫോണിൽ കൂടെ സംസാരിച്ച മാത്രമേ അറിയൂ, വേറെ ഒന്നും അറിയില്ല. എനിക്ക് മഹാത്മാഗാന്ധിജി അറിയാം. പക്ഷേ മഹാത്മാഗാന്ധിജിയുടെ കുടുംബക്കാർ അടുത്തറിഞ്ഞതുപോലെ അല്ലെങ്കിൽ അവരുമായി ബന്ധുക്കൾ അടുത്തറിഞ്ഞതുപോലെ ഒന്നും നമുക്കറിയില്ല. നമ്മൾ ആ ചരിത്രപരമായ കാര്യങ്ങൾ മാത്രമേ നമുക്കറിയുള്ളൂ. എന്ന് പറഞ്ഞ പോലെ ഇന്ന് ബൈബിൾ കയ്യിൽ കൊണ്ട് നടക്കുന്ന പല ക്രിസ്ത്യാനികൾക്കും കർത്താവ് ആരെന്ന് ശരിക്കറിയില്ല. യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടു എന്നൊക്കെ അവർക്കറിയാം, കന്യകയിൽ ജനിച്ചു എന്നും അറിയാം. പക്ഷെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ആധികാരികമായ കാര്യങ്ങളെ ഗ്രഹിക്കുന്നില്ല അവർ. അറിവെന്ന് പറയുമ്പോൾ ഗ്രഹിച്ചെടുക്കണം, എങ്കിലല്ലേ അതനുസരിച്ച് നിൽക്കാൻ പറ്റൂ, ജീവിക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് കാണുന്നത് ഈ ക്രിസ്ത്യാനികളോട് എനിക്ക് അതിനുള്ള വിരോധം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ മുസ്ലിം, നമ്മുടെ ബന്ധുക്കൾക്ക് എല്ലാവർക്കും ഉള്ള ചോദ്യം തന്നെയാണ്. മുസ്ലിങ്ങൾക്ക് വേണ്ടി ഞാൻ ആ ചോദ്യം ചോദിക്കുന്നു, ക്രിസ്ത്യാനികളോട് ചോദിക്കട്ടെ. ഈ കർത്താവ് യേശു ക്രിസ്തു കന്യകയിൽ ജനിച്ചു. ആ കന്യകയിൽ ജനിച്ചിട്ട് ഇപ്പൊ 2024 വർഷം കഴിഞ്ഞു, അല്ല മരണപ്പെട്ടു പോയതിനു ശേഷം ഇന്നും യേശു ജനിച്ചു എന്ന് പറഞ്ഞിട്ട് ജന്മദിനം ആഘോഷിച്ച് ക്രിസ്മസിന്റെ അന്ന് 25-ന്റെ അന്ന് യേശു ജനിച്ചു എന്ന് പറഞ്ഞ് ഒരു പുൽത്തൊട്ടിയൊക്കെ വെച്ച് പുൽക്കൊടിയൊക്കെ ഉണ്ടാക്കി അതിനകത്ത് യേശുവിനെ ജനിപ്പിക്കുന്നു. ബൈബിളിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. പിന്നെ എന്തിനാണ് ഈ ക്രിസ്ത്യാനികൾ ഇങ്ങനെ ചെയ്യുന്നത്? പക്ഷെ അത് തെറ്റാണ് എന്ന് ക്രിസ്ത്യാനി സഹോദരങ്ങളോട് ഞാൻ വിളിച്ചു പറയട്ടെ. എല്ലാ മുസ്ലിങ്ങൾക്കുള്ള ചോദ്യമാണ് അത്, ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു. ബൈബിൾ പറയുന്നു അങ്ങനെ ഒരു ആചാരമില്ല. അതുകൊണ്ട് എല്ലാ ക്രിസ്ത്യ സഹോദരങ്ങളും അത് ഒഴിവാക്കണം എന്നുള്ള ഒരു പ്രാർത്ഥനയും കൂടെ എനിക്കുണ്ട്. 2, കർത്താവ് യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നു. ഒരേ ഒരു പ്രാവശ്യം ക്രൂശിക്കപ്പെട്ടു. നമ്മുടെ പാപികളായ നമ്മുടെ
പാപമോചനത്തിന് വേണ്ടി നമ്മെ ആദാമിന്റെ അടിമനുഖത്തിൽ കുടുങ്ങിക്കിടന്ന പാപത്തിന്റെ അടിമയായിരുന്ന നമ്മെ രക്ഷിച്ച് നിത്യജീവനിൽ കർത്താവായ യേശു ക്രിസ്തു ഇരിക്കുന്ന ഇടത്തേക്ക് കൊണ്ടുപോകാന്ന് നമുക്ക് വാക്ക് തന്നിട്ടാ പോയിരിക്കുന്ന. യോഹന്നാന്റെ സുവിശേഷം 14 പറഞ്ഞിരിക്കുന്നു, അവൻ ഇരിക്കുന്നിടത്തേക്ക് നമ്മളെ കൊണ്ടുപോകാനാ. അവിടേക്ക് കൊണ്ടുപോകാൻ ആമേൻ നമുക്ക് വേണ്ടി അവൻ പാപത്തിൽ നിന്നും നമ്മെ മോചിപ്പാൻ കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നു, മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു, 40 നാൾ ഭൂമിയിൽ വീണ്ടും ഉണ്ടായി, ജീവനോടെ പ്രത്യക്ഷപ്പെട്ടു, ശിഷ്യന്മാർക്കൊക്കെ പ്രത്യക്ഷപ്പെട്ടു, ഉടലോടെ സ്വർഗത്തിലേക്ക് കരേറിപ്പോയി. ഇന്നും അവൻ ജീവിച്ചിരിക്കുന്നവൻ കർത്താവായ യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തുവിനെ വീണ്ടും ക്രൂശിക്കുക ജനങ്ങൾ, ക്രിസ്ത്യാനികൾ ഇന്നും ക്രൂശിക്കുക. എന്നിട്ട് ക്രൂശുമെടുത്ത് പദയാത്ര നടത്തുക. ഞാൻ ക്രിസ്ത്യാനി സഹോദരങ്ങളോട്, ഇസ്ലാം മതത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട ഞാൻ ഒരു എളിയ സഹോദരി നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, ബൈബിൾ നിങ്ങൾ നിരന്തരം വായിക്കണം. വായിക്കുമ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് വിശ്വസിക്കുകയും അനുസരിക്കുകയും വേണം. ബൈബിളിൽ അങ്ങനെ എഴുതിയിട്ടേയില്ല, അങ്ങനെ ഒരു ആചാരമേ ബൈബിളിലില്ല. അത് കർത്താവിനെ വീണ്ടും നമ്മൾ ക്രൂശിക്കുന്നതിന് തുല്യമാണ്. നിങ്ങൾ കഷ്ടാനുഭവങ്ങൾ ധ്യാനിക്കണമെന്ന് എഴുതിയിട്ടുണ്ട്, ഞാൻ സമ്മതിക്കുന്നു. അത് എല്ലാ വർഷത്തിലും ഒരു ദിവസം ധ്യാനിക്കണമെന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത്, എപ്പോഴും ധ്യാനിക്കണമെന്നാണ്. കഷ്ടാനുഭവം, അവൻ നമുക്ക് വേണ്ടി അനുഭവിച്ച കഷ്ടം ഏത് സമയത്തും നമുക്ക് ധ്യാനിക്കാം. അപ്പോൾ തന്നെ നമുക്ക് കർത്താവിന്റെ ആ കൃപ നമ്മുടെ മേൽ വീണ്ടും വരും. മാത്രമല്ല, സാത്താൻ യേശു ക്രൂശിക്കപ്പെട്ടു എന്ന് പറയുന്നത്, രക്തം ചിന്തി എന്ന് പറയുന്നത് ഒട്ടുമേ ഇഷ്ടമുള്ള കാര്യമല്ല. ഇത് നമ്മൾ ധ്യാനിക്കാതിരിക്കാൻ അവൻ പല അടവുകളും കൊണ്ടുവരും. മാത്രമല്ല, ഈ പറഞ്ഞ പോലെ കർത്താവിന്റെ ഹിതമല്ലാത്ത വിഗ്രഹം ആരാധിക്കരുത്, യാതൊന്നും ഉണ്ടാക്കരുത്. പുറപ്പാട് പുസ്തകമൊക്കെ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ആകാശത്തിന് മീതെ സ്വർഗത്തിലെങ്കിലും ഭൂമിക്കരിൽ വെള്ളത്തിലെങ്കിലും ഭൂമിയിൽ ഉള്ളതെങ്കിലും യാതൊന്നിന്റെ പ്രതിമ അരുത്, അത് ഉണ്ടാക്കുകയോ നമസ്കരിക്കുകയോ ചെയ്യരുത് എന്ന് തന്നെയാ ബൈബിൾ പഠിപ്പിക്കുന്നത്. എന്നിട്ട് ചില ക്രിസ്ത്യാനികൾ, ചില വിഭാഗക്കാരാണ്, എല്ലാവരുമല്ല, അത് ചെയ്യുന്നത് അത് നമ്മുടെ സാക്ഷ്യം നശിപ്പിക്കലാണ്, കർത്താവിനെ വേദനിപ്പിക്കലാണ്. അത് നമ്മൾ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. അത് മുസ്ലിങ്ങളുടെ ചോദ്യമാണ്, അത് ഞാൻ നിങ്ങളോട് ചോദിച്ചത്. അത് ബൈബിളിൽ ഇല്ല, ഞങ്ങൾ ആരും ചെയ്യാറില്ല. ഞാൻ വിശ്വസിക്കുന്ന ആ സമുദായം, ഞാൻ പെന്തിക്കോസ് കൂട്ടായ്മയിലാണ് പോകുന്നത്, അവരാരും ചെയ്യാറില്ല. ആമേ, സ്തോത്രം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരോട് എൻ്റെ ഒരു അപേക്ഷയായിരുന്നു അത്. ക്രൂശീകരണത്തോട് ബന്ധപ്പെട്ട് തന്നെ ഖുർആനിൽ പറഞ്ഞിരിക്കുന്ന ഒരു ആയത്ത് ഞാൻ പറയാം. ഇവിടെ യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിലേക്ക് ആൽ ഇമ്രാനിൽ തന്നെ ദൈവമാർഗത്തിൽ, അതായത് വാക്യം 158, ആൽ ഇമ്രാൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. 3-ാമത്തെ ആയത്ത്, സൂറത്ത് എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ പേരാണ്. ആയത്ത് എന്ന് പറഞ്ഞ വചനത്തിനെ പറയുന്നതാണ്, വചനത്തിന്. അപ്പൊ 3-ാമത്തെ സൂറത്ത് 158-ാം ആയത്തിൽ പറയുന്നു, ദൈവമാർഗത്തിൽ നിങ്ങൾ വധിക്കപ്പെടുകയോ മരിച്ചു പോവുകയോ ചെയ്യുന്നുവെങ്കിൽ അതുവഴി ദൈവത്തിങ്കൽ നിന്ന് പാപമോചനവും അനുഗ്രഹവും ലഭിക്കുന്നതാണ്. അത് ദൈവത്തിൽ നിന്ന് പാപമോചനവും അനുഗ്രഹവും ലഭിക്കുന്ന ഒരു മാർഗമാണ് ഏത്? ദൈവമാർഗത്തിൽ വധിക്കപ്പെടുകയോ മരിച്ചു പോവുകയോ ചെയ്യുന്നെങ്കിൽ. അപ്പൊ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടു എന്ന് വളരെ വ്യക്തമായി പറയുന്ന വേറെ ആയത്തുകളുണ്ട്. ഞാനത് പറഞ്ഞുതരാം. ക്രൂശിച്ചു എന്ന് പറഞ്ഞിട്ട് പറയാ, അത് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്രൂശിച്ചു എന്ന് പറഞ്ഞിട്ട് പറയാ, അയ്യോ അവരത് കള്ളം പറയാ. അതിന്റെ തൊട്ട് താഴെ എഴുതി വെച്ചിരിക്കുക, അത് കള്ളം പറയാ. യഹൂദന്മാര് വിളിച്ചു പറയുന്നുണ്ട്, ഞങ്ങൾ മശിഹായെ ക്രൂശിച്ചു എന്ന് പറഞ്ഞ അവർ വെറും കള്ളം പറഞ്ഞതാകുന്നു എന്ന് താഴെ എഴുതി വെച്ചു. അത് ഞാൻ എവിടെയോ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, എടുത്ത് പറയാം. ഇനി അധ്യായം 43, സൂറ 43, അസുഖുർഫ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. വാക്യം 61, അവിടെ പറയുന്നു, മറിയമിന്റെ പുത്രൻ വാസ്തവത്തിൽ ഉയിർത്തെഴുന്നേൽപ്പിന്റെ ഒരു ദൃഷ്ടാന്തമാകുന്നു. അപ്പൊ ഉയിർത്തെഴുന്നേൽക്കണമെങ്കിൽ മരിക്കണ്ടേ? ജീവിച്ചിരിക്കുന്ന ഒരാൾ ഉടലോട് സ്വർഗത്തിൽ പോകുന്നവരെ ഉയിർത്തെഴുന്നേറ്റെന്ന് പറയാൻ പറ്റുമോ? അത് ഗ്രാമർ മിസ്റ്റേക്ക് അല്ലേ? അപ്പോൾ മരിച്ചു എന്ന് തന്നെ, മരിച്ചു എന്നൊരു വാക്ക് എടുത്തു പറയുന്നത്. മൗത്തനി എന്ന് പറഞ്ഞൊരു വാക്യമുണ്ട്, അത് നമ്മളെ സൂറത്തിൽ മറിയത്തിനകത്ത് പറയുന്നുണ്ട്. മൗത്തനി, നീ എന്നെ കൊന്നപ്പോൾ, നീ എന്നെ വധിച്ചപ്പോൾ, നീ എന്നെ മരിപ്പിച്ചപ്പോൾ എന്നുണ്ട്. അപ്പൊ നീ എന്നെ മരിപ്പിച്ചപ്പോൾ എന്നൊക്കെ ഉണ്ട് വാക്യമുണ്ട്, ഞാൻ ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ മറിയമിന്റെ പുത്രൻ വാസ്തവത്തിൽ ഉയിർത്തെഴുന്നേൽപ്പിന്റെ ഒരു ദൃഷ്ടാന്തം, ദൃഷ്ടി കൊണ്ട് കണ്ട കാര്യങ്ങളാണ് ദൃഷ്ടാന്തം എന്ന് പറയുന്നത്.
ദൃഷ്ടാന്തമാകുന്നു. അതിനാൽ നിങ്ങൾ അതിൽ അശേഷം സംശയിക്കേണ്ട. എന്റെ സന്ദേശം സ്വീകരിച്ചു കൊള്ളുക. ഇതാണ് ശരിയായ സരണി. സരണി എന്ന് പറഞ്ഞാൽ വഴി. ചെകുത്താൻ നിങ്ങളെ അതിൽ നിന്ന് തടയാതിരിക്കട്ടെ. അവൻ നിങ്ങളുടെ തെളിഞ്ഞ ശത്രുവാകുന്നു. ഒരക്ഷരം പോലും എന്റെ വക അതിനകത്തില്ല. ഈ 43 അധ്യായത്തിൽ 61 വാക്യത്തിൽ ഒരക്ഷരം പോലും, ഒരു ദീർഘം പോലും എന്റെ വക ഇല്ല. കെ ഉബൈദ എഴുതിയ ഈ ഖുറാനിൽ നിന്നാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കെ ഉബൈദ എഴുതിയ ഖുറാനിൽ നിന്ന് എടുത്ത ഭാഗമാണ് ഇത്. ഞാൻ വായിച്ച് സത്യം പറഞ്ഞ കുറെ നേരം കമന്ന് കിടന്ന് കരഞ്ഞു. സ്തോത്രം. അപ്പൊ അവൻ എന്നോട് കനിവ് തോന്നിയത് കൊണ്ടല്ലേ ഈ യേശുവിനെ രക്ഷകനായി സ്വീകരിപ്പാൻ, ക്രൂശിക്കപ്പെട്ടു എന്ന് വിശ്വസിപ്പാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചത്. നമ്മൾ മുസ്ലിങ്ങൾ ആരും യേശുവിനെ ക്രൂശിച്ചു വിശ്വസിക്കാൻ അവർക്ക് കഴിയുന്നില്ല. അപ്പൊ യേശു ക്രൂശിച്ചു ക്രൂശിക്കപ്പെട്ടു എന്നത് സത്യമാണ്. അവിടെയാണ് ആ രക്ഷയുടെ മാർഗമാണ് അവർക്ക് വിശ്വസിക്കാൻ കഴിയാതെ വണ്ണം ഈ ലോകത്തിലെ സാത്താൻ അവരെ ഹൃദയം കുരുടാക്കി വെച്ചിരിക്കുന്നത്. കൊരിന്ത്യർക്ക് ലേഖനം 4:4 പറയുന്ന പോലെ ക്രിസ്തുവിന്റെ പ്രതിമയായ, ദൈവത്തിന്റെ പ്രതിമയായ ക്രിസ്തുവിന്റെ സുവിശേഷം സുവിശേഷം അംഗീകരിക്കാതിരിപ്പാൻ അവരുടെ ഹൃദയം കുരുടാക്കി വെച്ചിരിക്കുന്നെന്ന് പറഞ്ഞതുപോലെ. ആമേൻ, സ്തോത്രം. അപ്പോൾ യേശു ക്രൂശിക്കപ്പെട്ടു എന്നത് സത്യമാണ്, മരിച്ചു എന്നത് സത്യമാണ്, അവൻ ഉയർത്തെഴുന്നേറ്റു എന്നത് സത്യമാണ്. സൂറത്തിൽ മറിയ 19 അധ്യായം 33 വാക്യത്തിൽ പറയുന്നു, എന്റെ ജനന നാളിലും എന്റെ മരണനാളിലും ഞാൻ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന നാളിലും എനിക്ക് സമാധാനം. നമ്മുടെ ബൈബിൾ എന്താ പറയുന്നു? യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം 27 വാക്യാണെന്ന് തോന്നുന്നു. 14 അധ്യായത്തിലാണെന്ന് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, ലോകം തരുന്നത് പോലെ അല്ല. പ്രൈസ് ദ ലോർഡ്. ഞാൻ എന്റെ അപ്പൊ ഇവിടെ പറയുന്നു കണ്ടോ. മാത്രമല്ല നമ്മള് യെശയ്യാവിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ടല്ലോ, അവൻ സമാധാന പ്രഭു എന്ന്. അപ്പൊ ഈ സമാധാന പ്രഭുവിൽ മാത്രമേ സമാധാനം നമുക്ക് തരാൻ പറ്റൂ. എന്നെ കേൾക്കുന്ന ആരെങ്കിലും സമാധാനമില്ലാതെ ആയിരിക്കുന്നുവെങ്കിൽ എനിക്ക് പൂർണ്ണ വിശ്വാസത്തോടെ പറയാൻ കഴിയും, അവൻ യേശുവിങ്കിൽ നമുക്ക് ആവശ്യമായ സമാധാനമുണ്ട്. അവന്റെ അടുക്കൽ വരുന്നവരെ അവൻ സമാധാനം കൊണ്ട് തൃപ്തി വരുത്തും. ദിവ്യ സമാധാനം കൊണ്ട് അവൻ തൃപ്തി വരുത്തുമെന്ന് ഞാൻ 35 വർഷം കൊണ്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുക. ആത്മഹത്യ ചെയ്യാനിരുന്ന എന്നെ അവൻ ഈ ദൈവത്തിന്റെ വചനത്താൽ, ക്രിസ്തുവിന്റെ സ്നേഹത്താൽ, അവന്റെ ക്രൂശിൽ എനിക്ക് വേണ്ടി ചൊരിഞ്ഞ രക്തത്താൽ, അവന്റെ സ്നേഹത്താൽ അവൻ എന്നെയും സ്നേഹിച്ചു, എന്നെയും അനുഗ്രഹിച്ചു, എന്നെയും വിടുവിച്ചു. എനിക്ക് അവൻ സമാധാനം തന്ന ആ ഉറപ്പ് എനിക്ക് പറയുവാൻ കഴിയും. നിങ്ങളെയും ദൈവം സമാധാനം കൊണ്ട് നിറയ്ക്കട്ടെ. അപ്പോൾ എന്റെ ജനന നാളിലും എന്റെ മരണനാളിലും എന്റെ ഉയർത്തെഴുന്നേൽപ്പ് നാളിലും എനിക്ക് സമാധാനം. ഇത് ഞാനൊരു മുസ്ലിം സഹോദരങ്ങളോട് പറഞ്ഞപ്പോ അവർ പറഞ്ഞത്, മരിക്കും, ഇനി വന്നിട്ട് മരിക്കും, ഇതുവരെ മരിച്ചിട്ടില്ല, ഇനി വീണ്ടും വരും എന്ന് വിശ്വസിക്കുന്നുണ്ട്. വീണ്ടും വരും. പക്ഷെ നമ്മൾ വിശ്വസിക്കുന്നത് വീണ്ടും വരും എന്തിനാ? അവന് കാത്തിരിക്കുന്ന വിശുദ്ധന്മാരെ കൊണ്ടുപോകാൻ. പ്രൈസ് ദി ലോർഡ്. അവ കാഹളം ധരിക്കുമ്പോൾ അവനിൽ വിശ്വസിച്ച് അവന്റെ വചനമനുസരിച്ച് ജീവിക്കുന്നവർ ആ ശബ്ദം കേൾക്കുകയും അവൻ ഉയർത്തെഴുന്നേറ്റ് പോവുകയും ചെയ്യും. അവൻ ഉടലോടെ മരിച്ചവർ ആദ്യം കല്ലറ പൊട്ടി പോകും. നമ്മൾ ജീവിച്ചിരിക്കുന്ന നമ്മൾ കണ്ണിമയ്ക്കുന്നതിനിടയിൽ രൂപാന്തരം പ്രാപിച്ചു പോകും. അത് നമ്മൾ വിശ്വസിക്കുന്നു. പക്ഷേ അവര് പറയുന്നു യേശു വീണ്ടും വരും, ഈസാ നബി വീണ്ടും വരും. വന്നിട്ട് ചിലര് പറയുന്നതാണ് കേട്ടോ, ഖുറാനിൽ ഞാൻ അത് കണ്ടില്ല, പന്നികളെ കൊല്ലാനും ക്രൂശിനെ തകർക്കാനുമാണെന്ന് ആരോ മുസ്ലിങ്ങൾ പറയുന്ന സംവാദ ഗ്രൂപ്പിൽ ഞാൻ കേട്ടു. ഖുറാനിൽ എവിടെ ഞാൻ കണ്ടില്ല. അത് ഹദീസിലാണെന്ന് തോന്നുന്നു എഴുതി വെച്ച്, എനിക്കറിയില്ല. ഇനി അതാരെങ്കിലും മാനുഷ്യമായി പറയുന്നതാണോ എന്ന് എനിക്കറിയില്ല. ചിലര് പറഞ്ഞ് ഞാൻ കേട്ടു അത് എല്ലാവരും മുസ്ലിം ആക്കാൻ വരികയാണെന്ന്. അങ്ങനെയാണെങ്കിൽ മുഹമ്മദ് നബി വിട്ടാ പോരെ മുസ്ലിം ആക്കാൻ? യേശുവിനെ വിടേണ്ട കാര്യമുണ്ടോ? യേശുവിനെ വിട്ട യേശുവിനെ അല്ല നമ്മൾ പിൻപറ്റും. യേശുവിനെ പിൻപറ്റുന്നവർ ക്രിസ്ത്യാനി എന്നാവില്ല, ക്രിസ്തുവിനെ അനുഗമിക്കുന്നവൻ ക്രിസ്ത്യാനികൾ. ഓക്കെ, അതും പോട്ടെ. അപ്പൊ ജനനമുണ്ട്, മരണമുണ്ട്, ഉയർത്തെഴുന്നേൽപ്പുണ്ട്. അപ്പൊ സമാധാനം എല്ലാ കാലത്തും ഉള്ളവൻ കർത്താവായ യേശു ക്രിസ്തു എന്ന് വളരെ വ്യക്തമായിട്ട് അവിടെ പറയുന്നുണ്ട്. ആമേൻ, സ്തോത്രം. ന്യായപ്രമാണത്തിന്റെ അവസാനം മുസ്ലിങ്ങൾ പറയുന്ന ഒരു കാര്യം, ഞാൻ പഠിച്ച കാര്യങ്ങൾ, ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ, എനിക്ക് സംശയമുള്ള കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറയുന്നത്. എന്റെ സംശയങ്ങൾ, അതേ സംശയങ്ങളോടെ ഇരിക്കുന്ന പലരും കാണും. അവർക്ക് ആ സംശയങ്ങൾ മാറിക്കിട്ടട്ടെ. അതിലും സംശയമുണ്ടെങ്കിൽ നമുക്ക് അത് തീർക്കാവുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ അറിവുള്ളവരോട് ചോദിക്കാം. ഞാൻ മദ്രസയിൽ പഠിച്ചത്
ഇങ്ങനെ പ്രവാചകന്മാർ വന്നിരുന്നു, ഗ്രന്ഥങ്ങൾ വന്നിരുന്നു. അവസാനം വന്നത് മുഹമ്മദ് നബിയാണ്, അവസാനം വന്നത് ഖുർആനാണ്. ഇതാണ് ഞങ്ങൾ പഠിച്ചിരുന്നത്. പക്ഷെ ബൈബിൾ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ന്യായപ്രമാണത്തിന്റെ അവസാനം യേശുക്രിസ്തു വന്നതെന്ന് വളരെ വ്യക്തമായിട്ട് ബൈബിൾ പറയുന്നു. എബ്രായ ലേഖനത്തിലൊക്കെ പറയുന്നുണ്ട്. പണ്ട് ഭാഗമായിട്ട് ഇപ്പം അന്ത്യകാലത്ത് യേശുക്രിസ്തു മുഖാന്തരവും വന്നു എന്ന്, പൂർണ്ണമായും വന്നു എന്നൊക്കെ വചനമുണ്ട്. അപ്പോൾ പക്ഷെ എവിടെയും ഖുറാനിൽ ഞാൻ കണ്ടില്ല അത് അവസാനമായി വന്ന നബിയാണ് എന്ന് ഞാൻ കണ്ടില്ല. ഇനി അഥവാ ആരെങ്കിലും കണ്ടാൽ എന്നെ ഒന്ന് അറിയിച്ചു തരിക. ഞാൻ അങ്ങനെ കണ്ടില്ല. ഇനി അത് അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ യുക്തിപരമായും സത്യപരമായും ന്യായപരമായും നമുക്ക് ചിന്തിക്കാം. കർത്താവ് യേശു ക്രിസ്തു പാപമില്ലാതെ ജനിച്ച് പാപം കൂടാതെ ജീവിച്ച് ദൈവത്തിന്റെ നാമത്തിൽ മരണപ്പെട്ട് അവൻ അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, 40 നാൾ ജീവിച്ചു, ഉടലോടെ സ്വർഗത്തിലേക്ക് പോയി ഇന്നും ജീവിച്ചിരിക്കുന്ന യേശു ക്രിസ്തു ഉള്ളപ്പോൾ സാധാരണ തരത്തിൽ ഒരു മനുഷ്യൻ വന്നിട്ട് അവസാനത്തെ പ്രവാചകനാകുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഉൾക്കൊള്ളാൻ പ്രയാസമുണ്ട്. അഥവാ അങ്ങനെ വന്നെങ്കിൽ വന്ന യേശു ക്രിസ്തുവിനേക്കാൾ അല്പം കൂടി ഉയർന്ന നിലവാരത്തിൽ, അല്ലെങ്കിൽ അല്പം കൂടി മറ്റൊരു ഇതിൽ വരണം. യേശുക്രിസ്തു കന്യകയിൽ ജനിച്ചു വന്നല്ലോ, അതുപോലെ അമ്മ പോലും ഇല്ലാതെ ഒരാൾ ജനിക്കണം. ഇപ്പൊ അപ്പനില്ലാതെ ജനിച്ചു, മറ്റേ അമ്മയുടെ ഉദരത്തിൽ ജനിച്ചു, ഇനി അമ്മ പോലും ഇല്ലാതെ ഇങ്ങനെ വരണം, പിന്നെ പാപമില്ലാതെ ജീവിക്കണം. അങ്ങനെ ഒരുപാട് യേശുക്രിസ്തു ചെയ്തതിനേക്കാൾ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ചെയ്ത് അങ്ങനെ ഒന്ന് കാണിച്ചു തന്നിരുന്ന ഒരു പക്ഷേ ഞാനത് വിശ്വസിച്ചു പോയേനെ. പക്ഷെ ഇവിടെ കർത്താവ് യേശുക്രിസ്തു ഭൂമിയിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും വീരപ്രവൃത്തികളും ചെയ്തതിന്റെ തെളിവുകളും ഖുറാനിൽ കിടപ്പുണ്ട്. ആ ഒരു അടിസ്ഥാനത്തിൽ നമുക്ക് യേശുക്രിസ്തുവിനെ കർത്താവെന്ന് പറയാൻ പറ്റത്തില്ല. ഇത് ഫിലിപ്പിയർക്ക് ലേഖനത്തിൽ വളരെ വ്യക്തമായി പറയുന്നു, ദൈവത്തോടൊപ്പം സമത്വം മുറുകെ പിടിക്കാതെ അവൻ താണിറങ്ങി മനുഷ്യരൂപത്തിൽ വന്ന് നമ്മളെ രക്ഷിക്കാനായി ഭൂമിയിലേക്ക് താണിറങ്ങി വന്നതാ. ക്രൂശിക്കപ്പെടാൻ തന്നെ വന്നതാ, അവന്റെ രക്തം ചിന്താൻ തന്നെ വന്നതാ. ആ രക്തം സ്വീകരിക്കാൻ ആ ജഡരൂപം വന്നത്. ആ രക്തം ചിന്തണമല്ലോ. അപ്പൊ രക്തം നിൽക്കാൻ ജഡം വേണം, ബോഡി വേണം, ആ മാംസം വേണം. അല്ലാണ്ട് യേശുവിനെ ക്രൂശിക്കാനൊന്നും ആർക്കും പറ്റത്തില്ല. യേശുവിനെ ക്രൂശിച്ചു എന്ന് പറയുന്നത് അവന്റെ ജീവനെ നമുക്ക് പകർന്നു തന്നതാ. ആ പോയ ജീവനെ പുനരുത്ഥാനത്തിന്റെ ശക്തിയാൽ അതിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു കല്ലറയിൽ നിന്ന്. ആ ആത്മാവിനെയാണ് നമുക്ക് പകർന്നു തന്നിരിക്കുന്നത്, ഉയർപ്പിന്റെ ആത്മാവ്. ആ മർത്യ ശരീരത്തെ കല്ലറയിൽ നിന്ന് പുറത്തു. ഞാൻ കഴിഞ്ഞ ദിവസം ഞാനൊരു മെസ്സേജ് ഒരിടത്ത് ഒരു മീറ്റിങ്ങിന് സൂമിൽ കൂടെ പറയാനിടയായി. ഞാനത് ഇന്നലെ മെനിഞ്ഞാന്ന് രാവിലെ ഉറക്കണമെന്ന് ഞാനിങ്ങനെ രാത്രി പ്രാർത്ഥിച്ചുകൊണ്ടാ കിടന്നത്. എന്ത് മെസ്സേജാ കൊടുക്കണം, വിശ്വാസത്തെ കുറിച്ചുള്ള മെസ്സേജ് ഒക്കെ ഞാൻ മനസ്സിൽ കണ്ടു, ഞാൻ പോയിന്റ് ഒക്കെ മനസ്സിൽ കണ്ടു, പ്രാർത്ഥിച്ചിട്ട് ഇനി അതിൽ മാറ്റം പറഞ്ഞ് പ്രാർത്ഥനയിൽ ഇരിക്കുമ്പോൾ ദൈവം മാറ്റും. പക്ഷെ അതൊക്കെ മനസ്സിലാക്കി കിടന്നു. പിന്നെ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഉണർന്നു കിടന്ന്, ഇന്ന് മീറ്റിംഗ് ഉണ്ടല്ലോ, കർത്താവെ ശക്തീകരിക്കണേ, മെസ്സേജ് ഒക്കെ തരണേ, ജനത്തിന് ആവശ്യമായതൊക്കെ കൊടുക്കാൻ നീ തന്നെ കൊടുക്കണം, ഞാൻ ഇന്ന് തരാം എന്നൊക്കെ പറഞ്ഞാണ് ഞാൻ എണീറ്റ് വരുന്നത്. ഉണർന്നിങ്ങനെ വീണ്ടും ഒന്നുകൂടെ കണ്ണടച്ച് കിടന്നപ്പോ പെട്ടെന്ന് ദൈവാത്മാവ് എനിക്ക് മനസ്സിലാക്കി തന്നത്, കർത്താവ് യേശുക്രിസ്തുവിന്റെ കല്ലറ അത് ആർക്കും തുറക്കാൻ പറ്റുന്ന അല്ല, സീല് വെച്ചിരിക്കുക. റോമക്കാർ സീല് വെച്ചിരിക്കുന്ന ആ കല്ലറയെ തുറക്കാൻ ആർക്കുമേ സാധ്യമല്ല. അത് തുറക്കപ്പെട്ടിരിക്കുന്നു, ദൂതന്മാരാൽ തുറക്കപ്പെട്ടിരിക്കുന്നു. കാരണം കർത്താവായ യേശു ക്രിസ്തുവിനെ ആർക്കും ഒതുക്കി വെക്കാൻ പറ്റത്തില്ല. ആമേൻ. അവന്റെ വാഗ്ദത്തം പോലെ അവൻ പുറത്തു വരികയാണ്, അവന്റെ സകൃത്യ സമയത്ത് പുറത്തു വരികയാണ്. അവൻ അതാണ് പുനരുത്ഥാനത്തിന്റെ ശക്തിയുടെ മഹത്വം. ആ ശക്തി ആർക്കും ഒതുക്കാൻ കഴിയില്ല. അപ്പൊ ഇത് തന്നെ ആ ദൂത് പറയാൻ പറഞ്ഞു. കാരണം കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആത്മാവിനാൽ നിറയപ്പെട്ട ഒരു വ്യക്തിയെയും ആർക്കും ഒതുക്കാൻ പറ്റത്തില്ല, ആർക്കും ഒതുക്കി വെക്കാൻ പറ്റത്തില്ല, ആർക്കും അടച്ചു വെക്കാൻ പറ്റത്തില്ല. ആമേൻ, സ്തോത്രം. അവരെ ഒരു സമയത്ത് അവരുടെ സമയം വരുമ്പോൾ അവർ പുറത്തു വന്നിരിക്കും. ഒതുക്കാൻ നോക്കുന്നവർ ഒതുങ്ങിപ്പോകും, പക്ഷേ ഈ ശക്തി ഒതുക്കാൻ ആർക്കും കഴിയില്ല. അപ്പൊ ആ ഒരു മെസ്സേജ് പിന്നെയും ആ കല്ലറയും ആ കർത്താവിന്റെ ഉയർപ്പും ആ കർത്താവിന്റെ ആ തേജസ്സും ഒക്കെ പിന്നെയും ഒന്നും കൂടെ ധ്യാനിക്കാനിടയായി തീർന്നു. ഇതൊക്കെ എന്തൊരു സന്തോഷം എന്നറിയാം. ഇത് അങ്ങനെ തന്നെ ഇരുന്നു പോകാൻ തോന്നാറുണ്ട് ചില സമയത്ത് കർത്താവുമായിട്ട്. അപ്പൊ തന്നെ പറയും, കർത്താവ് ഇപ്പൊ തന്നെ നീ എന്നെ കൊണ്ടുപോകുന്നൊക്കെ ചിന്തിച്ചു പോകുന്ന ഒരു മൂമെന്റ് ആ സമയമൊക്കെ. അടുത്തൊരു തരത്തിലേക്ക് ഞാൻ പറയും, ന്യായപ്രമാണം അവസാനം വന്നത് ക്രിസ്തു ആണ് എന്നതിന് ഖുറാനിൽ തെളിവുണ്ട്. ഞാൻ പറഞ്ഞുതരാം. അധ്യായം 2
അൽബക്കറ വാക്യം 87. മൂസായ്ക്ക് നാം വേദം നൽകി. ഇനി മൂസയുടെ കാര്യം എന്ന് പറയട്ടെ. ഞാൻ അറബി എഴുത്തും വായന എനിക്ക് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് ഈ ഊ ഓ ഊ അല്ല, ഓയും എയും വവ്വലില്ല, അക്ഷരവും ഇല്ല. എ എന്ന അക്ഷരമോ വവ്വലോ ഇ എന്ന അക്ഷരമോ വവ്വലോ ഇല്ല. അപ്പൊ നമുക്കിപ്പൊ ജോർജ് എന്നൊക്കെ എഴുതണമെങ്കിൽ ജൂർജ് എന്ന് എഴുതാൻ പറ്റും. മേരി എന്നൊക്കെ എഴുതണമെങ്കിൽ മീരി എന്ന് എഴുതാൻ പറ്റും. മോശ എന്ന് എഴുതാൻ പറ്റത്തില്ല. മോശ എന്ന് എഴുതാൻ പറ്റത്തില്ല. അപ്പൊ മോക്ക് മോ എഴുതാൻ പറ്റും, മൂസ. അങ്ങനെയാണ് ഈ മൂസ എന്ന പേര് വന്നത്. ശരിക്കും മോശ എന്നത് തന്നെയാണ് ബൈബിള് ഖുറാനും എഴുതിയിരിക്കുന്നത്. കാരണം അന്ന് ഈ വവ്വലില്ലാത്ത ഗ്രന്ഥമായിരുന്നു ആദ്യ കാലത്തുണ്ടായിരുന്നത്. വവ്വലൊന്നും എഴുതപ്പെടാത്ത, അത് മുസ്ലിങ്ങൾക്കൊക്കെ അറിയാം, വവ്വലൊന്നും എഴുതപ്പെടാത്ത ഒരു ഖുറാൻ ആയിരുന്നു ആദ്യം എഴുതപ്പെട്ടത്. ഇന്നും ഉണ്ട്, വവ്വലൊന്നും ഇല്ലാത്ത ഖുറാൻ ഇന്നും ഉണ്ട്. അപ്പൊ അതിനകത്ത് പിന്നെ അത് തർജ്ജിമ ചെയ്യപ്പെട്ടപ്പോൾ അവര് മോ എന്ന് എഴുതിയത് മൂ എന്ന ആൾക്കാർ വായിക്കാൻ തുടങ്ങി. അപ്പൊ മോശ എന്ന് എഴുതിയത് മൂസ എന്ന് വായിക്കാൻ തുടങ്ങി. അല്ലെങ്കിൽ പിന്നെ ആദാം എന്നുള്ളതിന് പേര് മാറിയില്ലല്ലോ. ഇനി അബ്രഹാം എന്ന് തന്നെ അവിടെ എഴുതി വെച്ചത്, അതിനെ അവർ ഇബ്രാഹിം ആക്കി, ഈ ആക്കി. വവ്വലില്ല. ആ എന്നതിന് ഈ ആയു ഇട്ടില്ല, ഈ ഇടാത്തത് കൊണ്ട് ഒരു നമ്പർ 1 പോലെ എഴുതുന്ന ആദ്യത്തെ അക്ഷരം അലിഫ്, അതിന്റെ മേളിൽ ഒരു സിമ്പൽ ഇട്ട ആ എന്നും ആ സെയിം സിമ്പൽ താഴെ ഇട്ട ഈ എന്നും വായിക്കും. ഈ 2 സിമ്പലും അതിനകത്ത് ഇല്ല, ഒരു വര മാത്രമേ ഉള്ളൂ. അവർക്ക് ഇഷ്ടമുള്ളത് ആ എന്നോ ഈ എന്നോ ഊ എന്നോ വായിക്കാം. അങ്ങനെയാണ് അതിന് ഇബ്രാഹിം എന്ന പേര് വന്നത്. ഞാൻ മനസ്സിലാക്കുകയാണ്, വവ്വലില്ലാത്തതുകൊണ്ട് ഇബ്രാഹിം തന്നെ. ചിലരുടെ പേരൊക്കെ കറക്റ്റ് അതുപോലെ ഉണ്ട്, ചിലരുടെ പേരില്ല. ആദാമിന് ഹവ്വായ്ക്കും പേര് മാറ്റം വന്നിട്ടില്ല. മൂസായ്ക്ക് നാം വേദം നൽകി. അദ്ദേഹത്തിന് ശേഷം നാം തുടർച്ചയായി ദൂതന്മാരെ അയച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ വ്യക്തമായ അടയാളങ്ങളുമായി മറിയമിന്റെ പുത്രൻ ഈസായെ അയക്കുകയും പരിശുദ്ധാത്മാവിനാൽ അദ്ദേഹത്തെ പ്രബലനാക്കുകയും ചെയ്തു. ഒരക്ഷരം പോലും എന്റെ വക അതിനകത്തില്ല. ഈ കെ ഉബൈദിന്റെ ഈ ഗ്രന്ഥത്തിൽ നിന്നാണ് ഞാൻ ഇത് വായിച്ചത്. ഈ ഗ്രന്ഥത്തിൽ നിന്നാണ് ഞാൻ ആ പോയിന്റ് വായിച്ചത്. അധ്യായം 2 അൽ ബഖറ വാക്യം 87. മൂസായ്ക്ക് നാം വേദം നൽകി. അദ്ദേഹത്തിന് ശേഷം നാം തുടർച്ചയായി ദൂതന്മാരെ അയച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ വ്യക്തമായ അടയാളങ്ങളുമായി മറിയമിന്റെ പുത്രൻ ഈസായെ അയക്കുകയും പരിശുദ്ധാത്മാവിനാൽ, അങ്ങനെ തന്നെ അവിടെ എഴുതിയിരിക്കുന്നു, പരിശുദ്ധാത്മാവിനാൽ അദ്ദേഹത്തെ പ്രബലനാക്കുകയും ചെയ്തു. പ്രബലനാക്കുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ബൈബിളില് കർത്താവ് യേശു ക്രിസ്തു സ്നാനപ്പെട്ട് പ്രാവെന്ന പോലെ, സ്നാനപ്പെട്ട് പൊങ്ങിയപ്പോൾ പ്രാവെന്ന പോലെ പരിശുദ്ധാത്മാവ് വന്നു. പിന്നെയാണ് ശുശ്രൂഷ ആരംഭിക്കുന്നത്. കുഷ്ഠരോഗികളെ സൗഖ്യമാക്കുന്നതും മുടന്തരെ എഴുന്നേൽപ്പിക്കുന്നതും മരിച്ചവരെ ഉയർപ്പിക്കുന്നതും പ്രവൃത്തി എല്ലാം നടക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ നിറവിലോടുകൂടിയ. വ്യക്തമായ അടയാളങ്ങളുമായി മറിയമിന്റെ പുത്രൻ ഈസായെ അയക്കുകയും പരിശുദ്ധാത്മാവിനാൽ അദ്ദേഹത്തെ പ്രബലനാക്കുകയും ചെയ്തു. അപ്പൊ നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷത്തിൽ പരിശുദ്ധാത്മാവിനാൽ നിറയെ സ്നാനപ്പെട്ട് പൊങ്ങിക്കഴിഞ്ഞപ്പോൾ പ്രാവെന്ന പോലെ പരിശുദ്ധാത്മാവ് വന്ന് കർത്താവിനാൽ നിറയപ്പെട്ടതിന് ശേഷമാണ് ശുശ്രൂഷ ആരംഭിക്കുന്നത്. മുടന്തരെ എഴുന്നേൽപ്പിക്കുന്നതും കുഷ്ഠരോഗികളെ സൗഖ്യമാക്കുന്ന മരിച്ചവരെ ഉയർപ്പിക്കുന്നതും ഒക്കെ. അപ്പൊ ഇവിടെ എഴുതിയിരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ പ്രബലനാക്കി എന്ന്. പക്ഷെ ചില വ്യക്തികൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, അത് ഖുറാനിൽ ഞാൻ കണ്ടില്ല, ഖുറാനകത്തില്ല, ആൾക്കാർ പറഞ്ഞു കേട്ടതാണ്. ഈസാ നബിയെ ഒരു ദൗത്യം കൊടുത്തു വിട്ടു ദൈവം, എന്നിട്ട് ആ ദൗത്യം പൂർത്തീകരിച്ചില്ല. അങ്ങനെയാണ് മുഹമ്മദ് നബി അയച്ചതെന്ന്. ആ ദൗത്യം പൂർത്തീകരിക്കാൻ കഴിയാത്തോണ്ട് മുഹമ്മദ്. പക്ഷെ ഖുറാൻ പറയുന്നത് അങ്ങനെയല്ല, പ്രബലനാക്കി എന്നാണ്, പൂർത്തീകരിച്ചു എന്നാണ്. വേറെ പല ഭാഗത്തുണ്ട് അവന് കൊടുത്ത ഇത് പൂർത്തീകരിച്ചു എന്ന് പ്രത്യേകം പറയുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത്, അങ്ങനെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ഡൗട്ട് ഇപ്പൊ തീർക്കണം. പൂർത്തീകരിച്ചു എന്ന് തന്നെയാണ് ഖുറാനും പറയുന്നത്. ബൈബിളിൽ വിശദീകരണം കിടപ്പുണ്ട്. ഖുറാന്റെ 10:94 പറയുന്ന പോലെ ഞാൻ വീണ്ടും ആ ഭാഗം എടുത്തു പറയുന്നു. നിങ്ങൾക്ക് ഇറക്കപ്പെട്ടതിൽ, അതായത് ഖുറാനിൽ ഇറക്കി തന്നതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മുൻവേദമായ ബൈബിളിൽ വരണം, ആ സംശയം തീർക്കണം എന്ന് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ഇവിടെ പരിശുദ്ധാത്മാവിനാൽ അദ്ദേഹത്തെ പ്രബലനാക്കി എന്ന് പറയുമ്പോൾ ചിലർ പറഞ്ഞ് ഞാൻ കേൾക്കാറുണ്ട്, ഈ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത്, നമ്മൾ പറഞ്ഞല്ലോ, ഞാൻ പോയിട്ട് കാര്യസ്ഥനെ അയക്കും എന്ന് കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞു. ഞാൻ പോകുന്ന നല്ലത്, ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ വരികയില്ല, ഞാൻ വന്നിട്ട് സകല സത്യത്തിൽ നിങ്ങളെ വഴി നടത്തും, ഞാൻ നിങ്ങളോട് പറഞ്ഞതെല്ലാം നിങ്ങളെ ഓർമ്മപ്പെടുത്തും എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ചില മുസ്ലിങ്ങൾ പറഞ്ഞു കേൾക്കുന്നത്, ഖുറാനകത്ത് അങ്ങനെ ഇല്ല കേട്ടോ. ഈ മുസ്ലിങ്ങൾ പറഞ്ഞാണ് ഞാൻ കേൾക്കുന്നത്, ഈ ഈ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന കാര്യസ്ഥൻ മുഹമ്മദ് നബിയാണ് എന്ന് പറയാറുണ്ട്.
അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോടൊരു ചോദ്യം, അങ്ങനെ ഉള്ളവരോട് എനിക്കൊരു ചോദ്യമുണ്ട്. ഇവിടെ പറയുന്ന കേൾക്കൂ, അധ്യായം 2:87 പറഞ്ഞ ആ മൂസായ്ക്ക് വേദം കൊടുത്തിട്ട് തുടർച്ചയായി പിന്നെ പ്രവാചകന്മാരെ അയച്ചു. ഒടുവിൽ വ്യക്തമായ അടയാളം അവിടെയാണ്. വ്യക്തമായ അടയാളം കൊണ്ടിട്ട് പിന്നെ ഒരു അടയാളം വരാനുണ്ടോ? എന്റെ ചോദ്യമാണ്. അത് പോട്ടെ. വ്യക്തമായ അടയാളങ്ങളുമായി മറിയമിന്റെ പുത്രൻ മസീഹ അയക്കുകയും പരിശുദ്ധാത്മാവിനാൽ പ്രബലനാക്കി എന്ന് പറയുമ്പോൾ ഈ പരിശുദ്ധാത്മാവ് മുഹമ്മദ് നബിയാണോ? ഈ പരിശുദ്ധാത്മാവിനാലാണോ ഈസാ നബി അവിടെ പ്രബലനാക്കിയത്? ഇത് അപ്പൊ ഈ പരിശുദ്ധാത്മാവ് ആണ് കർത്താവ് പോയിട്ട് ഈ ആത്മാവിനാൽ നിറയപ്പെട്ട് തന്നെയാണ് ഉയരത്തിലേക്ക് പോയിട്ടാണ് കാര്യസ്ഥനെ അവിടെ നിന്ന് ഇങ്ങോട്ട് അയച്ചത്. ഈ കാര്യസ്ഥനെ, ഈ പരിശുദ്ധാത്മാവുന്ന കാര്യസ്ഥൻ ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. കർത്താവ് യേശുക്രിസ്തു പരിശുദ്ധാത്മാവിനാൽ ജനിച്ച ഒരു മനുഷ്യ രൂപമാണ്. അതായത് മനുഷ്യനാണ്, ആയിക്കോട്ടെ, ഭൂമിയിൽ മനുഷ്യനായിരുന്നു. ഒരേ സമയം മനുഷ്യനും ദൈവവും കൂടി. ആമേൻ. അതുകൊണ്ടാ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തില് പറയുന്നത്, ഫിലിപ്പോസ് പറയുന്നത് ഞങ്ങൾക്ക് ദൈവത്തെ കാണിച്ചു തരണം എന്ന് പറയുമ്പോ ഫിലിപ്പോസ് കർത്താവിനോട് ചോദിക്കുമ്പോൾ, ഇത്രയും കാലം ഞാൻ നിന്നോട് കൂടെ ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലേ ഫിലിപ്പോസ് എന്ന് ചോദിച്ചു. കണ്ടോ? അപ്പൊ പറഞ്ഞു, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, ഞാനും പിതാവ് ഒന്നത്രേ, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് പിതാവിന്റെ ഇഷ്ടം പ്രവർത്തിക്കുന്നു. അപ്പോൾ കർത്താവ് യേശുക്രിസ്തുവിൽ തന്നെ എന്തുണ്ട്? പിതാവായ ദൈവമുണ്ട്. അത് രണ്ടും ഒന്ന്, ഞാനും പിതാവും ഒന്നത്രേ എന്ന് അവിടെ എടുത്തു പറയുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ ആ ഉള്ള യേശുക്രിസ്തു സ്നാനപ്പെട്ട്, അതായത് പരിശുദ്ധാത്മാവിനാൽ ജനിച്ച യേശുക്രിസ്തു സ്നാനപ്പെട്ട് കരയ്ക്ക് കയറുമ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവെന്ന രൂപത്തിൽ കടന്നു വന്നു. അവിടെയാണ് പ്രവൃത്തി ആരംഭിക്കുന്നത്. യേശുക്രിസ്തുവിൽ പരിശുദ്ധാത്മാവ് വന്നിട്ട് പ്രവൃത്തി ചെയ്യുകയാണ്. അപ്പൊ ഈ ആത്മാവില്ലാതെ ഞങ്ങൾക്ക് കൂടെ പ്രവർത്തിക്കാൻ പറ്റില്ല. അതുകൊണ്ടാ പറഞ്ഞത്, നിങ്ങൾ യെരുശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ, ശിഷ്യന്മാരോട് പറഞ്ഞത് 120 പേരോളം ഉണ്ടായിരുന്നു അന്ന്. പറഞ്ഞ്, നിങ്ങൾ ഇവിടുന്ന് യെരുശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ ഞാൻ പിതാവ് നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്ത പരിശുദ്ധാത്മാവിനെ ലഭിക്കുവോളം അവിടെ തന്നെ പാർക്കണം. അങ്ങനെ പാർക്കുമ്പോൾ 50-ാമത്തെ ദിവസം, അതായത് കർത്താവ് പോയി 10-ാമത്തെ ദിവസം, അതായത് ടോട്ടൽ ഉയിർത്തെഴുന്നേൽപ്പിന്റെ 50-ാമത്തെ ദിവസം പരിശുദ്ധാത്മാവ്, അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ വ്യക്തമായിട്ട് അവിടെ പറയുന്നുണ്ട്, കൊടിയ കാറ്റ് പോലെ ആമേൻ ഓരോരുത്തരുടെ മേലും പതിഞ്ഞു എന്ന്. അവിടെ പരിശുദ്ധാത്മാവ് അവിടേക്ക് ഇറങ്ങി വന്ന് എല്ലാവരുടെ മേലും നിറയപ്പെട്ടു. അവിടെ പേടിച്ച് ഭയന്ന് പലതവണ തള്ളിപ്പറഞ്ഞ പത്രോസ് ധൈര്യം പൂണ്ടിട്ട് ആമേൻ മറ്റ് 11 ശിഷ്യന്മാരോടൊപ്പം എഴുന്നേറ്റ് നിന്ന് ഇസ്രായേൽ ജനത്തോട്, അല്ലെങ്കിൽ യഹൂദന്മാരോട് യേശുക്രിസ്തുവിനെ കുറിച്ച് സാക്ഷിപ്പാനിടയായി, സുവിശേഷം പറയാനിടയായി. അന്ന് 3000 പേര് മാനസാന്തരപ്പെട്ടു എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇത് ഏത് ആത്മാവാ? ഇതാണ് കാര്യസ്ഥനാകുന്ന പരിശുദ്ധാത്മാവ്. അല്ലാണ്ട് സാധാരണ ഒരു മനുഷ്യൻ ഒരിക്കലും പരിശുദ്ധാത്മാവെന്ന് വിളിക്കുപോലും യോഗ്യമല്ല. അങ്ങനെ പറയുന്നതേ തെറ്റാണ്. പക്ഷെ ഖുർആനിൽ ഒരായത്ത് പോലും ഒരിടത്തും പറഞ്ഞിട്ടില്ല ഈ യേശുക്രിസ്തു പറഞ്ഞ കാര്യസ്ഥനാകുന്ന പരിശുദ്ധാത്മാവ് മുഹമ്മദ് നബിയാണെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. തെളിവുണ്ടെങ്കിൽ ബാക്കി എടുത്ത് കാണിക്കാം. പക്ഷെ ചില കാര്യങ്ങൾ എടുത്തിട്ട് പറയും ഇതാണ് കാര്യസ്ഥൻ. മീൻസ് അവർ ദുർവ്യാഖ്യാനം ചെയ്യും. എനിക്ക് വ്യാഖ്യാനമല്ല വേണ്ടത്, ആര് തന്നാലും ഞാൻ സ്വീകരിക്കും, പക്ഷെ ഡയറക്റ്റ് എനിക്ക് തരണം. ഞാൻ ഈ കാണുന്നതൊക്കെ ഡയറക്റ്റ് എടുക്കുന്നേ. ബൈബിൾ ആയാലും ഞാൻ ഡയറക്റ്റ് എടുക്കത്തുള്ളൂ. നിങ്ങൾ അതിന്റെ ദുർവ്യാഖ്യാനം അല്ല, ഒരു വ്യാഖ്യാനം പോലും കൊണ്ടുവന്ന് ഞാൻ എടുക്കത്തില്ല. എനിക്ക് എന്തിനാ വ്യാഖ്യാനം? മലയാളത്തിൽ എഴുതപ്പെട്ട ഒരു ഗ്രന്ഥം വായിച്ച, ന്യൂസ് പേപ്പർ വായിച്ചാൽ മനസ്സിലാവും. അതിനകത്ത് വ്യാഖ്യാനം ഒന്നും ആർക്കും വേണ്ടല്ലോ. ആരും അതിന്റെ അർത്ഥം പറഞ്ഞും കൊടുക്കണ്ട. പാസ്റ്റ് ന്യൂസ് പേപ്പർ വായിക്കാറില്ലേ? ആരെങ്കിലും അർത്ഥം പറഞ്ഞു തന്നിട്ടാണോ ഗ്രഹിക്കുന്നേ? ആരെങ്കിലും വ്യാഖ്യാനിച്ചു തന്നിട്ടാണോ ഗ്രഹിക്കുന്നത്? അത് അങ്ങനെ തന്നെ ഗ്രഹിക്കുകയല്ലേ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഈ ബൈബിൾ വായിക്കുമ്പോ എന്തിനാ വ്യാഖ്യാനം? വ്യാഖ്യാനത്തിന്റെ ആവശ്യമില്ല, അത് അങ്ങനെ തന്നെ എടുക്കാം. ഇവിടെ തന്നെ ബൈബിളിലെ പല വാക്യങ്ങളും ഞാൻ വായിച്ചു. അവൻ ആരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് എല്ലാ മനുഷ്യരെയും സ്നേഹിച്ചുകൊണ്ട് കർത്താവ് കാൽവറി ക്രൂശിൽ യാഗമായി തീർക്കാൻ ലോകത്തിലേക്ക് യേശുക്രിസ്തുവിനെ അയച്ചു തന്നു. ഇവിടെ എന്തിനാ വ്യാഖ്യാനം? പാപികൾ മാനസാന്തരപ്പെടണം, ഇവിടെ എന്തിനാ വ്യാഖ്യാനം? രക്ഷിക്കപ്പെടണം, സ്നാനപ്പെടണം, ക്രിസ്തുവിനോട് ചേരണം എന്ന് പറഞ്ഞു, ഇതിനെ വ്യാഖ്യാനം എന്ന് പറഞ്ഞ പോലെ ഖുറാന്റെ വ്യാഖ്യാനം വേണ്ട. ഖുറാനും വ്യാഖ്യാനം വേണ്ട. എഴുതപ്പെട്ട ഗ്രന്ഥം അതിന്റെ അർത്ഥം ഗ്രഹിച്ചാൽ മാത്രം മതി. അവിടെയാണ് ഞാൻ ഈ പറഞ്ഞത്, ഒടുവിൽ വ്യക്തമായ അടയാളങ്ങളുമായി. അപ്പൊ അതിനെന്തിനാ വ്യാഖ്യാനം? വ്യക്തമായ അടയാളം അത് തന്നെയാ.
വ്യക്തമായ അടയാളമായിട്ടാണ് കർത്താവായ യേശു ക്രിസ്തു, അത് നമ്മൾ നേരത്തെ വ്യാഖ്യാനം വായിച്ചപ്പോൾ ഉണ്ടായി, മശിഹ ക്രിസ്തു നമ്മുടെ ഇടയിലേക്ക് വന്നു. അത് ഇനി ഒരു വ്യക്തമായ അടയാളം വരാനില്ല. ഇനി അതുപോലെ തന്നെ 5-ാമത്തെ അധ്യായം 46-47 വാക്യം അൽമായിദയിൽ പറയുന്നു, ഈ പ്രവാചകന്മാർക്ക് ശേഷം നാം മറിയമിന്റെ പുത്രൻ ഈസായെ നിയോഗിച്ചു. അദ്ദേഹം തൗറാത്തിൽ നിന്ന് തന്റെ മുമ്പിലുള്ളതിനെ സത്യപ്പെടുത്തുന്നവനായി നാം അദ്ദേഹത്തിന് വെളിച്ചവും സന്മാർഗവും ഉൾക്കൊണ്ട ഇഞ്ചിയിൽ നൽകി. വ്യക്തമായിട്ട് അവിടെ പറയുന്നുണ്ട്. അതായത് തൗറാത്തിൽ തന്റെ മുമ്പിലുള്ളതിനെ സത്യപ്പെടുത്തുന്നവനായി, തൗറാത്തിൽ യേശുവിനെ കുറിച്ച് എഴുതിയിട്ടുണ്ടെന്ന്, അത് സത്യപ്പെടുത്തുന്നവനായിട്ടാ വന്നേന്ന് ഇല്ലേ? നമ്മുടെ ബൈബിളിൽ എത്രയോ യേശാവിന്റെ പുസ്തകത്തിലൊക്കെ എത്ര തെളിവുകൾ വേണം ഇങ്ങനെ ഒരു മശിഹ വരുമെന്നുള്ളതിന്റെ തെളിവുകൾ. അതിനെ സത്യപ്പെടുത്തിക്കൊണ്ട് ദേ വന്ന് നിൽക്കുന്നു എന്നാ. അമേ സ്തോത്രം. അത് തന്നെയല്ലേ 61-ാമത്തെ അധ്യായമല്ലേ പള്ളിയിൽ വായിച്ചത്. ഇത് വായിച്ചു കഴിഞ്ഞാൽ പറഞ്ഞാൽ ഇത് വചനം നിവർത്തിയായി. അപ്പോഴും യേശുവിനെ ഉപദ്രവിക്കാനായിട്ട് ആൾക്കാർ കൂട്ടം കൂടി ഇല്ലേ? അപ്പൊ തെളിവ് അവിടെ വായിച്ചു കൊടുക്കുകയാണ് എന്ന് പറഞ്ഞ പോലെ അദ്ദേഹത്തിന് വെളിച്ചവും സന്മാർഗവും ഉൾക്കൊണ്ട ഇഞ്ചിയിൽ നൽകി. അപ്പൊ എന്തുണ്ട്? വെളിച്ചമുണ്ട്, സന്മാർഗമുണ്ട്. സന്മാർഗവും വെളിച്ചവും ഉൾക്കൊണ്ട ഇഞ്ചിയിലിന് സന്മാർഗമുണ്ട്, വെളിച്ചമുണ്ട്. ഇനി എവിടെയാ പോണ്ടേ? സന്മാർഗത്തിന് വേണ്ടി, വെളിച്ചത്തിന് വേണ്ടി ഇനി എവിടെയാ പോകേണ്ടേ? നമ്മൾ അന്ധകാരത്തിൽ നിന്ന്, പത്രോസിന്റെ ലേഖനം പറയുന്ന പോലെ, അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ പോഷിപ്പാനാണ് നമ്മളെ അവൻ തെരഞ്ഞെടുത്തത്. അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് കൊണ്ടുവന്ന് ഇനി ഒരു പ്രകാശമുണ്ടോ? ഇനി എവിടേക്കാ നമ്മൾ പോകണ്ടേ? പത്രോസ് പറഞ്ഞ പോലെ നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കലുണ്ട്, നിന്നെ വിട്ടേച്ച് ഞങ്ങൾ എവിടെ പോകാനാ? പ്രൈസ് ദി ലോർഡ്. ആമേൻ. നൽകി. അത് തൗറാത്തിൽ നിന്ന് അക്കാലത്ത് അവശേഷിച്ചിരുന്നതിനെ സത്യപ്പെടുത്തുന്നതും ഭക്തജനങ്ങൾക്ക് സമഗ്രമായ സന്മാർഗ ദർശനവും സദുപദേശവും ഉൾക്കൊള്ളുന്നതുമായിരുന്നു. അത് ഇങ്ങനെ വായിച്ചു പോയാൽ പെട്ടെന്ന് ഗ്രഹിക്കാൻ പറ്റില്ല. ഒരു ചുരുക്കി പറഞ്ഞാൽ തൗറാത്തിനകത്തും ഇഞ്ചിലിനകത്തും നമുക്ക് ആവശ്യമായ ആത്മീക ദർശനം, ഉപദേശവും എല്ലാം ഉണ്ട് എന്ന് എടുത്തു പറയുകയാണ്. അപ്പൊ അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ, തിരുത്തപ്പെട്ട ഗ്രന്ഥത്തെ പറ്റിയാണ് പറയണം. അതായത് ഇവര് പറയുന്ന തിരുത്തിയ ഗ്രന്ഥമാണെന്ന്. ഈ തിരുത്തിയ ഗ്രന്ഥത്തെ കുറിച്ച് ഇങ്ങനെ പറയൂ മുഹമ്മദ് നബി? അപ്പൊ മുഹമ്മദ് നബി പറഞ്ഞിട്ടില്ല തിരുത്തിയ ഗ്രന്ഥമാണെന്ന്. ഇത് സാധാരണ ജനങ്ങൾ പറയുന്നതാണ്. ഖുറാനകത്ത് അങ്ങനെ പറഞ്ഞിട്ടേയില്ല തിരുത്തപ്പെട്ട ഗ്രന്ഥമാണ് ബൈബിൾ എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ അതുപോലെ തന്നെ ആ 4-ാമത്തെ അധ്യായം 3-ൽ പറയുന്നു, 3-ന്റെ 49, 51 വായിച്ചു നോക്കിയാൽ പക്ഷിയെ ഉണ്ടാക്കുന്നത് പറയുന്നുണ്ട്. അധ്യായം 3, 49, 51 വാക്യങ്ങൾ വായിച്ചു നോക്കിയാൽ അവിടെയും അവസാന ഭാഗം ഞാൻ വായിക്കാം. ഞാൻ ഇതിൽ നിങ്ങൾക്ക് മതിയായ ദൃഷ്ടാന്തമുണ്ട്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ തൗറാത്തിൽ നിന്ന് എന്റെ ഈ കാലഘട്ടത്തിൽ നിലവിലുള്ള നിയമങ്ങളെ സത്യപ്പെടുത്തുന്നവനുമായിട്ടാകുന്നു ഞാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ യേശുക്രിസ്തു പറയുന്നതായ വാക്യങ്ങൾ ഖുറാനിൽ രേഖപ്പെടുത്തിയിരിക്കുക. അപ്പൊ ഞാൻ ഇപ്പൊ വന്ന് നിൽക്കുന്നത് തൗറാത്തിൽ എന്നെ കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. അതിനെ ദൃഷ്ടാന്തമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ, അപ്പൊ ഈ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുമ്പോ വിശ്വാസം ഇല്ലല്ലോ. ഇപ്പൊ ഒരു നിരീശ്വരവാദിയാകട്ടെ, നമുക്ക് മതത്തിന്റെ ആളെ എടുക്കണ്ട, ഒരു നിരീശ്വരവാദിയെ കണ്ട്, ദൈവം ഇല്ല എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കണ്ടിട്ട് ഞാൻ ആ വ്യക്തിയോട് യേശുക്രിസ്തുവിനെ കുറിച്ച് പറയാന്ന് വിചാരിച്ചോ? അപ്പൊ യേശുക്രിസ്തുവിനെ കുറിച്ച് ഇങ്ങനെ പറയാം, നിങ്ങൾ വിശ്വസിക്കുന്നവർ, കാരണം നിങ്ങളെ കയ്യിലൊരു ഗ്രന്ഥമുണ്ട്, ആ ഗ്രന്ഥം നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ആ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇന്നതുപോലെ, അതിന്റെ തെളിവാതാ ഞാൻ ഇപ്പൊ വന്ന് നിൽക്കുന്നത്. ആ കയ്യിലിരിക്കുന്ന ഗ്രന്ഥവും പിടിച്ചുകൊണ്ട് ഈ വന്ന് നിൽക്കുന്ന അതിൽ പറഞ്ഞിരിക്കുന്ന തെളിവിനെ വിശ്വസിക്കാതെ നിൽക്കുന്നവരോടാ ഈ വിളിച്ചു പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ കയ്യിരിക്കുന്ന ഗ്രന്ഥം വിശ്വസിക്കുന്നെങ്കിൽ എന്നെ വിശ്വസിക്കാം, അതിന്റെ തെളിവായത്. നിങ്ങൾ അത് വിശ്വസിക്കുന്നില്ലെങ്കിൽ എന്നെ വിശ്വസിക്കാൻ പറ്റില്ല. അതാ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ പിന്നെയും ഇഷ്ടംപോലെ തെളിവുകൾ ഇനിയുണ്ട്. ഒരു പോയിന്റ് എന്നെ വല്ലാതെ ചിന്തിപ്പിച്ച ഒരു പോയിന്റ് ഞാൻ പറയാൻ ആഗ്രഹിക്കാം. ഈ ആലുമിമ്രാന്റെ തന്നെ 51-ാമത്തെ 49 മുതൽ ഇങ്ങനെ വായിച്ചു വരുമ്പോ 51-ാമത്തെ വചനത്തിലോട്ട് എത്തുമ്പോ, നിങ്ങൾക്ക് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്ന ചില കാര്യങ്ങളെ അനുവദിക്കുന്നതിനായിട്ടും ഞാൻ വന്നു. അറിയുവീൻ, നിങ്ങളുടെ റബ്ബിങ്കൽ നിന്നുള്ള
ദൃഷ്ടാന്തവുമായിട്ടാണ് ഞാൻ നിങ്ങളിൽ വന്നിരിക്കുന്നത്. അതിനാൽ ദൈവത്തോട് ഭക്തിയുള്ളവരായിരിപ്പീൻ, എന്നെ അനുസരിപ്പീൻ. എന്നെ അനുസരിപ്പീൻ എന്ന് ഒരു പ്രവാചകന്മാരും ഒരിടത്തും പറഞ്ഞിട്ടില്ല. മീൻസ് ഈ ഖുറാനിലൊന്നും ഞാൻ പറഞ്ഞു കണ്ടിട്ടില്ല. ഒരിടത്തുണ്ട് നോഹ പറയുന്നത്. നോഹ പെട്ടകത്തിൽ കയറാനായിട്ട് പറയുന്നുണ്ട്, എന്നെ വിശ്വസിപ്പീൻ, എന്നെ അനുസരിപ്പീൻ എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറയുന്ന വാക്ക് ദൈവത്തിന്റെയാണ് എന്ന് പറയുന്ന ഒരു പോയിന്റ് ഞാൻ എവിടെയോ കണ്ടു. അല്ലാതെ വേറെ ഒരു പ്രവാചകന്മാരും ഒരിടത്തും പറഞ്ഞിട്ടില്ല എന്നെ വിശ്വസിപ്പീൻ എന്ന്. മുഹമ്മദ് നബി പോലും പറഞ്ഞതായിട്ട് ഒരു ആയത്തും ഞാൻ കണ്ടില്ല. അള്ളാഹുൽ വിശ്വസിപ്പീൻ എന്ന് പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ പറഞ്ഞിരിക്കുന്ന എന്നെ അനുസരിപ്പീൻ എന്ന് പറയുന്നു യേശു ക്രിസ്തു. ഖുറാനിലുള്ള ആയത്താ. അപ്പൊ നമ്മൾ അനുസരിക്കണ്ടേ? ഞാൻ അനുസരിക്കണ്ടേ? അപ്പൊ എന്റെ ഉമ്മ അനുസരിക്കണ്ടേ? എന്റെ വാപ്പ അനുസരിക്കണ്ടേ? എന്റെ സഹോദരങ്ങൾ അനുസരിക്കണ്ടേ? കാരണം അവരെ കയ്യിലിരിക്കുന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നതാ. അവര് കയ്യിൽ പിടിച്ച് സന്ധ്യാസമയത്തൊക്കെ ഇങ്ങനെ പാരായണം ചെയ്യുന്ന ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നു എന്നെ അനുസരിപ്പീൻ, എന്നെ അനുസരിപ്പീൻ എന്ന് മശിഹ പറയുന്ന വചനം കിടക്കുമ്പോൾ അത് അനുസരിക്കണ്ടേ? അതിനല്ലേ എഴുതി വെച്ചേക്കുന്നേ? അതിന്റെ അർത്ഥം അറിയാത്തത് കൊണ്ടാണ് അത് അനുസരിക്കാൻ പറ്റാതെ പോയത്. പക്ഷെ അത് മരിച്ചു പോയിട്ട് ഞങ്ങൾ അറിഞ്ഞില്ല എന്ന് പറയാൻ പറ്റത്തില്ല. ഇഷ്ടംപോലെ തർജ്ജിമകൾ ഇപ്പൊ ഉണ്ട്, ഇഷ്ടംപോലെ സുവിശേഷങ്ങൾ നടക്കുന്നു, ഇഷ്ടംപോലെ സംവാദങ്ങൾ നടക്കുന്നു, കാര്യങ്ങൾ അറിയാം. എന്നിട്ടും അവരതിൽ മുറുകെ പിടിച്ചിരിക്കുക, ഇതല്ല ശരി, ഇതാണ് ശരി എന്ന് പറഞ്ഞ്. ദൈവത്തിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ദൈവം വഴിയൊരുക്കി കൊടുക്കുന്നുണ്ട്, അറിവുകൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്നെ അനുസരിപ്പീനെന്ന് യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്നു, വളരെ വ്യക്തമാണ്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 31 മുതൽ 36 വരെയുള്ള വാക്യം. മേലിൽ നിന്ന് വരുന്നവർ എല്ലാവർക്കും മീതെ ഉള്ളവൻ. അപ്പൊ കർത്താവ് യേശുക്രിസ്തു എവിടുന്ന വന്നേ? മേലിൽ നിന്ന് വന്നവൻ എല്ലാവർക്കും മീതെ ഉള്ളവൻ. ഭൂമിയിൽ നിന്നുള്ളവൻ ഭൗമികൻ, ഭൗമികമായത് സംസാരിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും മീതെ ഉള്ളവനായി താൻ കാണുകയും കേൾക്കുകയും ചെയ്തത് സാക്ഷീകരിക്കുന്നു. അവന്റെ സാക്ഷ്യം ആരും കൈക്കൊള്ളുന്നില്ല. അവന്റെ സാക്ഷ്യം കൈക്കൊള്ളുന്നവൻ ദൈവം സത്യവാൻ എന്നുള്ളതിന് മുദ്രയിടുന്നു. ദൈവം അയച്ചവൻ ദൈവത്തിന്റെ വചനം പ്രസ്താവിക്കുന്നു. അവൻ ആത്മാവിനെ അളവ് കൂടാതെ അല്ലോ കൊടുക്കുന്നത്. അപ്പൊ ആത്മാവിനെ കൊടുക്കുന്ന ആരാ? അളവ് കൂടാതെ കൊടുക്കും, എല്ലാവർക്കും കൊടുക്കും. അങ്ങനെയാണെങ്കിൽ ഒരു മനുഷ്യൻ ഒരിക്കലും ആത്മാവ് ആകുകയില്ല. മനുഷ്യൻ തന്നെയാണ്. ഈ കാര്യസ്ഥനാകുന്ന പരിശുദ്ധാത്മാവ് അത് ദൈവത്തിന്റെ ആത്മാവാണ്. സ്വർഗത്തിൽ കർത്താവായ യേശുക്രിസ്തു കരേറിപ്പോയിട്ട് പിതാവായ ദൈവം വാഗ്ദത്തം ചെയ്ത ആത്മാവിനെ ആമേൻ നമുക്ക് അയച്ചു തരികയാണ്. അത് വ്യക്തിയാണ്. ആമേൻ, സ്തോത്രം. ഒരു മനുഷ്യനല്ല. ആത്മാവ് ദൈവമാണ്. ദൈവം അയച്ചവൻ ദൈവത്തിന്റെ വചനം പ്രസ്താവിക്കുന്നു. അവൻ ആത്മാവിനെ അളവ് കൂടാതെയല്ലോ കൊടുക്കുന്നത്. പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു, സകലവും അവന്റെ കയ്യിൽ കൊടുത്തിരിക്കുന്നു. ആരുടെ കയ്യിലാ കൊടുത്തേക്കണേ? കർത്താവ് യേശു ക്രിസ്തുവിന്റെ കയ്യിൽ കൊടുത്തിരിക്കും. മത്തായി സുവിശേഷം 28-ാം അധ്യായം വായിക്കുമ്പോഴും അവിടെ എഴുതിയിട്ടുണ്ട്, ഭൂമിക്കും സ്വർഗത്തിനും ഭൂമിക്കും സർവ്വാധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. കാൽവരി ക്രൂശിലെ യാഗത്തോടുകൂടി അവൻ സാത്താനെ പിടിച്ചുകെട്ടി, അവൻ സാത്താനെ തകർത്തു. അടിമനുകത്തി കുടുങ്ങിക്കിടക്കുന്ന മനുഷ്യരെ വീണ്ടെടുത്തു. അവൻ പിതാവായ ദൈവം സർവ്വ അധികാരവും കർത്താവായ യേശു ക്രിസ്തുവിനെ ഏൽപ്പിച്ചു. അവൻ പിന്നെ ആർക്കാ അധികാരം കൊടുക്കാൻ? പിന്നെ ആർക്കും കൊടുക്കാൻ ഇല്ലല്ലോ, കൊടുത്തു കഴിഞ്ഞില്ലേ? അവന്റെ കയ്യിൽ കൊടുത്തുമിരിക്കുന്നു. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല. ദൈവക്രോധം അവന്റെ മേൽ വസിക്കുന്നതേ ഉള്ളൂ. അപ്പൊ കർത്താവായ യേശു ക്രിസ്തുവിലാണ് സർവ്വ അധികാരവും നൽകപ്പെട്ടിരിക്കുന്നത്. പുനരുദ്ധാനം പോലും കർത്താവാണ് ചെയ്യുന്നതെന്ന് എഴുതിയിരിക്കുന്നത്. അപ്പൊ സ്വർഗത്തിൽ കൊണ്ടെത്തിക്കുന്നതും കർത്താവാണ്. കർത്താവിലൂടെ മാത്രമേ പോകാൻ പറ്റൂ. യോഹന്നാന്റെ സുവിശേഷം 4:6 പറയും, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും, എന്നിലൂടെ അല്ലാതെ ആർക്കും പിതാവിന്റെ അടുക്കൽ കയറി ചെല്ലാൻ പറ്റുകയില്ല. അപ്പൊ പിതാവായ ദൈവത്തിന്റെ അടുക്കൽ പോകണമെങ്കിൽ, സ്വർഗത്തിൽ യഥാർത്ഥ സ്വർഗത്തിൽ പോകണമെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ച് അവനിൽ വസിച്ച് ജീവിച്ച് അവന്റെ ഇഷ്ടപ്രകാരം നീങ്ങെങ്കിൽ മാത്രമേ, അവന്റെ ഹിതപ്രകാരം മുന്നോട്ട് പോയെങ്കിലേ സ്വർഗത്തിൽ പോകാൻ പറ്റുള്ളൂ. അത് യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ യോഹന്നാൻ 10:3 ഞാനും പിതാവ് ഒന്നാകുന്നു എന്ന് പറയുന്നു. യോഹന്നാൻ 12:44 പറയുന്നു, യേശു വിളിച്ചു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ എന്നെ അല്ല, എന്നെ അയച്ചവനിൽ തന്നെ വിശ്വസിക്കുന്നു. എന്നെ കാണുന്നവൻ എന്നെ അയച്ചവനെ കാണുന്നു. പ്രൈസ് ദി ലോർഡ്. യോഹന്നാൻ 14:1 പറയുന്നു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. പ്രൈസ് ദി ലോർഡ്. ഇത്ര ധൈര്യത്തോടെ പറയാൻ ഏത് പ്രവാചകനാണ് കഴിയുക? ആമേൻ, ഹല്ലേലൂയ. പിതാവിലും വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ എന്ന് പറഞ്ഞാൽ
കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാതെ പിതാവായ ദൈവത്തെ വിശ്വസിക്കാൻ കഴിയില്ല. ആമേൻ, സ്തോത്രം. ഈ ഒരുപാട് വചനങ്ങൾ ഉണ്ടെങ്കിലും ഞാൻ അത്യാവശ്യം മാത്രമേ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളൂ. യോഹന്നാൻ 14:10 മുതൽ 10-11 പറയുന്നു, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തി ചെയ്യുന്നു, ഞാൻ പിതാവിലും പിതാവ് എന്നിലും എന്ന് വിശ്വസിപ്പീൻ, അല്ലെങ്കിൽ പ്രവൃത്തി നിമിത്തം വിശ്വസിപ്പീൻ. ഹല്ലേലൂയ. അതുപോലെ തന്നെ യോഹന്നാൻ 5:24 പറയുന്നു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിയിൽ ആകാതെ മരണത്തിൽ നിന്ന് ജീവങ്കലേക്ക് കടന്നിരിക്കുന്നു. അപ്പൊ ഇതുപോലെ ധാരാളം വചനങ്ങൾ. ആമേൻ, സ്തോത്രം. ഇനി മുഹമ്മദ് നബി പറയുന്ന ഒരു സാക്ഷ്യമുണ്ട് കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ച്. ആമേൻ, സ്തോത്രം. 7-ാം അധ്യായം അൽ ആറാഫ, അതിൽ 158, 157 മുതൽ വായിക്കണം. ഇങ്ങനെ തന്റെ 157 വായിച്ചിട്ട് 158 പോകാം. തങ്ങളുടെ പക്കലുള്ള തൗറാത്തിലും ഇഞ്ചീലിലും രേഖപ്പെടുത്തി കാണുന്ന നിരക്ഷരനായ പ്രവാചകദൂതനെ പിന്തുടരുന്നവരാരോ അവരാകുന്നു ഇന്ന് ഈ അനുഗ്രഹത്തിന് അർഹരായിട്ടുള്ളവർ. ഞാൻ ചോദിക്കട്ടെ, തൗറാത്തിലും തങ്ങളുടെ പക്കലുള്ള തൗറാത്തും ഇഞ്ചിയിലും ആരൊക്കെ കൊടുത്തതെന്നുള്ള കുറച്ചു മുമ്പ് നമ്മൾ ഖുർആനിൽ നിന്ന് വായിച്ചു. അവന് തൗറാത്ത് ഇഞ്ചിയിലും പഠിപ്പിക്കുന്നൊക്കെ ഇവിടെ വേറെ ഭാഗത്തും എഴുതി വെച്ചിട്ടുണ്ട്. തൗറാത്തും ഇഞ്ചിയിലും മനുഷ്യരുടെ മാർഗദർശനം എന്ന് എഴുതിയിട്ടുണ്ട്. ഇഞ്ചിയിൽ യേശുക്രിസ്തു മുഖാന്തരം വന്നാന്ന് സർവ്വ മുസ്ലിങ്ങൾക്കും അറിയാം. തൗറാത്ത് മോശ മുഖാന്തരം വന്നാന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ മോശ മുഖാന്തരം വന്ന ഗ്രന്ഥത്തിൽ യേശുക്രിസ്തു ഇവിടെ വന്ന ഇഞ്ചിയിലും യേശുക്രിസ്തു ഗ്രന്ഥമൊന്നും കൊണ്ടുവന്നില്ല. യേശുക്രിസ്തു പറഞ്ഞ സുവിശേഷം, പ്രവർത്തിച്ച പ്രവർത്തനം, യേശുക്രിസ്തു ആര് എന്ന ദൂതന്മാരുടെ വെളിപ്പാടുകൾ എല്ലാം ചേർത്ത് ശിഷ്യന്മാരെഴുതിയതാണ്, പരിശുദ്ധാത്മ നിയോഗത്താൽ എഴുതിയതാണ്. അത് സത്യവുമാണ്. അപ്പൊ അത് ആ മുഹമ്മദ് നബി പറഞ്ഞു വരുന്ന സാക്ഷിയാണ് ഞാൻ പറഞ്ഞു വന്നത്. അതിന്റെ ഇടയ്ക്ക് ഞാൻ ആ പോയിന്റിലേക്ക് പോയി. അപ്പൊ തങ്ങളുടെ പക്കൽ, അതായത് തങ്ങളുടെ പക്കലുള്ള തൗറാത്തും ഇഞ്ചീൽ, അപ്പൊ ഒരു ഗ്രന്ഥം അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നു ഇല്ലേ? മുഹമ്മദ് നബി ഇത് പറയുമ്പോൾ ഗ്രന്ഥമില്ല, ഖുറാൻ ഇല്ല. ഖുറാൻ പിന്നീട് മുഹമ്മദ് നബി, അതെല്ലാം മുസ്ലിങ്ങൾക്ക് അറിയാം, മരിച്ചതിന് ശേഷമാണ് ഗ്രന്ഥമായത്. ഈ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അവിടെ ഇവിടെയും എഴുത്തും വായനയും മുഹമ്മദ് നബിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ശിഷ്യന്മാരെ അവർ കേട്ടവരെ എഴുതി അവിടെ എഴുതി വെക്കായിരുന്നു. അപ്പൊ പിന്നീടാണ് മരിച്ചതിന് ശേഷമാണ് അത് ഗ്രന്ഥമായത്. അപ്പൊ ഈ നിങ്ങളുടെ പക്കൽ തൗറാത്ത് ഇഞ്ചീൽ ഉണ്ടെന്ന് പറയുമ്പോൾ ഖുറാൻ എന്ന ഗ്രന്ഥമല്ല, മറ്റൊരു ഗ്രന്ഥം അവിടെ ഉണ്ട് എന്ന് തെളിവാണ്. അപ്പൊ തങ്ങളുടെ പക്കലുള്ള തൗറാത്തും ഇഞ്ചീലിലും രേഖപ്പെടുത്തി കാണുന്ന നിരക്ഷരനായ പ്രവാചകൻ. ബൈബിൾ പറയുന്നല്ലോ, വിദ്യ അഭ്യസിച്ചിട്ടില്ലാത്ത ഇവൻ എവിടെന്നായി ജ്ഞാനം എന്ന് പറയുന്നുണ്ട് ഇല്ലേ? അവൻ സ്തോത്ര അപ്പോസ്തല പ്രവൃത്തിയിൽ പറയുന്നുണ്ട്, വിദ്യ അഭ്യസിച്ചിട്ടില്ലാത്ത ഇവൻ എവിടെന്നായി ജ്ഞാനം. അപ്പൊ ആ ഭാഗമാണ് ഈ ഭാഗം. അപ്പം നിരക്ഷരനായ പ്രവാചക ദൂതനെ പിന്തുടരുന്നവരാരോ, പിന്തുടരണം ആരോ അവരാകുന്നു ഇന്ന് ഈ അനുഗ്രഹത്തിന് അർഹരായിട്ടുള്ളവർ. യേശുക്രിസ്തുവിന് ശേഷം 600 വർഷത്തിന് ശേഷം പറയപ്പെടുന്ന വാക്കുകളാണ്. അപ്പൊ 600 വർഷത്തിന് ശേഷം പറയുന്നു, തൗറാത്തിലും ഇഞ്ചിയിലും എഴുതിയിരിക്കുന്നവനെ പിന്തുടർന്നാൽ നിങ്ങൾക്ക് ഇന്ന് അനുഗ്രഹം കിട്ടും. അപ്പൊ ഇന്ന് 2020 വർഷത്തിന് ശേഷം ഞാൻ വിളിച്ചു പറയുകയാണ്, ഈ ബൈബിളിൽ എഴുതിയിരിക്കുന്ന, ഈ ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്ന, സത്യവേദ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന യേശുക്രിസ്തുവിനെ പിൻപറ്റിയാൽ നിങ്ങൾക്ക് സമാധാനം കിട്ടും, രക്ഷ കിട്ടും, പാപമോചനം കിട്ടും, നിത്യജീവൻ കിട്ടുമെന്ന് ഞാൻ വിളിച്ചു പറയുന്നത് പോലെ. പ്രൈസ് ദി ലോർഡ്. 600 വർഷത്തിന് ശേഷം അവിടെ മുഹമ്മദ് നബി വിളിച്ചു പറയാ, തൗറാത്തിലും ഇഞ്ചീലിലും ഒരാളെ കുറിച്ച് പറയുന്നുണ്ട്, അദ്ദേഹത്തെ പിന്തുടരാൻ നിങ്ങൾക്ക് അനുഗ്രഹം വേണമെങ്കിൽ. അതിന്റെ അടുത്ത വാക്യം കൂടി ചേർത്ത് വായിക്കാം. 7-ാം അധ്യായം തന്നെ 158 വായിക്കണം. അല്ലയോ മനുഷ്യരെ, ഞാൻ നിങ്ങളിൽ എല്ലാവരിലേക്കും ആകാശഭൂമികളുടെ ആധിപത്യത്തിനുടയവനായ ദൈവത്തിന്റെ ദൂതനാകുന്നു. അവനല്ലാതെ ദൈവമേതുമില്ല. ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനും അവൻ മാത്രമാകുന്നു. ഈ വാക്യം എടുത്തിട്ടവർ പറയും, മരിപ്പിക്കുന്നവനും ജീവിപ്പിക്കുന്നവനും ദൈവം മാത്രമല്ലേ ഉള്ളൂ, പ്രവാചകന്മാർക്ക് സാധ്യമല്ലല്ലോ. അതുകൊണ്ട് മനുഷ്യരെ എല്ലാം മനുഷ്യനായും ദൈവത്തെ മാത്രം ദൈവമായും കാണുന്ന ഒരു വ്യാഖ്യാനം ഇവിടെ വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു മറുചോദ്യം ഉണ്ട് ഇവിടെ. ദൈവത്തിന് മാത്രമേ മരിപ്പിക്കാനും ജീവിപ്പിക്കാനും, ഞാൻ പാസ്റ്ററോട് ചോദിക്കുന്ന പോലെ ചോദിക്കാന്ന് വിചാരിച്ചോ? പാസ്റ്ററോട് ചോദിക്കുക, ഈ മരിപ്പിക്കുന്നവനും ജീവിപ്പിക്കുന്നവനും ദൈവം മാത്രമാണ് എന്ന് പറഞ്ഞു. യേശു ആരെയും ജീവിപ്പിച്ചിട്ടില്ലേ? മരിച്ചവരെ ജീവിപ്പിച്ചിട്ടില്ലേ? ഇനി കളിമണ്ണ് കൊണ്ട് പതംഗ രൂപം ഉണ്ടാക്കി ഒരു പക്ഷിയുടെ രൂപം ഉണ്ടാക്കി വെച്ചിട്ട് ഊതിയപ്പോൾ പക്ഷിയായി മാറി, ജീവൻ കൊടുത്തില്ലേ? കൊടുത്തല്ലോ, പുതിയ ജീവൻ കൊടുത്തില്ലേ? അപ്പൊ ജീവൻ ഉള്ളിലുണ്ട്. അതാ പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും.
ജീവനുണ്ട്, അവന് ജീവനുണ്ട്. അതുകൊണ്ടാണ് ഒരു കളിമണ്ണ് കൊണ്ട് ഒരു പക്ഷിയുടെ രൂപം ഉണ്ടാക്കി വെച്ചപ്പോൾ അതിൽ ഊതിയപ്പോൾ അത് പക്ഷിയായി മാറി. ജീവൻ വെച്ചു, മണ്ണിന്റെ മേൽ ജീവൻ വെച്ചു. അത് മനുഷ്യരൂപമാക്കിയെങ്കിൽ അത് വേറെ പ്രശ്നമായി മാറിയേനെ. മനുഷ്യനെ ഉണ്ടാക്കിയാൽ ഉണ്ടായേനെ. മനുഷ്യന്റെ രൂപം അങ്ങനെയാണല്ലോ. ദൈവം മനുഷ്യനെ മണ്ണ് കൊണ്ട് രൂപം ഉണ്ടാക്കി വെച്ചിട്ട് ഊതിയപ്പോൾ അത് മനുഷ്യനായി മാറിയില്ലേ, ജീവൻ വെച്ചില്ലേ? അതേ ഇത് തന്നെയാണ്. പക്ഷെ ഈ കാലത്ത് മനുഷ്യനെ പിന്നെ ഉണ്ടാക്കിയാൽ അത് വലിയ പ്രശ്നങ്ങളൊക്കെ ആയേനെ. അതുകൊണ്ട് മനുഷ്യരൂപം ഉണ്ടാക്കാതെ ഒരു പക്ഷിയുടെ രൂപം ഉണ്ടാക്കി. അതും മണ്ണിലാണ് ഊതിക്കൊടുത്ത, മണ്ണിലാണ് രൂപം ഉണ്ടാക്കിയിട്ട് ഊതിയപ്പോൾ ജീവൻ വെച്ചു. അപ്പോൾ യേശുവിൽ ജീവനില്ലേ? ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനും ദൈവം മാത്രമാകുന്നു എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു ദൈവമെന്നല്ലേ അവിടെ അർത്ഥം വരുന്നത്? അങ്ങനെ അർത്ഥം വന്നുകൂടെ? തീർച്ചയായും അങ്ങനെ തന്നെയാണ് അർത്ഥം വരിക. അവനിൽ ജീവനുണ്ട്, ജീവനുള്ളവൻ ആരോ അവനാണ് ദൈവം. അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തു ദൈവം എന്ന് പറയാൻ ഞാൻ ദൈവമാകുന്നു എന്നെ ആരാധിക്കുവിൻ എന്ന് എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ എന്നാ എല്ലാവരുടെയും ചോദ്യം. അപ്പോൾ മറുചോദ്യം ഞാൻ ചോദിക്കാറുണ്ട്, ഞാനാകുന്നു നിങ്ങളുടെ അള്ളാഹു എന്നെ ആരാധിക്കുവിൻ എന്ന് എവിടെയെങ്കിലും ഒരു വാക്യം നിങ്ങൾക്ക് കാണിച്ചു തരാമോ? അങ്ങനെ ഒരു വാക്യം ഖുർആനിൽ ഞാൻ എവിടെയും കണ്ടിട്ടില്ല. അവനാകുന്നു അള്ളാഹു, അവനെ ആരാധിക്കുവിൻ എന്ന് എഴുതിയിട്ടുള്ളൂ. അത് നേരിട്ട് പറയുന്നതല്ല, പ്രവാചകൻ പറയുന്നതാണ്. അവനാകുന്നു അള്ളാഹു, അവനെ ആരാധിക്കുവിൻ. ഇവിടെ പറയുന്നു ഞാൻ പതംഗ രൂപം ഉണ്ടാക്കി അതിൽ ഊതാം, അപ്പോൾ ജീവൻ വെച്ചു, തൊട്ടിൽ കിടന്ന് സംസാരിച്ചു എന്നൊക്കെ ഖുർആനിലുണ്ട്. അവനിൽ ജീവൻ, മരിച്ചവരെ ഉയർപ്പിക്കാനുള്ള അധികാരം. ആരാ മരിച്ചവരെ ഉയർപ്പിച്ച? മറ്റ് പ്രവാചകന്മാരാ ഉള്ളവര് നമ്മളെ പഴയ നിയമത്തിലുണ്ട്. പുതിയ നിയമത്തിൽ മുന്നോട്ട് വരുമ്പോ ആരാ ഉള്ളെ? ശിഷ്യന്മാർക്ക് ദൈവം അധികാരം കൊടുത്ത് ഉയർപ്പിച്ചിട്ടുണ്ട്. അതല്ല, ഇങ്ങനെ പ്രവാചകൻ എന്ന് പറഞ്ഞു വന്നവരിൽ ആരാ മരിച്ചവരെ ഉയർപ്പിച്ചത്? അപ്പൊ ഇവിടെ യേശുക്രിസ്തുവിന് ജീവിപ്പിക്കാൻ അധികാരമുണ്ടെങ്കിൽ അവൻ ദൈവം തന്നെയാണ്. ഇവിടെ അങ്ങനെ മരിപ്പിക്കുന്നവനും ജീവിപ്പിക്കുന്നവനും അവൻ മാത്രമാകുന്നു എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു ദൈവം തന്നെ എന്ന് തെളിയിക്കാൻ എനിക്ക് കഴിയും. അതിനാൽ നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുകയും അവൻ നിയോഗിച്ച നിരക്ഷരനായ പ്രവാചകനിലും വിശ്വസിപ്പീൻ. തൗറാത്തും ഇഞ്ചീലിലുമാണ് ആ നിരക്ഷര പ്രവാചകനെ പിന്തുടരണമെന്ന് ആദ്യ വാക്യം ഞാൻ വായിച്ചത്. ആമേ സ്തോത്രം. അപ്പൊ ആ പ്രവാചകനെ പിന്തുടരണമെന്ന് ഇവിടെ സാക്ഷ്യം പറയുന്ന കണ്ടോ? എന്നിട്ട് താഴെ എഴുതിയിരിക്കുന്നു, അദ്ദേഹമോ ദൈവത്തിലും അവന്റെ വചനങ്ങളിലും വിശ്വസിക്കുന്നു. അദ്ദേഹത്തെ പിന്തുടരുവീൻ, നിങ്ങൾക്ക് സന്മാർഗലബ്ധി പ്രതീക്ഷിക്കാം. അപ്പൊ സന്മാർഗലബ്ധി കിട്ടണമെങ്കിൽ അദ്ദേഹത്തെ പിന്തുടരണം. അദ്ദേഹം ദൈവത്തിന്റെ വചനം വിശ്വസിക്കുന്ന ആളാണ്. ബൈബിൾ പറയുന്നു, ദൈവം എനിക്ക് തന്ന വചനം ഞാൻ നിങ്ങൾക്ക് നൽകി, അവൻ കൽപ്പിച്ചതുപോലെ ഞാൻ ചെയ്തു, അവൻ പറഞ്ഞതുപോലെ ഞാൻ ചെയ്തു എന്നൊക്കെ പറയുന്ന ഒരുപാട് വചനങ്ങൾ ബൈബിളിലുണ്ട്. പിതാവായ യേശു ക്രിസ്തു, പിതാവായ ദൈവം പറയാത്ത ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്യണമെങ്കിൽ ക്രൂശിക്കിടന്നപ്പോ ഇറങ്ങി വരാമായിരുന്നു. അവർ പറഞ്ഞ അനുസരിച്ച് കല്ലിനെ അപ്പമാകാൻ പറയാമായിരുന്നു, എടുത്ത് ചാടാമായിരുന്നു, അവൻ സാത്താനെ കുമ്പിടാമായിരുന്നു. ഇതൊക്കെ വന്നപ്പോഴും അതെല്ലാം തരണം ചെയ്ത ദൈവത്തിന്റെ വചനം കൊണ്ടാണ് അങ്ങനെ മുന്നോട്ട് പോയി. ഒരുപാട് പോയിന്റുകൾ ഞാൻ ഖുറാനിൽ നിന്ന് എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ പോയാൽ എനിക്ക് 4 മണിക്കൂറും പോരാ. ഒരു വചനം കൂടി ഞാൻ വായിക്കാം. ആമേൻ സ്തോത്രം. 7-ാം അധ്യായം തന്നെയാണ്. 157 താഴോട്ട് വായിച്ചു വരുമ്പോൾ, മറിയമ്മിന്റെ പുത്രൻ ഈസ നന്മ വിധിക്കുന്നു. നിങ്ങളുടെ പക്കലുള്ള തൗറാത്തും ഇഞ്ചീലിലും രേഖപ്പെടുത്തി കാണുന്ന ആ പ്രവാചകൻ പറയാണ്, ഞാൻ നന്മ വിധിക്കുന്നു, തിന്മ വിലക്കുന്നു, അവർക്കായി ശുദ്ധ വസ്തുക്കൾ അനുവദിച്ചു കൊടുക്കുന്നു, അശുദ്ധ വസ്തുക്കളെ നിരോധിക്കുകയും ചെയ്യുന്നു, അവരെ ഞെരിച്ചുകൊണ്ടിരിക്കുന്ന ഭാരങ്ങൾ ഇറക്കി വെക്കുന്നു, അവരെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്ന ചങ്ങലകൾ പൊട്ടിച്ചെറിയുന്നു. അതിനാൽ അദ്ദേഹത്തിൽ വിശ്വസിക്കുകയും അദ്ദേഹത്തെ ബലപ്പെടുത്താന്ന് പറഞ്ഞാൽ ഇപ്പൊ അവരെ ബലപ്പെടുത്താൻ പറ്റുമോ? ഞാനിപ്പോ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുക അവന്റെ നാമത്തെ. ആമേൻ സ്തോത്രം. അവന്റെ നാമത്തെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അവനെ സഹായിക്കുകയും എന്നുവെച്ചാൽ കർത്താവ് പറഞ്ഞ്, എന്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന്. അതാണ് സുവിശേഷ വേലയിലുള്ള സഹായിക്കുകയും അദ്ദേഹത്തോടൊപ്പം അവതീർണമായ പ്രകാശത്തെ പിന്തുടരുകയും ചെയ്യുന്നവരാരോ അവർ മാത്രമാകുന്നു വിജയം പ്രാപിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ പോയിന്റ് പറയാനാണ് ഞാൻ ഇവിടം വരെ കൊണ്ടെത്തിച്ചത്. അദ്ദേഹത്തോടൊപ്പം അവതീർണമായ പ്രകാശത്തെ പിന്തുടരുകയും ചെയ്യുന്നവരാരോ അവർ മാത്രമാകുന്നു വിജയം പ്രാപിക്കുന്നവർ. വിജയം പ്രാപിക്കുക എന്ന് വെച്ചാൽ
നിത്യജീവനിൽ എത്തുന്നവർ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഭൂമിയിലും സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുന്നവർ, അവരാണ് വിജയം പ്രാപിക്കുന്നവർ. അവരുടെ ഭാരങ്ങൾ ഇറക്കി വെക്കും, ചങ്ങലകൾ പൊട്ടിച്ചെറിയും, നന്മ കിട്ടും, തിന്മ വിലക്കപ്പെടും. അതിന് ഞാൻ പോയിന്റ് ആയിട്ട് എഴുതി വെച്ചിരിക്കുന്നത്, നന്മ ലഭിക്കും, തിന്മ മാറിപ്പോകും, ചങ്ങലകൾ പൊട്ടും, ഭാരങ്ങൾ മാറും, വിജയം പ്രാപിക്കും, അനുഗ്രഹങ്ങൾ ലഭിക്കും, സന്മാർഗത്തിൽ നടത്തും, അന്ധകാരം മാറി പ്രകാശത്തിലേക്ക് വരും. കർത്താവായ യേശു ക്രിസ്തു പ്രകാശമാണ്. അവനെ പിൻപറ്റുന്നവരാരോ അവർ മാത്രമേ വിജയം പ്രാപിക്കുകയുള്ളൂ എന്ന് ഖുർആൻ സാക്ഷ്യം പറയുന്നു. ഞാൻ ഈ പറയുമ്പോ ഖുർആൻ എന്നെടുത്ത് പറയുമ്പോൾ ക്രിസ്ത്യാനികളൊക്കെ എന്റെ അടുത്ത് പിണങ്ങാൻ ഇല്ലെന്ന് എനിക്കറിയാം. കാരണം നമ്മൾ അങ്ങനെ അല്ലല്ലോ. ആമേൻ, സ്തോത്രം. സത്യം വിളിച്ചു പറയണം. കാരണം ഈ അർത്ഥമറിഞ്ഞുകൂടാത്ത മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഇത് പറയുന്നത്, എന്റെ കൂടപ്പറപ്പുകൾക്ക് വേണ്ടിയിട്ട്. അവരർത്ഥം ഗ്രഹിക്കണം, അവര് തർജ്ജമ വായിക്കണം, എന്നിട്ട് അതിൽ പറഞ്ഞിരിക്കുന്ന സത്യങ്ങളെ മനസ്സിലാക്കണം, എന്നിട്ട് മുൻവേദ സത്യമാണ്, ആ മുൻവേദത്തിലേക്ക് വരണം, സത്യമാർഗത്തിലേക്ക് വരണം. ഒരേ ഒരു മാർഗമേ ഉള്ളൂ, ഒരേ ഒരു സത്യമേ ഉള്ളൂ, നിത്യജീവനിൽ പോകാൻ, സ്വർഗത്തിൽ പോകണം. ഭൂമിയിലല്ല. ഭൂമിയിൽ ഒരു സംഘടനയെ ഉയർത്താനോ ഒരു സംഘടനയെ തകർക്കാനോ താഴ്ത്താനോ ഉയർത്താനോ ഒന്നുമല്ല. ആമേൻ. സത്യത്തെ ഉൾക്കൊള്ളുക, സത്യത്തിന് വേണ്ടി ജീവിക്കുക, സത്യത്തിൽ ആമേൻ നമ്മൾ സ്വർഗത്തിലേക്ക് കരേറിപ്പോവുക. ഈ ഒരൊറ്റ ചിന്ത മാത്രമേ എനിക്കുള്ളൂ. ആമേൻ, സ്തോത്രം. ഞാൻ അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങളുടെ എനിക്ക് ഭയങ്കര സ്നേഹമാണ് അവരോട്. കാരണം ഞാൻ സോപ്പിടുന്നല്ല കേട്ടോ. കാരണം ഞാൻ മദ്രസയിലൊക്കെ ആയിരുന്ന സമയത്ത് ഞങ്ങളുടെ ഉള്ളിൽ വലിയൊരു ഇതുണ്ട്, ഒരു ഉറപ്പുണ്ട്. കാരണം ഞങ്ങൾ മാത്രമാണ് സ്വർഗത്തിൽ പോകുന്നവരെന്നൊക്കെ. കാരണം ഞങ്ങൾ അങ്ങനെയാ പഠിപ്പിക്കുന്നത്. ഖുർആനാണ് ഏറ്റവും ശ്രേഷ്ഠമായ ഗ്രന്ഥം, ഇസ്ലാമാണ് ശ്രേഷ്ഠമായ മതം, പിന്നെ അവസാനം വന്ന പ്രവാചകൻ മുഹമ്മദ് നബിയാണ് നമ്മൾ വിശ്വസിക്കേണ്ട പ്രവാചകൻ, ഇങ്ങനെ അള്ളാഹു ഏകദൈവമാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അത് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അത് എടുത്തു മാറ്റാൻ ഒരു ശക്തിക്കും കഴിയില്ല, നമ്മളെ തിരുത്താൻ പറ്റുകയില്ല. കാരണം കൊച്ചു നാൾ മുതൽ നമുക്ക് കിട്ടുന്നതാണ്. അത് അത്രയും ശ്രേഷ്ഠമായിട്ട് തന്നെ പവിത്രമായിട്ടാണ് നമ്മൾ കൊണ്ട് നടക്കുന്നത്. അതുകൊണ്ട് അവരെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. കാരണം അവരെ ഭയങ്കരമായിട്ട് അവർക്കൊരു സല്യൂട്ട് കൊടുക്കുക. കാരണം അവര് കേട്ട കാര്യം അത് അങ്ങനെ തന്നെ ഉൾക്കൊണ്ടു. ആ സ്ഥാനത്ത് ഞാൻ ക്രിസ്ത്യാനികളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ കയ്യിൽ ഈ നമ്മുടെ ഭാഷയിൽ എഴുതപ്പെട്ട ഗ്രന്ഥം ഇരുന്നിട്ട് എത്ര പേരാ ഇത് വായിക്കുന്നത്, എത്ര പേരാ ഇത് ഗ്രഹിക്കുന്നത്? അവരെ സംബന്ധിച്ചത് ഗ്രഹിക്കാൻ കഴിയുന്നില്ല, അവർക്ക് ആ ഭാഷ കൈവശമില്ല. അവരതൊക്കെ പഠിച്ചൊക്കെ വരുമ്പോൾ വർഷങ്ങളും നാളുകളും എടുക്കും. അങ്ങനെ വരുമ്പോൾ അവർ കേട്ട കേൾവിയിൽ നിന്നുള്ളത് അങ്ങനെ അവർ ഒബ്സർവ് ചെയ്ത് വെച്ചിരിക്കുക. അപ്പൊ ഇത് നമ്മുടെ കയ്യിൽ നൽകിയിരിക്കുമ്പോൾ പത്രോസിന്റെ ലേഖനം പറയുന്നു, ദൈവത്തിന്റെ വചനമാകുന്ന മായമില്ലാത്ത പാൽ ദിനവും കുടിക്കണമെന്നാണ്. അത് ദിവസവും കുടിക്കേണ്ട പാലാണ് ദൈവത്തിന്റെ വചനം. എങ്കിലേ ക്രിസ്തുവിന്റെ തലയോളം വളരാൻ പറ്റുള്ളൂ, എങ്കിലേ സാത്താനെ തകർക്കാൻ പറ്റുകയുള്ളൂ, എങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ കിട്ടുകയുള്ളൂ. പരിശുദ്ധാത്മാവ് എല്ലായിടത്തും ഒന്നും കൂടെ വരത്തില്ല കേട്ടോ. നമ്മൾ പോകുന്ന എല്ലായിടത്തും പരിശുദ്ധാത്മ വരാമെന്നൊന്നും പറഞ്ഞിട്ടില്ല, വരത്തില്ല. കാരണം കർത്താവിന് ഇഷ്ടമില്ലാത്തടത്ത് നമ്മൾ പോയാൽ കർത്താവിന്റെ വഴിക്ക് പോകും. നമ്മൾ ഇങ്ങനെ ഒറ്റയ്ക്ക് പോണ്ടി വരും. പിന്നെ സാത്താൻ പിടിച്ചു കെട്ട് കബഡി കളിച്ച പോലെ ആയിപ്പോവും. നമ്മൾ അങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് വിട്ടുവരിക നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് പോകാതിരിക്കാൻ സൂക്ഷിക്കുക എന്നുള്ളതേ ഉള്ളൂ. പരിശുദ്ധാത്മാവ് കൂട്ടായ്മ ഇല്ലാതെ ഒരിടത്തും പോകാനോ ഒരു പ്രവർത്തിക്കും, ബിസിനസ് ആകട്ടെ, യാത്രകളാകട്ടെ, അത് എന്തുമാകട്ടെ, ദൈവത്തിന്റെ കൂട്ടായ്മ ഇല്ലാതെ, പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ ഇല്ലാതെ ഒരിടത്തും പോകരുത്. സാത്താൻ നമ്മെ തകർക്കാൻ ഇങ്ങനെ നോട്ടമിട്ടോണ്ടിരിക്കുക. കാരണം കാലം അധികമില്ല, തീരാറായി. ആകിലും കഴിയുന്നിടത്തോളം വൃദ്ധന്മാരെ പോലും തെറ്റിക്കാൻ തന്ത്രങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് വളരെ സ്നേഹത്തോടെ, ഭക്തിയോടെ, ഭയത്തോടും വിറയലോടും, നമ്മള് ഭയത്തോടും വിറയലോ എന്നൊക്കെ പറയുമ്പോ ഇങ്ങനെ അല്ല, അതൊന്നും അല്ല. പിശാചിനെ കണ്ട ഭയങ്കര പേടിയാട്ടോ എല്ലാവർക്കും. പിശാചെന്ന് കേട്ടാൽ മതി ഹല്ലേലൂയ സ്തോത്രമൊക്കെ ഇഷ്ടം പോലെ വരും. അവൻ ദൈവത്തിന്റെ മഹത്വം കേട്ടാ എല്ലാരും വായും കൂട്ടി ഇങ്ങനെ കയ്യും കെട്ടി ഇരിക്കും. പിശാച് ഇന്നിപ്പോ ഇവിടെ ഇളകും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹല്ലേലൂയ സ്തോത്രമൊക്കെ കേൾക്കാം. അതല്ല, അന്ന് പറഞ്ഞ പോലെ ദൈവത്തെ അങ്ങനെ പേടിക്കണം എന്നല്ല. നമ്മൾ അപ്പനെ അമ്മയും പേടിക്കുന്നില്ലേ? അവർ പറഞ്ഞതിൽ നിന്ന് വ്യതിചലിക്കാൻ ചാൻസ് വരുമ്പോൾ അയ്യോ വേണ്ട, അപ്പന് ഇഷ്ടമല്ല, അമ്മയ്ക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്ന പോലെ, അയ്യോ ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു, അതുകൊണ്ട് എനിക്കിത് പറ്റത്തില്ലെന്ന് പറഞ്ഞ് അതിൽ നിന്ന് പിന്മാറണം. അവിടെയാണ് ഭയം വേണ്ടത്. അല്ലാണ്ട് പിതാവും മക്കളും തമ്മിലുള്ള സ്നേഹമാണ് എപ്പോഴും. ക്രിസ്തു നമുക്ക് സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു. അപ്പനും മക്കളും എന്ന പോലെ വളരെ അടുത്തിടപഴകാവുന്ന ഒരു ബന്ധമാണ് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത്. അധ്യായം 41 ഫുസിലത്ത് 43-ാം വചനം പറയുന്നു,
പ്രവാചകരെ, താങ്കൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ ദൈവദൂതന്മാരോട് പറയപ്പെട്ടതല്ലാത്ത മറ്റൊന്നും താങ്കളോട് പറയപ്പെടുന്നില്ല. ഇതിൽ നിന്ന് പാസ്റ്റർക്ക് എന്ത് മനസ്സിലായി? ഇത് വായിച്ച ഞാൻ ഒന്നും കൂട്ടി യോജിപ്പിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കെ ഉബൈദിന്റെ ഖുർആൻ ഭാഷ്യത്തിൽ നിന്നുള്ള വചനമാണ് അത്. നിങ്ങൾക്ക് വാക്യം ഞാൻ തരുമ്പോൾ ഇതേ ഖുർആൻ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതെടുത്ത് വായിക്കാവുന്നതേ ഉള്ളൂ. ഒരക്ഷരം പോലും, ഒരു ദീർഘം പോലും ഞാൻ മാറ്റി എഴുതിയിട്ടില്ല. അങ്ങനെ തന്നെ അച്ചുകുത്തിയ പോലെ പറയുകയാണ്, പ്രവാചകരെ, താങ്കൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ ദൈവദൂതന്മാരോട് പറയപ്പെട്ടതല്ലാത്ത, അതായത് പുതിയതായിട്ടൊന്നും ഞാൻ നിങ്ങളോട് പറയപ്പെടുന്നില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? അതിനോട് ഞാൻ പറയാം. 41:43 ഇപ്പൊ ഞാൻ വായിച്ചേ. 42:13 ഞാൻ വായിക്കാം. അശൂറ, ഓരോ അധ്യായങ്ങൾക്ക് പേരുണ്ട് കേട്ടോ, അതിന് അർത്ഥങ്ങളും ഉണ്ട്. അർത്ഥങ്ങളൊന്നും ഞാൻ ഇപ്പൊ പറയുന്നില്ല. അവൻ അശൂറ, അതിനകത്ത് നോഹ, അബ്രഹാം, മോശ, യേശു ക്രിസ്തു എന്നിവരോട് ഇങ്ങനെ പറഞ്ഞേക്കണേ. നൂഹ്, ഇബ്രാഹിം, മൂസ, ഈസ, ഇതാണ് ഖുർആനിൽ പറഞ്ഞത്. ഞാൻ അതിനെ നമ്മുടെ ബൈബിൾ അനുസരിച്ച് നോഹ, അബ്രഹാം, മോശ, യേശു ക്രിസ്തു ഇങ്ങനെ പറഞ്ഞു. എന്നിവരോട് അനുശാസിച്ചിരുന്നതുമായ അതേ ദീനിനെ തന്നെ ഞാൻ നിങ്ങൾക്ക് നിയമിച്ചു തന്നിരിക്കുന്നു. ഇതിന്റെ അർത്ഥം എന്തുവാ? ഇതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ഗ്രഹിക്കാൻ കഴിയണ്ടേ? അതിനുള്ള ബുദ്ധി ദൈവം നമുക്ക് തന്നിട്ടില്ലേ? അത് തുറക്കപ്പെടണം. കഴിഞ്ഞ ദിവസം ബൈബിൾ വായിച്ചാൽ പറഞ്ഞത് ഞങ്ങൾ ബുദ്ധിയെ തുറന്നു എന്ന് അവിടെ എഴുതിയിരിക്കണം. ഇന്നലെ ഞാൻ വായിച്ചതാണ്. അപ്പൊ ബുദ്ധിയെ ദൈവം തുറക്കണം. ബുദ്ധി അടഞ്ഞിരിക്കുമ്പോ ഇത് മനസ്സിലാവില്ല. അപ്പൊ അവിടെ അതേ ദീനിനെ തന്നെ ആർക്ക്? നോഹയ്ക്ക്, അബ്രഹാമിന്, മോശയ്ക്ക്, യേശുക്രിസ്തുവിന് കൊടുത്ത അതേ ദീനിനെ, ദീൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ അല്ലെ? വിശ്വാസം. ദീൻ എന്ന് പറയുമ്പോൾ വിശ്വാസം. അതേ വിശ്വാസത്തെ തന്നെ, അതെന്നുവെച്ചാ നമ്മുടെ ദീൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ നമ്മുടെ ആരാധനാക്രമങ്ങൾ, പ്രാർത്ഥനാക്രമങ്ങൾ, അതൊക്കെ വിശ്വാസത്തിൽ വരുന്ന അതേ ദീനിനെ തന്നെ നിങ്ങൾക്ക് നിയമിച്ചു തന്നിരിക്കുന്നു. ഈ ദീനിനെ, ഈ വിശ്വാസത്തെ നിലനിർത്തുവീൻ. അതിൽ ഭിന്നിക്കരുത്. അതിനെ നിലനിർത്തുവീൻ. നേരത്തെ ഒരു കാര്യം ഞാൻ പറഞ്ഞല്ലോ, മറിയമിന്റെ പുത്രൻ മസീഹ് ഈസ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെയല്ല. തൗറാത്തിലും ഇഞ്ചീലിലും രേഖപ്പെടുത്തി കാണുന്ന നിരക്ഷര ആ ഒരു മാത്രമാണ് ഞാനൊന്ന് മാറ്റി പറഞ്ഞ് അത് തിരുത്തുകയും ചെയ്തു. ഖുറാനിൽ ഉള്ളത് ഇങ്ങനെയാണ്: തൗറാത്തിലും ഇഞ്ചീലിലും രേഖപ്പെടുത്തി കാണുന്ന നിരക്ഷര പ്രവാചകദൂതൻ നിങ്ങൾക്ക് നന്മ വിധിക്കുന്നു, തിന്മ വിലക്കുന്നു, അങ്ങനെയാണ്. ഓക്കെ, ഇവിടെ അങ്ങനെയല്ല. അങ്ങനെ തന്നെ ഞാൻ പറഞ്ഞു. അപ്പൊ അതിനെ നിലനിർത്തണം. അതാണോ ഇന്ന് നിലനിന്ന് പോകുന്നത്? ഇത് ഞാൻ സംവാദ ഗ്രൂപ്പുകളിൽ പലരോടും ചോദിച്ചിട്ട് എനിക്ക് ഉത്തരം കിട്ടിയിട്ടില്ല. ഇനിയും അതുപോലെ തന്നെ ഇതിനകത്ത് എഴുതാത്ത ഞാൻ വേറെ അതിന്റെ ഇടയ്ക്ക് ഞാൻ കയറി പറയട്ടെ. ഈ ഷഹാദത്ത് കലിമ ചൊല്ലിയാലാണ് ഒരു ഇസ്ലാം ആകുക എന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. പക്ഷെ ഖുറാനിൽ ഞാൻ അത് കണ്ടില്ല. അപ്പൊ ഞാനത് അവരോട് ചോദിക്കുന്നു, അത് ചൊല്ലിയാൽ ഇസ്ലാം ആകുമെന്ന് എവിടെ എഴുതിയിരിക്കുന്ന കാണിച്ചതാ? പക്ഷെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നുള്ളത് രണ്ടിടത്ത് കിടക്ക, ഒരിടത്ത് കണ്ടിട്ടില്ല ഞാൻ. ഈ ഒരു സൂറത്ത് രണ്ടിടത്തായിട്ട് ഇട്ടിട്ട് അതാണ് ഇസ്ലാമിലേക്ക് വരാനുള്ള ആയത്ത് എന്ന് പറയുന്നതിനകത്ത് എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല. ഞാൻ അതിനെ കുറ്റപ്പെടുത്തിയല്ല പറഞ്ഞ, എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല. അപ്പൊ രണ്ടും ഒരിടത്ത് വന്നെങ്കിൽ ഞാൻ അത് സ്വീകരിക്കാൻ തയ്യാറാണ്, അല്ലെങ്കിൽ അത് സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കാൻ തയ്യാറാണ്. പക്ഷെ ഇത് ഇല്ല. അപ്പൊ ഷഹാദത്ത് അതിനാണ് നമ്മുടെ യോഹന്നാന്റെ സുവിശേഷം 17:3 ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ച ക്രിസ്തുവിനെയും അറിയുന്നതിന് നിത്യജീവൻ. അത് ഒരിടത്ത് കിടപ്പുണ്ട്, ഒരായത്തിൽ കിടപ്പുണ്ട്, 17:3 കിടപ്പുണ്ട്. അതിന് എല്ലാം കൂടെ ഒരിടത്ത് കിടപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു, ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ച ക്രിസ്തുവിനെയും അറിയുന്നതിന് നിത്യജീവൻ. അപ്പൊ നിത്യജീവൻ എനിക്ക് വേണം. അപ്പൊ ഇത് ആ വചനം ഞാൻ അങ്ങനെ തന്നെ സ്വീകരിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ മാനുഷ്യമായി ഒരുപാട് പേര് സംസാരിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ഖുറാനിൽ തപ്പിയിട്ട് കാണുന്നില്ല. ഞാൻ ഖുറാനിൽ അപ്പൊ തപ്പിയപ്പോ കിട്ടിയ ആയത്തുകളാണ് ഇതെല്ലാം. ഇതൊക്കെ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാരണം ഈ നോഹയ്ക്കും അബ്രഹാമിനും മോശയ്ക്കും കൊടുത്ത അതേ ദീനിനെയാണ് അവർക്ക് കൊടുത്തേക്കണേ. അപ്പൊ പിന്നെ ഞാൻ മുൻവേദമാണ് സത്യം എന്ന് ഖുറാൻ പറയുമ്പോൾ ഞാൻ മുൻവേദം എടുത്താ പോരെ? ഒന്നെടുത്താ പോരെ? ഞാൻ രണ്ടെണ്ണം എടുക്കേണ്ട ആവശ്യമുണ്ടോ? സത്യം ഒന്നല്ലേ ഉള്ളൂ, രണ്ടില്ലല്ലോ. അപ്പൊ എനിക്ക് ഇതിനകത്ത് വിശദീകരിച്ച് യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ അവിടെ ചിലയിടത്തൊക്കെ അവിടെ ചിലത് കിടപ്പുണ്ട്. അപ്പൊ അത് മാത്രമല്ല, ഞാൻ അതിന്റെ അർത്ഥം എനിക്ക് ശരിക്കും ഗ്രഹിക്കാൻ പറ്റുന്നില്ല. അപ്പൊ എന്നാ ഖുറാനിൽ പലയിടത്തും കിടപ്പുണ്ട്, നിങ്ങൾ മക്കായ്ക്കും പരിസരവാസികൾക്കും ബോധോദയം ഉണ്ടാകേണ്ടതിന് ഇത് അറബിയിൽ ആക്കിയിരിക്കുന്നു എന്ന് പറയുന്നു.
ചിലത് പറയുന്നു ഇത് അറബി അല്ലായിരുന്നുവെങ്കിൽ ഈ ജനം പറയുമായിരുന്നു. അത് ഞാൻ വേറൊരു ബുക്കിലുണ്ട്, അതൊക്കെ എടുക്കാൻ സമയം എടുക്കുന്നില്ല. ഞാൻ അത് വേണമെങ്കിൽ പിന്നീട് എടുക്കാം. അത് ഞാൻ തന്നെ ടൈപ്പ് ചെയ്തതുണ്ട് എൻ്റെ കയ്യില്. ഖുറാനിൽ തന്നെ ആയത്തുകൾ വേറെ ഉണ്ട്. അറബി അല്ലായിരുന്നുവെങ്കിൽ ഈ ജനം പറയുമായിരുന്നു ഇതിന്റെ വാക്യങ്ങൾ ഇത് ഞങ്ങൾക്ക് ഗ്രഹിപ്പിച്ചു തരാത്തത് എന്തേന്ന്, ഇത് എന്നാൽ ഞങ്ങൾക്ക് ഗ്രഹിക്കത്തക്കവണ്ണം എഴുതി തരാത്തത് എന്തേന്ന് ചോദിക്കുമായിരുന്നെന്ന്. അപ്പൊ അറബികളല്ലേ, അറബി ആയതുകൊണ്ടല്ലേ അറബികൾ അങ്ങനെ പറയുന്നത്. ഞാൻ മനസ്സിലാവുന്നുണ്ടോ എന്ന് അറിയില്ല. അപ്പോ തൗറാത്തിലുള്ളത് ന്യായപ്രമാണത്തിലുള്ളത് മോശയുടെ കാലത്ത് എഴുതപ്പെട്ടതാണ്. അതിൽ വെളിച്ചവും സന്മാർഗവും ഉണ്ട്. ഖുർആൻ പറയുന്നതാണ് വെളിച്ചവും സന്മാർഗവും ഉണ്ട്. പിന്നെ ഇഞ്ചിലില് യേശുക്രിസ്തുവിന് കൊടുത്ത പുതിയ നിയമത്തില് സമഗ്രമായ സന്മാർഗവും സദുപദേശവും ഉൾക്കൊണ്ടതാണെന്ന് ഖുർആൻ പറയുന്നു. സമഗ്രമായ സന്മാർഗം, സദുപദേശം. ഈ സദുപദേശത്തെക്കാൾ വേറൊരു ഉപദേശം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഉപദേശമുണ്ട്, സദുപദേശമുണ്ട്. കാരണം അതുപോലെ മാർഗമുണ്ട്, സന്മാർഗമുണ്ട്, സമഗ്രമായ സന്മാർഗമുണ്ട്. ഇതിന്റെ അപ്പുറം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ഒന്ന് കാണിച്ചു തരണം. ഞാൻ പറയുന്നത് ഇഞ്ചിലിനകത്തില്ലാത്ത എന്താണ് ഉള്ളത് എന്നാൽ കാണിച്ചു തന്നാൽ ഞാൻ അത് സ്വീകരിക്കാൻ തയ്യാറാണ്. അതുപോലെ പരിശുദ്ധാത്മാവിനെ നമുക്ക് ദൈവം നൽകിയിരിക്കുന്നു, സത്യത്തിൽ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവ്. യോഹന്നാന്റെ സുവിശേഷം 16:8 പറയുന്നു, സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. ഇവിടെ ഈ ഒരു പോയിന്റിൽ നിന്നുകൊണ്ട് ഒരു സംവാദം നടത്താൻ ഞാൻ തയ്യാറാണ്. കാരണം യോഹന്നാന്റെ സുവിശേഷം 16:8 പറയുന്നത് പരിശുദ്ധാത്മാവ് അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. പക്ഷെ ഞാൻ ബൈബിൾ അനുസരിച്ച് ജീവിക്കുന്നവർ സത്യത്തിൽ നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. മുസ്ലിങ്ങളെ പിന്നെ ഞാൻ 35 വർഷമായി. അവരെ ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്നു എന്ന് അവർ പറയുന്നു. ഓക്കെ, അവരെ വഴിക്ക് വിടുക. ഞാനുമായി വ്യക്തിപരമായി സംസാരിക്കാൻ തയ്യാറുള്ളവർ വന്നാൽ എനിക്ക് സംസാരിക്കാൻ ഇഷ്ടമാണ്. എനിക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ അവിടെ നിന്ന് പഠിക്കാൻ പറ്റും. ഒരുപാട് തെറ്റിദ്ധാരണകൾ എനിക്കുമുണ്ട്, അവ ഒന്ന് തിരുത്താൻ പറ്റും. പിന്നെ ബൈബിൾ തിരുത്തപ്പെട്ടതാണെന്ന് അവർ പറയുന്നു. അതിന് തെളിവുകൾ എനിക്ക് തന്നാൽ ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്. ഞാൻ ഇതുവരെ തെളിവ് കണ്ടില്ല. പക്ഷേ തിരുത്താൻ പറ്റത്തില്ലെന്ന് ഖുർആൻ പറയുന്നു, ബൈബിളും പറയുന്നു. തിരുത്താൻ പറ്റത്തില്ലെന്ന് ഖുർആൻ പറയുന്നുണ്ട്. അള്ളാഹുവിന്റെ വചനങ്ങൾ ആർക്കും തിരുത്താൻ പറ്റത്തില്ലെന്ന്. അങ്ങനെയാണെങ്കിൽ തൗറാത്തും ഇഞ്ചീലും തിരുത്താൻ പറ്റുന്ന ആർക്കാ? തൗറാത്തും ഇഞ്ചീലും ദൈവത്തിന്റെ വചനങ്ങളല്ലേ? അപ്പൊ ദൈവത്തിന്റെ വചനം ആർക്കും തിരുത്താൻ പറ്റത്തില്ലെങ്കിൽ പിന്നെ അതെങ്ങനെ തിരുത്തി? ആര് തിരുത്തി? പിന്നെ ദൈവമല്ല, ദൈവപുത്രനല്ല എന്ന് ഇവർ പറയുന്നു. ദൈവമല്ല, ദൈവപുത്രനല്ല എന്ന് ഇവർക്ക് പറയാൻ യാതൊരു മാർഗവുമില്ല. ഞാൻ ഇവിടെ പറഞ്ഞ വചനങ്ങളെല്ലാം തന്നെ ദൈവമാണെന്നും ദൈവത്തിന്റെ പുത്രനാണെന്നും അവൻ അവസാനം വന്നവനാണെന്നും മരിച്ചു ഉയർത്തെഴുന്നേറ്റവനാണെന്നും അവൻ കാര്യസ്ഥൻ അവൻ പോയിട്ട് അയച്ചു തന്ന പരിശുദ്ധാത്മാവുന്ന കാര്യസ്ഥൻ ദൈവത്തിന്റെ ആത്മാവാണെന്നും ഒക്കെ ഉള്ള തെളിവുകൾ ഖുറാനിൽ തന്നെ ഉണ്ട്. ബൈബിളിൽ അത് വിശദീകരിച്ച് കിടപ്പുണ്ട്. ഖുറാനിൽ പോയിന്റുകൾ മാത്രമുണ്ട്, ബൈബിളിൽ വിശദീകരിച്ചുണ്ട്. അപ്പോൾ ഇത് വിട്ടേച്ച് ഞാൻ എവിടേക്ക് പോകാനാണ്? പത്രോസ് പറഞ്ഞതുപോലെ നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കലുണ്ട്, നിന്നെ വിട്ടേച്ച് ഞങ്ങൾ എവിടേക്ക് പോകാനാണ്? ഇപ്പൊ ഈ ആവർത്തന പുസ്തകം 18:18 പറയുന്നുണ്ട്, ഈ ഇപ്പൊ നമ്മൾ കേട്ടതുപോലെ ഈ യേശുക്രിസ്തുവും മോശെ പോലെ വന്നത് യേശുക്രിസ്തു ആണോ മുഹമ്മദ് നബി ആണോ എന്നുള്ള ഒരു തർക്കം നടക്കുന്നുണ്ട്. ഞാൻ വിശ്വസിക്കുന്ന പൂർണ്ണമായും യേശുക്രിസ്തു തന്നെയാണ് എന്നാണ്. അതുപോലെ തന്നെയാണ് ഈ ഈസാ നബിയും യേശുക്രിസ്തുവും ഒന്നാണോ എന്ന് പറയുന്ന ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന ഈസാ നബിയും ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന യേശുക്രിസ്തുവും ഒന്നാണോ എന്ന് പലരും എന്നോട് ചോദിക്കാറുണ്ട്. അപ്പോൾ അത് പറയുന്നതിന് മുമ്പ് ഞാനൊരു വചനം ബൈബിളിൽ നിന്ന് വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ ആവർത്തന പുസ്തകം 18:18 പറഞ്ഞിരിക്കുന്ന പ്രവാചകൻ മോശയെ പോലൊരു പ്രവാചകനെ എഴുന്നേൽപ്പിക്കും എന്ന് പറഞ്ഞതിന് തെളിവ് ബൈബിളിൽ ഒരുപാടുണ്ട്. അതിൽ ഒരു തെളിവ് ഞാൻ പറയാൻ ആഗ്രഹിക്കും. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 45-ാം വചനം. ഫിലിപ്പോസ് നഥനയേലിനെ കണ്ട് അവനോട്, ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നു, അവൻ യോസേഫിന്റെ പുത്രനായ യേശു എന്ന നസ്രത്തുകാരൻ തന്നെ എന്ന് പറഞ്ഞു. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ ആ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന ഒരു പ്രവാചകൻ വരുമെന്ന് എഴുതിയിരിക്കുന്നത് വിശ്വസിച്ചു കൊണ്ടിരുന്നവരാണ് ഇവരൊക്കെ.
അപ്പോൾ കണ്ടപ്പോൾ പറയാണ് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നു, അത് യോസേപ്പിന്റെ പുത്രനായ നസറത്തുകാരനായ യേശു അവൻ തന്നെ എന്ന് ഉറപ്പിച്ചു പറയാം. പിന്നെ 600 വർഷത്തിന് ശേഷം വന്നിട്ട് ഇതല്ല, ഈ യേശു അല്ല, വേറൊരാളാണ് എന്ന് എങ്ങനെ പറയാൻ പറ്റും? കണ്ടവർ, ദൃഷ്ടി കൊണ്ട് കണ്ടവർ വിളിച്ചു പറയാ ഇവൻ തന്നെ എന്ന്. അപ്പോൾ അത് യേശുക്രിസ്തു കേൾക്കുന്നുണ്ട്. അപ്പൊ എന്നിട്ട് ഞാനല്ല എന്ന് പറഞ്ഞില്ലല്ലോ. അപ്പൊ യേശു അത് അംഗീകരിക്കുന്നുണ്ട്. ആമേൻ, സ്തോത്രം. ഇനി വേറൊരു വചനം, ഇങ്ങനെ വേറൊരു വചനം കൂടെ വായിക്കാൻ ആഗ്രഹിക്കുക. 5:46. നിങ്ങൾ മോശയെ വിശ്വസിച്ചു എങ്കിൽ, യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 46-ാം വാക്യം, നിങ്ങൾ മോശയെ വിശ്വസിച്ചു എങ്കിൽ എന്നെയും വിശ്വസിക്കുമായിരുന്നു. കണ്ടോ? അപ്പോൾ യേശുക്രിസ്തു തന്നെ പറയാണ് ഇവിടെ. അപ്പോൾ ന്യായപ്രമാണം വിശ്വസിക്കുന്നവരാണെങ്കിൽ എന്നെ കുറിച്ച് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അത് ഞാൻ നേരത്തെ ഖുറാനിൽ നിന്നും വായിച്ചു. നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഇതില് സത്യപ്പെടുത്തിക്കൊണ്ട് അത്രേ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നതെന്ന് പറയുന്നു. അതേ വാക്യം തന്നെയാണ് ഇവിടെ സത്യപ്പെടുത്തുന്നത്. നിങ്ങൾ മോശയെ വിശ്വസിച്ചു എങ്കിൽ എന്നെയും വിശ്വസിക്കുമായിരുന്നു. അവൻ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. എന്നാൽ അവന്റെ എഴുത്ത് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ എന്റെ വാക്ക് എങ്ങനെ വിശ്വസിക്കും? പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആ മോശ പറഞ്ഞ പ്രവാചകനും അവന്റെ ഇടയിൽ നിന്നൊരു സഹോദരൻ എഴുന്നേൽപ്പിക്കുമെന്ന് പറഞ്ഞ വചനം, അത് സത്യം പോലെ അത് കർത്താവായ യേശുക്രിസ്തു തന്നെയാണ്. അവിടെ മാറ്റമൊന്നുമില്ല. ഒരു വചനം കൂടി ഞാൻ വായിക്കട്ടെ. ലൂക്കോസ് വിശേഷം 24-ാം അധ്യായം 27 മുതൽ 45 വരെയുള്ള വചനമാണ്. ഞാൻ കുറച്ച് വചനം വായിക്കാം. മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിലും തന്നെ കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. പിന്നെ അവൻ അവരോട്, ഇതാകുന്നു നിങ്ങളോട് കൂടെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വാക്ക്. മോശയും ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. ഒക്കെയും എഴുതിയിരിക്കുന്നത് ഒക്കെയും നിവർത്തിയാകണം എന്നുള്ളത് തന്നെ എന്ന് പറഞ്ഞു. തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ സങ്കീർത്തനങ്ങളിലും പ്രവാചക പുസ്തകങ്ങളിലും മോശയുടെ ന്യായപ്രമാണത്തിലും എല്ലാം കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നു. അപ്പോൾ മോശയുടെ ആവർത്തന പുസ്തകം 18:18 പറഞ്ഞ പ്രവാചകൻ കർത്താവായ യേശുക്രിസ്തു തന്നെയാണ്, വേറെ ആരുമല്ല. ഇനി അതുപോലെ തന്നെ എനിക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്ന, പലരും എന്നോട് ചോദിച്ചൊരു ചോദ്യം കൂടിയാണ്, ഈ ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന ഈസാ നബിയും ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന യേശുക്രിസ്തുവും അല്ലെങ്കിൽ യേശുവും ഒരാൾ തന്നെയാണോ എന്ന്. ഞാൻ ഒറ്റയടിക്ക് പറയും അല്ല എന്ന്. കാരണം ഈസ അല്ല മശിഹ. ബൈബിളിലും പറഞ്ഞിരിക്കുന്നു. യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന കൂട്ടത്തിൽ മറ്റേ യേശു എന്ന് പറയുന്നുണ്ട്. ബെറിയോ ഷീമോൻ എന്ന് പറഞ്ഞ പോലെ തന്നെ ഷീമോനും ഉണ്ട്, ബെറിയോ ഷീമോനും ഉള്ളെന്ന് പറഞ്ഞ പോലെ യേശു ഉണ്ട്, മറ്റേ യേശു ഉണ്ട്. അപ്പോൾ യേശു എന്ന പേരുള്ള വേറെ ആൾക്കാരിവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ക്രിസ്തു ഒരാളെ ഉള്ളൂ എന്ന് പറഞ്ഞ പോലെ മശിഹായാണ് യഥാർത്ഥ യേശു ക്രിസ്തു, മശിഹ. അപ്പോൾ നിങ്ങളുടെ ബൈബിൾ ഖുറാനിലെ എവിടെയെങ്കിലും മറിയമിന്റെ പുത്രൻ മശിഹ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് യേശു ക്രിസ്തുവാണ്. ഈസാ നബി എന്ന് പറഞ്ഞ് എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ അത് യേശു ക്രിസ്തു അല്ല. ഇനി യേശു ക്രിസ്തു ആരാണ് എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞ മശിഹ എന്ന് പറഞ്ഞാൽ കന്യകയിൽ ഗർഭിണിയായി, അത് ഖുറാൻ എഴുതിയിട്ടുണ്ട്. കന്യകയിൽ ഗർഭിണിയായി പുരുഷൻ സ്പർശിക്കാതെ ജനിച്ചിട്ടുണ്ട്. അത് ദൈവത്തിന്റെ വചനം ഇട്ടുകൊടുത്ത് ഞാൻ വായിച്ചായിരുന്നു, തുടക്കത്തിൽ ഞാൻ വായിച്ചായിരുന്നു. അല്ലയോ മറിയമേ, അള്ളാഹു അവങ്കിൽ നിന്നുള്ള വചനം, അവന്റെ പേര് മസീഹ് എന്ന് എടുത്ത് പറയുന്നുണ്ട്. അതാണ് യേശുക്രിസ്തു, അത് യേശുക്രിസ്തുവാണ്. പക്ഷെ ആ യേശുക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്നൊരു വാക്യം ഞാൻ വായിച്ചായിരുന്നു. വാസ്തവത്തിൽ ഉയർത്തെഴുന്നേൽപ്പിന്റെ ദൃഷ്ടാന്തമാണ്. മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവനോടെ സ്വർഗത്തിൽ നിന്ന് വസിക്കുന്നവൻ ആരോ, അതാണ് യേശുക്രിസ്തു, അതാണ് യഥാർത്ഥ ക്രിസ്തു. അല്ലാതെ യേശുവും ഈസായും ഒന്നല്ല. ഈ ഈസായെ കുറിച്ച് പലതും പറയുന്നുണ്ട്. പിന്നെ ഞാൻ അതിനെ എടുത്ത് പറയാം. അല്ലെന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് പെട്ടെന്ന് വിശ്വസിക്കാനും ഉൾക്കൊള്ളാനും കഴിയില്ല. കാരണം ഞാൻ ഇസ്ലാം മതത്തിൽ ജനിച്ച് വളർത്തപ്പെടുകയും ഖുറാൻ പഠിക്കുകയും നിസ്കരിക്കുകയും അതിന് ഭയങ്കര വില കൊടുത്തു നിന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് അതിന്റെ വിശ്വാസവും ആചാരവും അവരുടെ മാനസിക നില എനിക്ക് നന്നായിട്ട് അറിയാം. മുസ്ലിങ്ങളുടെ മാനസിക നില എനിക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയാം, എല്ലാ മുസ്ലിങ്ങളും വിശ്വസിച്ചിരിക്കുന്നത് യേശുക്രിസ്തു തന്നെയാണ് ഈസാ നബി എന്നാണ്.
അവരുടെ വിശ്വാസം അതാണ്. യേശുക്രിസ്തുവും ഈസാ നബിയും ഒന്നാണെന്നാണ് എല്ലാവരും വിശ്വസിക്കണം. ഞാൻ വിശ്വസിച്ചിരുന്നത് അങ്ങനെ തന്നെയാണ്. പക്ഷേ യേശുക്രിസ്തു ആരെന്ന് പറഞ്ഞാൽ മരിച്ച് ക്രൂശിക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് 3-ാം നാൾ ഉയിർത്തെഴുന്നേറ്റ് ഉടലോടെ 40 നാൾ ഭൂമിയിലുണ്ടായി ഉടലോടെ സ്വർഗത്തിലേക്ക് കരേറിപ്പോയി ഇന്നും ജീവിച്ചിരിക്കുന്നവനാണ് മസീഹ യേശുക്രിസ്തു. അപ്പോൾ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നവർ ജനനം മുതൽ ഇന്നയോളമുള്ള ആ ഭാഗങ്ങൾ അങ്ങനെ തന്നെ വിശ്വസിക്കണം, മാറ്റിപ്പറ്റില്ല. ഇപ്പൊ എന്റെ വാപ്പായുടെ പേര് ഷാഹുൽ ഹമീദാണ്, എന്റെ ഉമ്മയുടെ പേര് ജമീല ബീവിയാണ്. ജമീല ബീവിയുടെയും ഷാഹുൽ ഹമീദിന്റെ മകൾ സൗദ എന്ന് പറയുന്നതും എന്റെ ഉമ്മയുടെ പേര് മാറ്റി വേറെ പേര് പറഞ്ഞ്, അല്ലെ എന്റെ വാപ്പായുടെ പേര് വേറെ പറഞ്ഞിട്ട് സൗദ എന്ന് പറഞ്ഞാൽ ആ സൗദ വേറെ സൗദ ആയിരിക്കും, ഞാനല്ല. ഇപ്പൊ റഹ്മത്തിന്റെയും ബഷീറിന്റെയും മകൾ സൗദ എന്ന് പറഞ്ഞ ആ സൗദ ഞാനല്ല, എന്റെ പേര് സൗദയാണ്. പക്ഷെ എന്റെ ഉമ്മ വാപ്പ ബഷീറും സൗദിത്വം അല്ല. എന്ന് പറഞ്ഞ പോലെ കർത്താവ് യേശുക്രിസ്തു എന്ന് പറഞ്ഞാൽ കാൽവറി ക്രൂശിൽ യാഗമായി തീർന്നവനാണ്. അപ്പൊ ക്രൂശിക്കപ്പെട്ടിട്ടില്ല, മരിച്ചിട്ടില്ല, അത് ഈസാ നബിയാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റത്തില്ല. കേൾക്കുന്ന എല്ലാവർക്കും അത് വിശ്വാസമാണ് എന്ന് വിശ്വസിക്കുന്നു. കാരണം യേശുക്രിസ്തു ആണെങ്കിൽ അത് നിങ്ങൾ ഈസാ നബി എന്നോ എന്ത് പേര് വിളിച്ചാലും യേശുക്രിസ്തു എന്ന് പറയുന്നത് ക്രൂശിക്കപ്പെട്ടവനാണ്, മനുഷ്യരുടെ പാപ പരിഹാര ബലിയായി അർപ്പിക്കപ്പെട്ടവനാണ്, രക്തം ചിന്തിയവനാണ്. ആ രക്തത്താലാണ് പാപമോചനം, ആ രക്തത്താലാണ് വീണ്ടെടുപ്പുള്ളത്. വില കൊടുത്തിട്ടാണ് നമ്മളെ വിലക്ക് വാങ്ങിച്ചത്. ആമേൻ, സ്തോത്രം. അവന്റെ ജീവനെ പകർന്നു തന്ന നമ്മെ ദത്തെടുത്തത്. അങ്ങനെ അല്ലാത്ത ഒരാളെ യേശുവിന്റെ പേരിനോട് ചേർത്ത് വെച്ചാൽ യേശുക്രിസ്തു ആവത്തില്ല. പേര് കൊണ്ട് യേശുക്രിസ്തുവിനെ വെളിപ്പെടുത്താൻ പറ്റത്തില്ല, പ്രവൃത്തി കൊണ്ടാണ് വെളിപ്പെടുത്തേണ്ടത്. ആ പ്രവൃത്തിയിലാണ് നമ്മുടെ വിശ്വാസം. ആ പ്രവൃത്തിയിലൂടെയാണ് ആ പേരിനെ നമ്മൾ വെളിച്ചത്ത് കൊണ്ടുവരേണ്ടത്. പേരെല്ലാവർക്കും, പലർക്കും ഇപ്പോ തോമസ് എന്ന് എത്രയോ പേരുണ്ട്, എത്രയോ പേര് തോമസ് എന്ന പേരുണ്ട്. എല്ലാവരും തോമസ് ആയിരിക്കത്തില്ല. സൗദ എന്ന് എത്രയോ സൗദമാരുണ്ടാവും. ആ സൗദയെല്ലാം ഞാനല്ലല്ലോ. എന്റെ സ്വഭാവം എന്റെ ജനനം മുതൽ ഇന്നയോളമുള്ള എന്റെ പ്രവൃത്തിയിൽ നിന്നാണ് ഞാൻ എന്ന വ്യക്തിയെ തെളിയിക്കേണ്ടത് എന്ന് പറഞ്ഞ പോലെ. പക്ഷെ മുസ്ലിങ്ങളിലെല്ലാം വിശ്വസിക്കുന്നത്, ക്രിസ്ത്യാനികൾ പറയുന്ന യേശു ക്രിസ്തു തന്നെയാണ് അവരുടെ ഈസാ നബി എന്നാണ് അവർ വിശ്വസിക്കുന്നത്. അല്ലാതെ അവർക്ക് തിരിച്ചു വിശ്വസിക്കാൻ സാധ്യമല്ല. അപ്പോൾ ഞാൻ ഒരിക്കൽ ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയണമെന്നുണ്ട്. എനിക്ക് എല്ലാം പറയുന്നതിനൊപ്പം ഒറ്റ കാര്യം കൂടെ ബൈബിളിൽ നിന്ന് ഞാൻ വായിക്കട്ടെ. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അല്ലെ 41-ാമത്തെ വചനം പറയുന്നുണ്ട്. എനിക്ക് വേറൊരു വാക്യം വായിക്കണം. 41. അവൻ തന്റെ സഹോദരനായ ശീമോനെ ആദ്യം കണ്ട് അവനോട്, ഞങ്ങൾ മശിഹായെ എന്ന് വെച്ചാൽ ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഈ ക്രിസ്തുവിനെ കണ്ടെത്തുക എന്നതാണ് ദൈവം നമ്മെ ഓരോരുത്തരെ കുറിച്ചും ആഗ്രഹിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം, അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം 12-ാം വാക്യം കാണാതെ അറിയാമെങ്കിലും അത് എടുത്തു വെച്ച് വായിക്കുമ്പോൾ അതിന്റെ ഒരു ക്ലാരിറ്റി കിട്ടും. മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. കർത്താവായ യേശു ക്രിസ്തു എന്ന നാമമാണ് ആമേൻ നമ്മെ രക്ഷിച്ചിരിക്കുന്നത്. ആ നാമത്തിന് മാത്രമേ നമ്മെ രക്ഷിക്കാൻ കഴിയുള്ളൂ. ആ നാമമാണ് മേലായ നാമം. യേശു ക്രിസ്തു എന്ന നാമം കേൾക്കുന്നിടത്ത് പിശാചിന് നിൽക്കാൻ കഴിയുകയില്ല. ആ യേശു ക്രിസ്തുവിന്റെ നാമം ഉച്ചരിക്കുന്നവരുടെ മേൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി ഇറങ്ങി വരും. അതെപ്പോഴും ഞാൻ അനുഭവിക്കുന്നതാണ്. ആമേൻ. മറ്റൊരുത്തനിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ കർത്താവായ യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ. നിത്യജീവനിൽ പോകാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ. അത് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, അവനെ കൈക്കൊള്ളുക. അവന്റെ നാമത്തിൽ അവൻ കൈക്കൊണ്ട് അവനെ ദൈവ മക്കളാകുവാൻ അവൻ നമുക്ക് അധികാരം നൽകിയിട്ടുണ്ട്. ദൈവ മക്കൾക്ക് മാത്രമേ നിത്യജീവനിൽ കടക്കാൻ കഴിയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് പറയും, അവർ ക്രിസ്ത്യാനിയായി അതുകൊണ്ട് സ്വർഗത്തിൽ പോകും. അല്ലല്ല, ക്രിസ്ത്യാനിയായാൽ ക്രിസ്തുവിനെ അനുഗമിച്ച് ജീവിക്കണം.
വചനപ്രകാരം ജീവിക്കണം. അതിൽ വഴിതെറ്റി ജീവിച്ചാൽ നമ്മൾ തോറ്റുപോയി. തോറ്റവരെ കൊണ്ടുപോകാനല്ല, ലോകാവസാനം വരെ കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞവൻ ആമേൻ ജയിച്ചവനാണ്. ആ ജയിച്ചവന്റെ കൂടെ ആമേൻ നാം ജീവിച്ച് നിത്യജീവനിൽ ജയാളികളായി മാറാം. ആമേൻ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുക. ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കണമെന്ന് ആഗ്രഹമുണ്ട്. എപ്പോഴെങ്കിലും നമുക്ക് ഇനി വീണ്ടും ഒരുമിച്ച് ആമേൻ നമുക്ക് കാണാൻ കഴിയട്ടെ. ഇല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും എന്നെ വ്യക്തിപരമായി വിളിക്കാൻ താല്പര്യപ്പെടുന്നെങ്കിൽ വിളിക്കാം, നമുക്ക് ചർച്ച ചെയ്യാം. ആമേൻ. സ്തോത്രം. ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എനിക്ക് മറുപടി തരാൻ കഴിയണം. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എനിക്ക് മറുപടി തരാൻ കഴിയും. കാരണം തെളിവുകളാണ് അതിന്റെ ആധികാരികത. തെളിവില്ലാതെ ഒരു കാര്യം നിങ്ങൾ ആരെന്നോട് പറഞ്ഞാലും ഞാൻ ഏറ്റെടുക്കുക. അത് ക്രിസ്ത്യാനികളായാലും മുസ്ലിങ്ങളായാലും തെളിവില്ലാത്തത് പറഞ്ഞാൽ ഞാൻ സ്വീകരിക്കുകയില്ല. എനിക്ക് നിങ്ങൾ പറയുന്നത് ഏത് അധ്യായത്തിൽ ഏത് വാക്യമെന്ന്, അത് ബൈബിൾ ആയാലും ഖുറാൻ ആയാലും എനിക്ക് കാണിച്ചു തരണം. അത് അങ്ങനെ തന്നെ ഞാൻ വിശ്വസിക്കും. പക്ഷെ എനിക്ക് വ്യക്തിപരമായ വ്യാഖ്യാനം എനിക്ക് വേണ്ട. ഞാനത് വായിക്കുമ്പോൾ എനിക്കത് മനസ്സിലാക്കാൻ കഴിയും. അത് ഞാൻ മനസ്സിലാക്കാം. മറ്റൊരുത്തനിലും രക്ഷയില്ല എന്ന് പറയുമ്പോൾ നമുക്ക് വ്യാഖ്യാനത്തിന്റെ ആവശ്യമില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമമില്ല എന്ന് പറഞ്ഞാൽ വ്യാഖ്യാനം ആവശ്യമില്ല. ഒറ്റ നാമമേ ഉള്ളൂ. അത് ഞാൻ ഖുറാനിൽ തന്നെ വായിച്ച ആമേൻ വചനമാകുന്ന കർത്താവായ യേശു ക്രിസ്തു മശിഹ, അവൻ ദൈവമാണ്, ദൈവപുത്രനാണ്, രക്ഷകനാണ്, അവൻ നിത്യജീവനാണ്, അവൻ വെളിച്ചമാണ്, അവൻ ആമേൻ ഹല്ലേലൂയ, അവൻ ലോകാവസാനം വരെ നമ്മെ പരിപാലിപ്പാൻ ശക്തനാണ്. ഇവന്റെ കയ്യിലേക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുത്താൽ ആമേൻ സ്തോത്രം, സകല കഷ്ടങ്ങളിൽ നിന്നും ഞെരുക്കങ്ങളിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും നമ്മെ വിടുവിച്ച് ആമേൻ സ്തോത്രം നിത്യത വരെ നമ്മെ കൊണ്ടെത്തിക്കുവാൻ ശക്തനായവനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. എത്ര പറഞ്ഞാലും മതി വരികയില്ല. ഞാൻ മുസ്ലിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. ഖുറാനകത്ത് മസീഹീസ എന്ന് ധാരാളം ഭാഗങ്ങളിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ എണ്ണി നോക്കിയിട്ടില്ല. എനിക്കിനി എണ്ണി നോക്കണമെന്ന് അവൻ ആഗ്രഹിക്കുകയാണ്. പലയിടത്തും ഞാൻ കണ്ടു മസീഹ്. ഞാൻ ആ തർജ്ജിമയില് ആമേൻ സ്തോത്രം, ഈ തർജ്ജിമ 3-ാമത്തെ സൂറ 45-ന്റെ തർജ്ജിമയിലും എഴുതിയിട്ടുണ്ട്. ഈ ഗ്രന്ഥത്തില് അത് മറ്റൊരു ഖുറാനില് അവിടെ വ്യക്തമായി എഴുതിയിരിക്കുന്നു, മശിഹ എന്ന് വെച്ചാൽ അഭിഷിക്തൻ. ഈ അഭിഷിക്തനെ കൈക്കൊണ്ടുകൊണ്ട്, ഈ അഭിഷിക്തന്റെ നാമത്തിൽ ജീവിച്ച്, ഈ അഭിഷിക്തന്റെ അടുക്കലേക്ക് പോകുവാൻ ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇതൊരു മതമല്ല, ഇതൊരു മാർഗമാണ്. ഇത് ആരെയും താഴ്ത്തുവാനോ ഉയർത്തുവാനോ അല്ല, നമ്മളെ സത്യത്തിന് വേണ്ടി വില കൊടുത്തുകൊണ്ട് നമ്മെ സൃഷ്ടിച്ചവന്റെ ആഹ്വാനമാണ്. നമ്മെ സൃഷ്ടിച്ചവൻ അയച്ചിട്ട് വന്നവനാണ് കർത്താവിനെ കൈക്കൊള്ളണമെന്ന് പറഞ്ഞത്. ആമേൻ സ്തോത്രം. നമ്മൾ ആമേൻ മനുഷ്യരുടെ മുഖം നോക്കിയിട്ടല്ല, ദൈവത്തിന്റെ വാക്കുകൾക്ക് വില കൊടുത്തുകൊണ്ട് അവന്റെ വാക്കിന് ആമേൻ നാം ഇറങ്ങി തിരിച്ചാൽ നമ്മെ നിത്യതയിൽ കൊണ്ടെത്തിക്കുവാൻ ശക്തനായ ദൈവം. ആമേൻ സ്തോത്രം. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ആമേൻ സ്തോത്രം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കാം. നമുക്ക് ദൈവനാമത്തിൽ സ്നേഹത്തിൽ നമുക്ക് അറിവുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പകരപ്പെടാം. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. സ്നേഹവാനായ സ്വർഗീയ നല്ല കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നിന്നെ സ്തുതിക്കുന്ന വാഴ്ത്തുന്ന നാഥ, കഴിഞ്ഞ 35 വർഷക്കാലം യേശു ക്രിസ്തുവിന്റെ നാമം അവൻ നാവിലെടുത്തുകൊണ്ട് നിന്നെ പുകഴ്ത്തുവാൻ, നിന്നെ വാഴ്ത്തുവാൻ, സാക്ഷിപ്പാൻ അടിയന് തന്ന അവസരത്തിനായി നന്ദി പറയുന്നപ്പാ. നീ എന്നെ നടത്തിയ വിധങ്ങൾ ധാരാളം വഴികളിലൂടെ, അനുഗ്രഹിക്കപ്പെട്ട വഴികളിലൂടെ നടത്തി. കഴിഞ്ഞ പ്രാവശ്യം അരോമ ചാനലില് അവൻ കർത്താവ് എന്നെ നടത്തിയ സാക്ഷ്യങ്ങൾ പറയുവാനിടയായി. ഇന്ന് അവൻ കർത്താവ് എനിക്ക് തെളിയിച്ചു തന്ന ആ വചനങ്ങൾ ഖുറാനിൽ നിന്നും ബൈബിളിൽ നിന്നും പങ്കിടുവാൻ കർത്താവ് അവസരം നൽകി. ഇത് കേട്ട എല്ലാവരെയും, കേൾക്കുവാനിരിക്കുന്നവരെയും ഓർത്ത് പ്രാർത്ഥിക്കുകയാ. കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ കർത്താവ് യേശു ക്രിസ്തു മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇനി കേൾക്കാൻ ഇരിക്കുന്നവർക്ക് വേണ്ടി കൂടി എന്ന് പ്രാർത്ഥിച്ചതുപോലെ ഞാൻ പ്രാർത്ഥിക്കുക കർത്താവേ, സത്യം അവരറിയുവാൻ, സത്യമൊന്ന് ഗ്രഹിപ്പാൻ അവരെ ബുദ്ധിയെ നീ തുറക്കണമേ. നിത്യജീവൻ അവകാശമാക്കുവാൻ അവരെ കർത്താവ് സഹായിക്കണമേ. ആമേൻ ഹല്ലേലൂയ. ഇതൊരു മതമല്ല കർത്താവേ, ഇതൊരു മാർഗമാണെന്ന് നീ ഞങ്ങളെ പഠിപ്പിച്ചു. ഇത് സത്യമാണ് ഞങ്ങളെ പഠിപ്പിച്ചു. ഇത് ഞങ്ങൾ അറിഞ്ഞുമിരിക്കുന്നു. നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക, ജനങ്ങളെ ഏൽപ്പിക്കുക. ഭാരത്തോട്, പ്രയാസത്തോട്, ഞെരുക്കത്തോട്, വേദനയോട്, രോഗത്തോട് ആരെങ്കിലും ഇരിക്കുന്ന ഇത് കേൾക്കുന്നുവെങ്കിൽ അവരെ കർത്താവ് വിട്ടുവിക്കുവാൻ ശക്തനെന്ന് അവരിന്ന് കേട്ടിരിക്കുകയാ.
കർത്താവരെ വിടുവിക്കണമേ. നിന്നെ വിശ്വസിക്കുന്നവരെ, നിന്റെ അടുക്കൽ വരുന്നവരെ, നിന്നോട് അപേക്ഷിക്കുന്നവരെ നീ ഉപേക്ഷിക്കാത്ത നാഥനാണ്. നീ അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. കർത്താവെ സ്തോത്ര, ആമേൻ സ്തോത്ര. ഞാനിൽ പാസ്റ്റർ നിന്റെ കരങ്ങളിൽ കേൾപ്പിച്ച് പ്രാർത്ഥിക്കുക. നിന്റെ ദാസരെയും കുടുംബത്തെയും പ്രവർത്തനങ്ങളെയും അനുഗ്രഹിക്കണമേ കർത്താവ്. ചാനലിൽ കടന്നു വന്ന് സാക്ഷ്യം പറഞ്ഞ എല്ലാവരെയും നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. അവരെ കർത്താവ് നടത്തിയ വിധങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. അവർക്കും അനേകം മക്കളെ നേടിയെടുപ്പാൻ സഹായിക്കണം. അതുപോലെ കർത്താവ് ഇനിയും സാക്ഷ്യം പറഞ്ഞ ഈ ചാനലിലേക്ക് വരാനുള്ളവരുണ്ട്. അവരെ വേഗത്തിൽ കൂട്ടിവരുത്തണമേ. അവരുടെ അനുഭവ സാക്ഷ്യങ്ങൾ അനേകർക്ക് അനുഗ്രഹമായി തീരുവാൻ കർത്താവ് സഹായിക്കണം. അടിയനെയും അടിയന്റെ കുടുംബത്തെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. എല്ലാം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.